നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയുടെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ എല്ലാ എക്സാമുകളും നമ്മൾ 2012 മുതൽ ഈ 2022 വരെ നടന്ന എല്ലാ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് എന്നുകൂടി എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഈ ഒരൊറ്റ ക്ലാസ് കാണുന്നതോടുകൂടി തന്നെ നമുക്ക് സൈക്കോളജിയുടെ ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കും. വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ക്ലാസ്സിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഒരു അധ്യാപിക തൻ്റെ കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് ഉപകരണമാണ് ഏറ്റവും അനുയോജ്യമായത്? ഓപ്ഷൻസ്: എ വ്യക്തിത്വ ഇൻവെന്ററി, റോഷായുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, നിരീക്ഷണം. ആൻസർ വ്യക്തിത്വ ഇൻവെന്ററി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗണിത ക്ലാസ്സിൽ പ്രയാസമുള്ള ഒരു പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്ന വേളയിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രബലന രീതിയാണ്. ഓപ്ഷൻസ്: തുടർച്ചയായ പ്രബലനം, നിശ്ചിത ഇടവേളയിലുള്ള പ്രബലനം, നിശ്ചിത അനുപാതത്തിലുള്ള പ്രബലനം, അനിശ്ചിത പ്രബലനം. ആൻസർ ബി നിശ്ചിത ഇടവേളയിലുള്ള പ്രബലനം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തികൾക്കിടയിൽ ഒന്നോ അതിലധികമോ സ്വഭാവങ്ങളിലുള്ള വ്യതിയാനങ്ങളെ അറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: എ വ്യക്തിത്വ വ്യത്യാസം, ബി വൈകല്യം, സി പ്രതിഭാധനത, ഡി പിന്നോക്കാവസ്ഥ. ആൻസർ എ വ്യക്തിത്വ വ്യത്യാസം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭൂപടം നന്നായി വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി ഊന്നൽ നൽകുന്നത്. ഓപ്ഷൻസ്: എ യുക്തിഗണിത ബുദ്ധി, ബി ദൃശ്യസ്ഥലപര ബുദ്ധി, സി പാരിസ്ഥിതിക ബുദ്ധി, ഡി ഭാഷാപര ബുദ്ധി. ആൻസർ ബി ദൃശ്യസ്ഥലപര ബുദ്ധി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നല്ല സമയോജനത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതയാണ്. ഓപ്ഷൻസ്: മറ്റുള്ളവരിൽ ആത്മാർത്ഥമായ താല്പര്യം, ബി പ്രമുഖവും പൂർണ്ണവുമായ ചോദനകളുടെയും ലക്ഷ്യങ്ങളുടെയും സമ്പ്രദായം, സി അവനവന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള സൂക്ഷ്മമായ ഉൾക്കാഴ്ച, ഡി അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക. ആൻസർ ഡി അവനവന്റെ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെ പറയുന്നു പഠനം നടക്കുന്നതിന് കാരണം. ഓപ്ഷൻസ്: എ പിതാവിന്റെ സാമൂഹിക ഇടപെടലുകൾ, ബി സഹപാഠികളുമായുള്ള പഠനം, സി ഭൗതിക പ്രവർത്തനം, ഡി കൈത്താങ്ങ്. ആൻസർ സി ഭൗതിക പ്രവർത്തനം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മന്ദപഠിതാക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻസ്: എ വളരെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ നൽകി അവരുടെ പ്രയാസവുമായി പൊരുത്തപ്പെടുത്തുക, ബി അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക, സി സ്ഥായിയായ ഏകാഗ്രതയും പ്രയത്നവും ആവശ്യമായ പ്രവർത്തനങ്ങൾ നൽകുക, ഡി കൂടുതൽ ഗൃഹപാഠം ചെയ്യിക്കുക. ആൻസർ ബി അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രവർത്തനങ്ങളിൽ വ്യതിയാനം നടത്തി പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം അസൈൻമെന്റുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ്: എ അസിസ്റ്റീവ് ടെക്നോളജി, ബി പ്രാപ്തത, സി പരിഹാരബോധനം, സി അക്കോമഡേഷൻസ്. ആൻസർ എ അസിസ്റ്റീവ് ടെക്നോളജി. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിലെ അക്രമ സ്വഭാവം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഓപ്ഷൻസ്: എ മറ്റ് മത്സര മേഖലകളിലേക്ക് അവരുടെ ദേഷ്യത്തെ തിരിച്ചുവിടുക, ബി അക്രമ സ്വഭാവം കാണിക്കുമ്പോൾ തക്കതായ ശിക്ഷ നൽകുക, സി സൗഹാർദ്ദപരമായ സ്വഭാവങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും അക്രമ സ്വഭാവങ്ങൾ അവഗണിക്കുകയും ചെയ്യുക, ഡി
ഓരോ പ്രതികൂല സ്വഭാവങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കുക. ആൻസർ സി. സൗഹാർദ്ദപരമായ സ്വഭാവങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും അക്രമ സ്വഭാവങ്ങൾ അവഗണിക്കുകയും ചെയ്യുക. 10ാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ 2 വർഷമായി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അജയ് അവന്റെ പ്രതീക്ഷിത പഠന നിലവാരത്തേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഉള്ളത്. ഇതിനെ പറയുന്നത്. ഓപ്ഷൻസ്: എ. പഠന വൈകല്യം, ബി. ബുദ്ധിപരിമിതി നേടുന്നത്, സി. സാമൂഹ്യ പരിമിതി, ഡി. സിദ്ധി പരിമിതി. ആൻസർ ഡി. സിദ്ധി പരിമിതി. 11ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട മെത്തേഡ് വേരിയബിൾ ഏതാണ്? ഓപ്ഷൻസ്: എ. പഠന രീതികൾ, ബി. പഠിതാവിന്റെ ഭൗതിക നില, സി. ശ്രദ്ധ, ഡി. അഭിപ്രേരണ. ആൻസർ എ. പഠന രീതികൾ. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു അധ്യാപകൻ താൻ വികസിപ്പിച്ചെടുത്ത ഒരു പഠന രീതിയുടെ ഫലപ്രാപ്തി കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ്? ഓപ്ഷൻസ്: എ. സർവേ, ബി. പരീക്ഷണം, സി. കേസ് പഠനം, ഡി. നിരീക്ഷണം. ആൻസർ ബി. പരീക്ഷണം. 13ാമത്തെ ക്വസ്റ്റ്യൻ. പഠനത്തിൽ ചോദകങ്ങളുടെയും പ്രതികരണങ്ങളുടെയും പങ്കിന് ഊന്നൽ നൽകിയ മനഃശാസ്ത്രജ്ഞനാണ് ഡാഷ്. ഓപ്ഷൻസ്: എ. കർട്ട് ലവിൻ, ബി. ജെറോം എസ് ബ്രൂണർ, സി. ജെ.ബി. വാട്സൺ, ഡി. ജീൻ പിയാഷെ. ആൻസർ സി. ജെ.ബി. വാട്സൺ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കവറി പഠനം സാധ്യമാവുന്നത് അധ്യാപകൻ. ഓപ്ഷൻ: ശ്രദ്ധ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ഡി. ഡെമോൺസ്ട്രേഷൻ പരിശീലിപ്പിക്കുമ്പോൾ, സി. ഇൻറ്റ്യൂറ്റീവ് ചിന്ത പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ഡി. ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ. ആൻസർ സി. ഇൻറ്റ്യൂറ്റീവ് ചിന്ത പ്രോത്സാഹിപ്പിക്കുമ്പോൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ എക്സ്പോസിറ്ററി രീതിയുമായി ബന്ധപ്പെട്ട തിയറി ഏതാണ്? ഓപ്ഷൻസ്: എ. മാനവികതാ സിദ്ധാന്തം, ബി. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി, സി. ജസ്റ്റാൾട്ട് തിയറി, ഡി. ഫീൽഡ് തിയറി. ആൻസർ ബി. മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അർജുൻ പഠനത്തിൽ താല്പര്യം കാണിക്കുകയും പഠന പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഏത് ഘട്ടത്തിലാണ്? എ. സ്വയം തീരുമാനം വേഴ്സസ് ലജ്ജ, ബി. മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം, സി. സ്വതസ്ഥാപനം വേഴ്സസ് സ്വത പ്രതിസന്ധി, ഡി. അധ്വാനം വേഴ്സസ് അപകർഷത. ഡി. അധ്വാനം വേഴ്സസ് അപകർഷത. 17ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ സ്കൂളിൽ ലൈംഗിക പീഡനം നടന്നതായി വിവരം ലഭിച്ചാൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ ആദ്യപടിയായി എന്തായിരിക്കും ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ. സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുക, ബി. ചൈൽഡ് ലൈൻ കേന്ദ്രത്തിൽ അറിയിക്കുക, സി. സംഭവം സ്ഥിരീകരിക്കുക, ഡി. രക്ഷിതാക്കളെ വിവരമറിയിക്കുക. ആൻസർ സി. സംഭവം സ്ഥിരീകരിക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ. പഠനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മാതൃഭാഷയിൽ കൂടിയുള്ള പഠനമാണ് അഭികാമ്യമായത്. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം ഏതാണ്? ഓപ്ഷൻസ്: എ. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ബി. സ്വാഭാവിക സാഹചര്യങ്ങളിൽ പഠനം സാധ്യമാക്കാൻ സഹായിക്കുന്നു, സി. പഠനം എളുപ്പമാക്കുന്നു, ഡി. ഭൗതിക വികാസത്തിന് സഹായിക്കുന്നു. ആൻസർ എ. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സംവേദന നിയമം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ. സമീപത, ബി. തുടർച്ച, സി. വിവേചനം, ഡി. ഫിഗർ ഗ്രൗണ്ട്. ആൻസർ സി. വിവേചനം. 20ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടീഷനിങ് നടന്ന പ്രതികരണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്ന പഠന പ്രക്രിയയാണ് ഡാഷ്. ഓപ്ഷൻസ്: എ. പ്രബലനം, ബി. ശിക്ഷ,
സി വിലോപം, ഡി ഡിലേഡ് കണ്ടീഷനിങ്. ആൻസർ സി വിലോപം. 21. രഹന പ്രത്യേക സവിശേഷതകൾ കാണിക്കുന്ന സർഗശേഷിയുള്ള ഒരു വിദ്യാർത്ഥിനിയാണ്. താഴെ പറയുന്നവയിൽ അവളുടെ സ്വഭാവവുമായി ബന്ധമില്ലാത്തത് ഏത്? എ സംവ്രജന ചിന്ത, ബി വിവ്രജന ചിന്ത, സി ആശയങ്ങളുടെ പുതുമ, ഡി വ്യത്യസ്ത പ്രതികരണങ്ങൾ. ആൻസർ എ സംവ്രജന ചിന്ത. 22ാമത്തെ ക്വസ്റ്റ്യൻ. സാധാരണ അധ്യാപകരുടെ നിയന്ത്രണത്തിൽ പഠന വൈകല്യമുള്ള വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനെ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ മനുഷ്യാവകാശ വിദ്യാഭ്യാസം, ബി ഉൾപ്പെടുത്തിയതിലുള്ള വിദ്യാഭ്യാസം, സി പ്രത്യേക വിദ്യാഭ്യാസം, ഡി പൊതുവിദ്യാലയ സമ്പ്രദായം. ആൻസർ ബി ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം. 23ാമത്തെ ക്വസ്റ്റ്യൻ. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് തന്റെ സഹോദരങ്ങളുമായുള്ള പരസ്പര ബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടി ഉൾപ്പെടുന്ന ഘട്ടം? ഓപ്ഷൻസ് എ ഇന്ദ്രിയ ചാലക ഘട്ടം, ബി പ്രാക് മനോവ്യാപാര ഘട്ടം, സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം. ആൻസർ പ്രാക് മനോവ്യാപാര ഘട്ടം. 24ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥിയുടെ വ്യതിയാന സ്വഭാവം വിലയിരുത്തുന്നതിന് ഉപയോഗിക്കാവുന്നത്? എ സഞ്ചിത രേഖ, ബി സാമൂഹ്യ ലേഖാരേഖ, സി ഉപാഖ്യാന രേഖ, ഡി പ്രകടന രേഖ. ആൻസർ സി ഉപാഖ്യാന രേഖ. 25ാമത്തെ ക്വസ്റ്റ്യൻ. മൂല്യനിർണയോപാധികളുടെ സത്യസന്ധത അറിയപ്പെടുന്നത്? എ വസ്തുനിഷ്ഠത, ബി സാധുത, സി വിശ്വാസ്യത, ഡി പ്രായോഗികത. ആൻസർ സി വിശ്വാസ്യത. താഴെ പറയുന്നവരിൽ ആരാണ് വൈകാരിക ബുദ്ധി സിദ്ധാന്തം പ്രതിപാദിച്ചത്? എ ഡാനിയൽ ഗോൾമാൻ, ബി ഹവാർഡ് ഗാർഡ്നർ, സി എബ്രഹാം മാസ്ലോ, ഡി കാൾ റോജേഴ്സ്. ആൻസർ എ ഡാനിയൽ ഗോൾമാൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോയുടെ അഭിപ്രേരണ സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ അഭാവ ആവശ്യം ഏത്? ഓപ്ഷൻസ് എ സുരക്ഷിതത്വ ആവശ്യം, ബി അറിയാനും മനസ്സിലാക്കാനുമുള്ള ആവശ്യം, സി സൗന്ദര്യാത്മക ആവശ്യം, ഡി ആത്മസാക്ഷാത്കാരം. ആൻസർ എ സുരക്ഷിതത്വ ആവശ്യം. 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പഠിതാവിൻ്റെ ആന്തരിക പ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗമേത്? എ പഠിതാവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുക, ബി പാരിതോഷികങ്ങൾ നൽകുക, സി കുട്ടികളെ അച്ചടക്കത്തോടെ ഇരുത്തുക, ഡി പരസ്പര അധ്യാപനം പ്രോത്സാഹിപ്പിക്കുക. ആൻസർ എ പഠിതാവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുക. 29. പരീക്ഷയിൽ പരാജയപ്പെട്ട അരുൺ ചോദ്യപേപ്പറിനെ കുറിച്ച് പരാതിപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏതു പ്രതിരോധ തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് എ വിസ്ഥാപനം, ബി പ്രതിപൂർത്തീകരണം, സി പ്രക്ഷേപണം, ഡി താദാത്മ്യത. ആൻസർ സി പ്രക്ഷേപണം. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഗുരുതരമായ ലഹരി ഉപയോഗത്തിന് അടിമപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? എ കൗമാര കൗൺസിലിങ്ങിന് നിർദ്ദേശിക്കുക, ബി രക്ഷിതാക്കളെ വിവരമറിയിച്ച് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് അയക്കുക, സി സ്കൂളിൽ നിന്നും അടിയന്തരമായി പുറത്താക്കുക, ഡി ചൈൽഡ് ലൈൻ കേന്ദ്രത്തിൽ അറിയിക്കുക. ആൻസർ എ കൗമാര കൗൺസിലിങ്ങിന് നിർദ്ദേശിക്കുക. പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ് എ അഭിഭാവം, ബി മനോഭാവം, സി സിദ്ധി, ഡി താൽപര്യം. ആൻസർ സി സിദ്ധി. 2ാമത്തെ ക്വസ്റ്റ്യൻ. ബിനെ എന്ന അധ്യാപിക കുട്ടികളിൽ എപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനുള്ള നടപടി സ്വീകരിക്കും. ഇതിന് ഏറ്റവും പറ്റിയ മാർഗം ഏതാണ്? ഓപ്ഷൻസ് എ പെരുമാറ്റത്തിന് വ്യക്തമായ നിയമങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട്, ബി കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട്,
സി എങ്ങനെ പെരുമാറണമെന്ന് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട്. ഡി മതപഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്. ആൻസർ ബി കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി തലത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയാകണം. ഇതിന്റെ കാരണം. എ ഇത് പഠനം എളുപ്പമുള്ളതാക്കും. ബി ഇത് പഠനം അർത്ഥപൂർണമാക്കും. സി ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഡി ഇത് ബുദ്ധി വികസിക്കാൻ അവസരമൊരുക്കും. ആൻസർ സി ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നാലാമത്തെ ക്വസ്റ്റ്യൻ, IQ കൂടിയിരിക്കുന്നത്. ഓപ്ഷൻസ് എ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ. ബി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ. സി ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമായിരിക്കുമ്പോൾ. ഡി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുതൽ തുല്യമാകുമ്പോൾ. ആൻസർ എ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് എ ഒരു പരീക്ഷയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെ കുട്ടിയെ കണ്ടെത്താൻ. ബി കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേക ഗ്രൂപ്പുകളായി തിരിക്കാൻ. സി കുട്ടികളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാൻ. ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ആൻസർ ബി കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം ഗ്രൂപ്പുകളായി തിരിക്കാൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം പ്രചരിപ്പിച്ചത്. ഓപ്ഷൻസ് എ ഇവാൻ പാവ്ലോവ്. ബി കോഹ്ലർ. സി വൈഗോസ്കി. ഡി ജെറോമസ് ബ്രൂണർ. ആൻസർ ബി കോഹ്ലർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോ നിർദ്ദേശിച്ച വളർച്ചാ ആവശ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ ശാരീരിക ആവശ്യങ്ങൾ. ബി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക. സി ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം. ഡി ആത്മസാക്ഷാത്കാരം. ആൻസർ ഡി ആത്മസാക്ഷാത്കാരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു നടപടിയാണ് പ്രതിഭാധരരായ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനായി സ്വീകരിക്കാവുന്നത്? ഓപ്ഷൻസ് എ കുട്ടികളിലെ പ്രതിഭയെ കണ്ടെത്തുക. ബി പ്രതിഭാധനർക്ക് വേണ്ടി പ്രത്യേകം പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. സി അധികമായി പരിപോഷണ പാഠ്യപ്രവർത്തനങ്ങൾ നൽകുക. ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ആൻസർ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വികാരപരമായ ചിന്തകളുടെ ആസ്ഥാനമായ പഠനത്തിന്റെ മണ്ഡലം ഡാഷാണ്. ഓപ്ഷൻസ് എ വൈജ്ഞാനിക മണ്ഡലം. ബി മനഃചാലക മണ്ഡലം. സി വൈകാരിക മണ്ഡലം. ഡി ഹയറാർക്കിയൽ മണ്ഡലം. ആൻസർ സി വൈകാരിക മണ്ഡലം. പത്താമത്തെ ക്വസ്റ്റ്യൻ, 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ ഒരു കുട്ടി യാതൊരു പ്രീ പ്രൈമറി പഠനവും നേടാതെയാണ് എത്തിയിട്ടുള്ളത്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ കുട്ടിയുടെ പഠന പുരോഗതിക്കായി എന്തു നടപടി സ്വീകരിക്കും? ഓപ്ഷൻസ് എ കുട്ടിക്ക് പ്രത്യേക ട്യൂഷൻ നൽകാൻ രക്ഷാകർത്താവിനോട് നിർദ്ദേശിക്കും. ബി കുട്ടിക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ഗൃഹപാഠമായി നൽകും. സി ക്ലാസ്സിൽ കുട്ടിക്ക് പ്രത്യേക ശ്രദ്ധ നൽകുകയും പ്രത്യേക വ്യക്തിഗത പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും. ഡി ഈ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മറ്റു കുട്ടികളോട് പറയും. ആൻസർ സി ക്ലാസ്സിൽ കുട്ടിക്ക് പ്രത്യേക ശ്രദ്ധ നൽകുകയും പ്രത്യേക വ്യക്തിഗത പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യും. 11ാമത്തെ ക്വസ്റ്റ്യൻ, 6 വയസ്സുള്ള എബി തന്റെ കൈവശമുള്ള മുത്തുകൾ എണ്ണുകയാണ്. എന്നാൽ 5-ൽ അവസാനിക്കുന്നവയെല്ലാം വിട്ടാണ് എണ്ണുന്നത്. അതായത് 5, 15, 25 തുടങ്ങിയവ. ഇവിടെ ഒരു ദത്തത്തിനു വേണ്ട എന്ത് സവിശേഷ ഗുണമാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് എ കൃത്യത. ബി വിശ്വാസ്യത. സി സാധുത. ഡി പ്രായോഗികത. ആൻസർ എ കൃത്യത. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളായ ചിന്ത, ആസൂത്രണം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻസ് എ സെറിബെല്ലം. ബി സെറിബ്രൽ കോർട്ടെക്സ്. സി ഹൈപ്പോതലാമസ്. ഡി തലാമസ്. ആൻസർ ബി സെറിബ്രൽ
കോർട്ടെക്സ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, പഠനവും ഓർമ്മിക്കാനുള്ള കഴിവും വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണ് ഓപ്ഷൻസ് എ നിമോണിക്സ്, ബി വായന, സി കൂടിയിരുന്നുള്ള പഠനം, ഡി എഴുത്ത്. ആൻസർ എ നിമോണിക്സ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, സ്പിയർമാൻ മുന്നോട്ട് വച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ഓപ്ഷൻസ് എ ബഹുഘടക സിദ്ധാന്തം, ബി ദ്വിഘടക സിദ്ധാന്തം, സി ത്രിമാന മാതൃകാ സിദ്ധാന്തം, ഡി ട്രയാർക്കിക് സിദ്ധാന്തം. ആൻസർ ബി ദ്വിഘടക സിദ്ധാന്തം. 15ാമത്തെ ക്വസ്റ്റ്യൻ, തീവ്രവും നിർണായകവുമായ സാമൂഹ്യവൽക്കരണം നടക്കുന്നത്. ഓപ്ഷൻസ് എ ബാല്യകാലത്ത്, ബി കുട്ടിക്കാലത്ത്, സി കൗമാരകാലത്ത്, ഡി മുതിർന്ന കാലത്ത്. ആൻസർ സി കൗമാരകാലത്ത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയെ പ്രചരിപ്പിച്ചത് ഡാഷ് ആണ്. ഓപ്ഷൻസ് എ ഡാനിയൽ ഗോൾമാൻ, ബി ഹവാർഡ് ഗാർണർ, സി ആൽഫ്രഡ് ബിനെ, ഡി ചാൾസ് സ്പിയർമാൻ. ആൻസർ എ ഡാനിയൽ ഗോൾമാൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, പാവലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു അനുബന്ധ ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധം രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത്. എ സ്പോണ്ടേനിയസ് റിക്കവറി, ബി എക്സ്റ്റിൻഷൻ, സി സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, ഡി കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത. ആൻസർ ഡി കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത. 18ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കുട്ടികളും അധ്യാപിക നൽകിയ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ മിഥുൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ അവസരത്തിൽ നിങ്ങൾ എന്തു നടപടി സ്വീകരിക്കും? ഓപ്ഷൻസ് എ കുട്ടിക്ക് പുറത്തേക്ക് നോക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറയുകയും ചെയ്യും. ബി കുട്ടി വരച്ച ചിത്രം പരിശോധിക്കും, കുട്ടിയുമായി ചർച്ച ചെയ്യും, തൃപ്തികരമായതാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും, ഇപ്പോൾ നിലവിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള സഹായം നൽകുകയും ചെയ്യും. സി കുട്ടിയെ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിരുത്തും, ഡി കുട്ടി ചെയ്തത് മോശമായ പ്രവൃത്തിയാണെന്ന് കണ്ട് രക്ഷകർത്താവിനെ അറിയിക്കും. ആൻസർ ബി കുട്ടി വരച്ച ചിത്രം പരിശോധിക്കും, കുട്ടിയുമായി ചർച്ച ചെയ്യും, തൃപ്തികരമായതാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും, ഇപ്പോൾ നിലവിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള സഹായം നൽകുകയും ചെയ്യും. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കായിക താരങ്ങളെയും നർത്തകരെയും അവരുടെ കായിക വികാസത്തെയും ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഗാർട്ട്നർ നിർദ്ദേശിച്ച ബഹുമുഖ ബുദ്ധിഘടകം ഏത്? ഓപ്ഷൻസ് എ ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, ബി ഫിസിക്കൽ ഇന്റലിജൻസ്, സി സൈക്കോമോട്ടോർ ഇന്റലിജൻസ്, ഡി സ്പെഷ്യൽ ഇന്റലിജൻസ്. ആൻസർ എ ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടീഷനിങ്ങിനെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഓപ്ഷൻസ് എ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്, ബി ഇടക്കാലത്തേക്ക് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റവും പഠനത്തിൽ ഉൾപ്പെടുന്നു, സി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ഒന്നു തന്നെയാണ്, ഡി മൃഗങ്ങളെ മാത്രമേ കണ്ടീഷനിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻസർ എ അനുഭവത്തിൽ നിന്നാണ് പഠിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തീർച്ചയായും ഒരു പാരമ്പര്യ ഘടകം ആകുന്നത്. ഓപ്ഷൻസ് എ പരിസരബന്ധിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, ബി സ്കൂളിനോടുള്ള മനോഭാവം, സി തലമുടിയുടെ നിറം, ഡി പഠന സ്വഭാവം. ആൻസർ സി തലമുടിയുടെ നിറം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി അമൽ അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രീതിയിലാണ് ചെയ്തത്. അമലിന്റെ ഈ സ്വഭാവം വെളിവാക്കുന്നത് അവന്റെ ഡാഷ്. ഓപ്ഷൻസ് എ അഭിഭാവം, ബി അഭിപ്രേരണ, സി ക്രിയാത്മക ചിന്ത, ഡി താല്പര്യം. ആൻസർ സി ക്രിയാത്മക ചിന്ത. 23 കേരളത്തിലെ ലോവർ പ്രൈമറി തലത്തിലെ കുട്ടികളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന രീതി. ഓപ്ഷൻസ് എ 3 പോയിന്റ് നേരിട്ടുള്ള ഗ്രേഡിംഗ്, ബി 5 പോയിന്റ് നേരിട്ടുള്ള ഗ്രേഡിംഗ്, സി 3 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ഡി 5 പോയിന്റ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്.
പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു? ഓപ്ഷൻസ് എ അനുരൂപീകരിച്ച പാഠപുസ്തകങ്ങൾ, ബി പ്രവർത്തന പുസ്തകങ്ങൾ, സി റിസോഴ്സ് അധ്യാപകർ, ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ആൻസർ ഡി മുകളിൽ സൂചിപ്പിച്ചവ എല്ലാം. 25 വിമർശനാത്മക ചിന്ത എന്നത് ഡാഷ് ആണ്. എ മറ്റുള്ളവരുടെ ചിന്തയെ വിമർശിക്കുക, ബി പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക, സി നമുക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും ചോദ്യം ചെയ്യുക, ഡി നിർദ്ദേശങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള വേറിട്ട ചിന്ത. ആൻസർ ബി പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക. 26 ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ ശരിയായ ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത്? ഓപ്ഷൻസ് എ പ്രവർത്തന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ബിംബന ഘട്ടം, ബി ബിംബന ഘട്ടം, പ്രവർത്തന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, സി പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ഡി പ്രതിരൂപാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം. ആൻസർ സി പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. 27ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികളുടെ വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ കൊടുക്കുന്നു. ശാരീരിക വളർച്ച ക്രമീകൃതമാകുന്നു, കാരണങ്ങൾ കണ്ടെത്താനുള്ള കരുത്ത് ആർജിക്കുന്നു, വികാരങ്ങൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. ഇവ കുട്ടിയുടെ വളർച്ചയും വികാസവും ബന്ധപ്പെട്ട ഏതു ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്? ഓപ്ഷൻസ് എ ശൈശവം, ബി ആദ്യബാല്യം, സി അന്ത്യബാല്യം, ഡി കൗമാരം. ആൻസർ സി അന്ത്യബാല്യം. 28ാമത്തെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നത്? ഓപ്ഷൻസ് എ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകളിലൂടെ വിദ്യാഭ്യാസം നൽകുന്ന സമീപനം, ബി പെൺകുട്ടികൾക്ക് പ്രത്യേകമായി വിദ്യാഭ്യാസം നൽകുന്ന സമീപനം, സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് റെഗുലർ കുട്ടികളോടൊപ്പം റെഗുലർ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്ന സമീപനം, ഡി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകാനുള്ള സമീപനം. ആൻസർ സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് റെഗുലർ കുട്ടികളോടൊപ്പം റെഗുലർ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്ന സമീപനം. 29ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം അല്ലാത്തതേത്? ഓപ്ഷൻസ് എ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ബി ഡിസ്ലെക്സിയ, സി ഡിസ്ഗ്രാഫിയ, ഡി ഡിസ്മാനിയ. ആൻസർ ഡി ഡിസ്മാനിയ. സാർവലൗകിക ഭാഷാ വ്യാകരണത്തിലൂടെ ഭാഷാ ഘടകങ്ങളും വ്യാകരണവും കുട്ടിയുടെ മനസ്സിൽ വളരുകയാണ് എന്ന് സൂചിപ്പിച്ചത് ഡാഷ് ആണ്. ഓപ്ഷൻസ് എ നോം ചോസ്കി, ബി വൈഗോസ്കി, സി ബി എഫ് സ്കിന്നർ, ഡി ജീൻ പിയാഷെ. ആൻസർ എ നോം ചോസ്കി. The most effective way in educational communication in classroom is? Options A writing on blackboard, B lecturing, C visual means, D audio visual means. Answer is audio visual means. Second question, consider following statements about educational psychology and select the answer from the quotes that follow. Options, first one, educational psychology is an applied branch of psychology. Second one, while psychology deals with the behavior of all individuals in all walks of life, educational psychology limits its dealing with the behavior of the learner in relation to educational environment. Third one, educational psychology is not a perfect science. It is more variable and less reliable. Options A, only one is true, B, only two is true, C, only three is true, D, all are true. Answer D, all are true. Third one,
Which of the following is not a normative science? Options A. Logic, B. Ethics, C. Psychology, D. Philosophy. Answer C. Psychology. Fourth one, a backbencher student of your class is unable to watch the blackboard clearly, and as a result he stands, sees and sits repeatedly. As teacher 1, interference will you draw from this case? Options A. The child is of short height as compared to his classmates. B. The board is under shining effect of sunlight. C. The child has defective vision. D. Both A and C. Answer D. Both A and C. Fifth one. Which of the following is the most important characteristics of open book examination system? Options A. It improves attendance. B. Students become serious. C. It compels students to think. D. It reduces the anxiety of examination. Answer C. It compels students to think. Sixth one. With which of the following items does educational philosophy have a direct connection? Options A. Learning experience. B. Learning objectives. C. Learning process. D. Learning situations. Answer B. Learning objectives. Seventh one. An effective classroom communication does not require. Options A. Mastery of subject matter. B. Change in speech pattern. C. Appropriate gestures. D. Charming personality. Answer D. Charming personality. Eighth one. If students do not understand what is taught in the class, as teacher you will opt for. Options A. Explain it in a different way. B. Use a different teaching process. C. Use more audio visual aids. D. All of these. Answer D. All of these. Ninth one. Which of the following will provide you more freedom as teacher to interact with your students? Options A. Use of film projector. B. Lecture method. C. Small group discussion. D. Viewing a CWC program. Countrywide classroom. That is CWC. Answer C. Small group discussion. 10th one. The aim of vocationalization of education is. Options A. Preparing students for a vocation along with knowledge. B. Converting education into vocational education. C. Giving more importance to vocational than general education. D. Making general education more job oriented. Answer D. Making general education more job oriented. 11th one. Which of the following is recording source of data? Options A. Books. B. Magazines and journals. C. Internet clippings. D. All of this. Answer D. All of this. 12th one. Evaluating listening involves. Options A. To accept or reject an idea given to a listener. B. To evaluate the credibility of source with regard to the reliability of data provided. C. Both A and B. D. None of A and B. Answer C. Both A and B. 30th one. If a teacher is glorified to be a friend, philosopher and guide, you mean? Options A. The teacher has to play a vital role in the context of the society. B. The teacher transmits a high value of humanity to students. C. The teacher is a reformer of society. D. All of this.
Answer B. The teacher transmits a high value of humanity to students. 14th one. In which of the following communication the feedback system will be weakest? Options A. Interpersonal communication. B. Intrapersonal communication. C. Group communication. D. Mass communication. Answer D. Mass communication. 15th one. The primary task of a teacher is to dash. Options A. To provide diagnostic and remedial aid wherever required. B. To complete the portions in time. C. To stimulate and guide students' learning. D. To promote habits of conformity to expectation of nation. Answer C. To stimulate and guide students' learning. 16th one. Teaching ethics include options A. Disclosure. B. Understanding. C. Competence. D. All of this. Answer D. All of this. 17th one. Which one of the following has the largest share in classroom communication? A. Listening. B. Reading. C. Writing. D. Speaking. Answer D. Speaking. 18th one. The first step of motivational cycle is dash. Options A. Satisfaction. B. Need. C. Effort. D. Stress. Answer B. Need. A university is having only one central campus for imparting education. You will call it as dash. A. Central University. B. Deemed University. C. Open University. D. Private Residential University. Answer is B. Deemed University. 20th question. The unlearned form of activity which enables a learner to deal competently with something in the environment without preliminary experience and practice is called. Options A. Habit. B. Character. C. Instinct. D. Emotion. Answer C. Instinct. 21. The principles of behaviorism of Watson was said to be preliminary based on the exploration of options A. Thorndike. B. Skinner. C. Tolman. D. Pavlov. Answer is D. Pavlov. 22. Which of the following is not included in Thorndike's theory of connectionism? Options A. Law of effect. B. Law of excise. C. Law of readiness. D. Law of frequency. Answer is D. Law of frequency. 23. On giving a right answer to a question, you praised your student a lot. Slowly he generates interest in study to give right answer only to capture more appraisal from the teacher. With which of the following theories of learning would you associate this? Options A. Connectionism. B. Classical conditioning. C. Operant conditioning. D. Reinforcement. Answer is C. Operant conditioning. 24. The need hierarchy theory of Abraham Maslow has a direct connection to dash. A. Instincts of individual. B. Motivates of individual. C. Emotions of individual. D. None of this. Answer is B. Motivates of individual. 25. Thought and language do not grow parallel. The initial language formats were non-cognitive. Similarly, the initial thought process were non-linguistic too. This idea is closer to the thoughts of dash. Options A. William von Humboldt. B. Lev Vygotsky. C. Noam Chomsky. Eighson. Answer B. Vygotsky. താഴെ പറയുന്നവയിൽ വൈഗോസ്കിയൻ പഠന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ.
കൈത്താങ് നൽകൽ, ബി ആശയദാന മാതൃക, സി സഹവർത്തിത പഠനം, ഡി സഹകരണാത്മക പഠനം. ആൻസർ ബി ആശയദാന മാതൃക. സെക്കൻഡ് വൺ, അബ്രഹാം മാസ്ലോവിന്റെ അഭിപ്രായത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം. ഓപ്ഷൻസ്: എ സുരക്ഷിതത്വം, ബി സൗഹൃദ ബന്ധം, സി ആത്മസാക്ഷാത്കാരം, ഡി കൂട്ടത്തിൽ ഉൾപ്പെടൽ. ആൻസർ എ സുരക്ഷിതത്വം. തേർഡ് വൺ, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് മുറിയിൽ കാഴ്ച വൈകല്യമുള്ള കുട്ടിയുടെ വിജയം ഉറപ്പാക്കാൻ സഹായിക്കുന്നത്. ഓപ്ഷൻസ്: എ കരിക്കുലാർ നൈപുണികൾ, ബി കോ കരിക്കുലാർ നൈപുണികൾ, സി എക്സ്ട്രാ കരിക്കുലാർ നൈപുണികൾ, ഡി പ്ലസ് കരിക്കുലാർ നൈപുണികൾ. ആൻസർ ഡി പ്ലസ് കരിക്കുലാർ നൈപുണികൾ. ഫോർത്ത് വൺ, താഴെ പറയുന്ന വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്ത ഘടകം. ഓപ്ഷൻസ്: എ ന്യൂനബുദ്ധി, ബി ഉത്തേജനമില്ലായ്മ, സി പരിശീലനക്കുറവ്, ഡി സൂക്ഷ്മ പേശീചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂല പേശീചലനങ്ങൾ അഭ്യസിക്കുന്നത്. ആൻസർ ഡി സൂക്ഷ്മ പേശീചലനങ്ങൾ അഭ്യസിച്ച ശേഷം സ്ഥൂല പേശീചലനങ്ങൾ അഭ്യസിക്കുന്നത്. ഫിഫ്ത്ത് വൺ, രണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ശ്രദ്ധിക്കുന്ന അവസ്ഥ. ഓപ്ഷൻസ്: എ സ്പാൻ ഓഫ് അറ്റൻഷൻ, ബി ഡിവിഷൻ ഓഫ് അറ്റൻഷൻ, സി ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, ഡി ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. ആൻസർ ബി ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. സിക്സ്ത് വൺ, ഒരു അസുഖമായ ഛേദകം നീക്കം ചെയ്തു പ്രതികരണ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻസ്: എ പോസിറ്റീവ് പ്രബലനം, ബി നെഗറ്റീവ് പ്രബലനം, സി അടിസ്ഥാന പ്രബലനം, ഡി ദ്വിതീയ പ്രബലനം. ആൻസർ ബി നെഗറ്റീവ് പ്രബലനം. സെവൻത് വൺ, ഒരാൾ കൈവരിച്ചു കഴിഞ്ഞ ലക്ഷ്യവും ഇനിയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യവും തമ്മിലുള്ള അന്തരം. ഓപ്ഷൻസ്: എ സമ മനോഭാവം, ബി സമീപസ്ഥ വികാസ മണ്ഡലം, സി പഠന വേഗത, ഡി അഭിലാഷതലം. ആൻസർ ഡി അഭിലാഷതലം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസപരമായി പഠന വൈകല്യമുള്ള കുട്ടികൾ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗവുമായി സാമ്യരാണ്? ഓപ്ഷൻസ്: എ പ്രതിഭാധരരായ കുട്ടികൾ, ബി പിന്നോക്കക്കാരായ കുട്ടികൾ, സി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, ഡി പെരുമാറ്റ വൈകല്യമുള്ളവർ. ആൻസർ ബി പിന്നോക്കരായ കുട്ടികൾ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ബുദ്ധി സിദ്ധാന്തകരമല്ലാത്ത മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: എ തേഴ്സ്റ്റൺ, ബി കൊഹ്ലർ, സി ഗാർട്ട്നർ, ഡി സ്പിയർമാൻ. ആൻസർ ബി കൊഹ്ലർ. 10th വൺ, താഴെ പറയുന്നവയിൽ ഒരു ട്രൈറ്റായി കണക്കാക്കുന്നത്. ഓപ്ഷൻസ്: എ സംഗീതത്തിലുള്ള താല്പര്യം, ബി സസ്യാഹാരത്തോടുള്ള പ്രിയം, സി ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ്, ഡി ഫാഷൻ വസ്ത്രങ്ങളോടുള്ള ശ്രമം. ആൻസർ സി ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ സംസ്കാരവും ആ സമൂഹത്തിലെ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റ രീതി. ഓപ്ഷൻസ്: എ ജെൻഡർ റോൾ, ബി ജെൻഡർ ടൈപ്പിംഗ്, സി ജെൻഡർ ഐഡന്റിറ്റി, ഡി ജെൻഡർ ബയാസ്. ആൻസർ എ ജെൻഡർ റോൾ. 12ാമത്തെ ക്വസ്റ്റ്യൻ, പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളും ആശയങ്ങളും പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഇത് ഏതു തരം ഓർമ്മയാണ്? ഓപ്ഷൻസ്: എ എപ്പിസോഡിക്, ബി എക്സ്പ്ലിസിറ്റ്, സി ഇംപ്ലിസിറ്റ്, ഡി സെമാന്റിക്. ആൻസർ ഡി സെമാന്റിക്. 13ാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റുകളുടെ വിശകലനം എന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ തെറ്റുകൾ കണക്കാക്കുക, ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണ്ടെത്തുക, സി അധ്യാപകന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, ഡി സിലബസ് വിശകലനം ചെയ്യുക. ആൻസർ ബി കുട്ടികൾ തെറ്റുകൾ വരുത്തുന്നത് കൃത്യമായി കണ്ടെത്തുക. നെക്സ്റ്റ് വൺ,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേർത്തിരിക്കുന്ന ജോഡി ഏത്? ഓപ്ഷൻസ് എ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലോ, ബി പഠനത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം പിയാഷെ, സി റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വാട്സൺ, ഡി കണ്ടെത്തൽ പഠനം ബന്ദുര. ആൻസർ എ ഹയർ ഓർഡർ കണ്ടീഷനിങ് പാവ്ലോ. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ മനഃശാസ്ത്ര പഠന രീതി? ഓപ്ഷൻസ് എ അന്തർനിരീക്ഷണം, ബി നിരീക്ഷണം, സി അഭിമുഖം, ഡി മനഃശാസ്ത്ര ശോധകങ്ങൾ. ആൻസർ ഡി മനഃശാസ്ത്ര ശോധകങ്ങൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീ സ്വഭാവ സവിശേഷതകളുടെ സ്ഥായിയായ രൂപങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻസ് എ അക്രമ സ്വഭാവമുള്ള, ബി വൈകാരികതയുള്ള, സി വിധേയത്വമുള്ള, ഡി ക്ഷമയുള്ള. ആൻസർ എ അക്രമ സ്വഭാവമുള്ള. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം? ഓപ്ഷൻസ് എ ക്ലാസിക്കൽ അനുബന്ധനം, ബി നിരീക്ഷണ പഠനം, സി ലേറ്റന്റ് പഠനം, ഡി കണ്ടെത്തൽ പഠനം. ആൻസർ എ ക്ലാസിക്കൽ അനുബന്ധം. 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് സൂക്ഷ്മ പരിശീലനം? ഓപ്ഷൻസ് എ മിനുസമായ തറയിൽ വീണ മഞ്ചാടിക്കുരു പെറുക്കുന്നത്, ബി തറയിൽ വീണ സൂചി എടുക്കുന്നത്, സി പേന കൊണ്ട് എഴുതുന്നത്, ഡി ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. ആൻസർ ഡി ക്രയോൺ പെൻസിൽ ഉപയോഗിച്ച് നിറം കൊടുക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി? ഓപ്ഷൻസ് എ വ്യക്തിത്വ പഠനം, ബി അഭിമുഖം, സി സർവേ, ഡി നിരീക്ഷണം. ആൻസർ എ വ്യക്തിത്വ പഠനം. 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ അന്ത്യബാല്യത്തിൽ പ്രകടമാകാത്ത വികാസ പ്രവൃത്തി? ഓപ്ഷൻസ് എ സംസാരിക്കാൻ പഠിക്കുന്നത്, ബി സാധാരണ ഗെയിമുകൾക്ക് ആവശ്യമായ നൈപുണികൾ സ്വായത്തമാക്കുന്നത്, സി കൂട്ടുകാരുമായി പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നത്, ഡി വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ അടിസ്ഥാന നൈപുണികൾ സ്വായത്തമാക്കുന്നത്. ആൻസർ എ സംസാരിക്കാൻ പഠിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സർഗാത്മകതയുടെ പ്രത്യേകതയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് എ വഴക്കം, ബി മൗലികത, സി പ്രായോഗികത, ഡി ആവർത്തനക്ഷമത. ആൻസർ ഡി ആവർത്തനക്ഷമത. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പിയാത്തയുടെ പഠന സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ കുട്ടിയുടെ അനുഭവങ്ങളിലൂടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്, ബി ഇച്ഛാപൂർവം നടക്കുന്ന പ്രവർത്തനമാണ് പഠനം, സി നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുത്തുന്ന ഏത് വിജ്ഞാന ഘടകവും നിരർത്ഥമായി അനുഭവപ്പെടും, ഡി പഠനവും ജീവിത വികാസവും ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ്. ആൻസർ സി നിലവിലുള്ള വൈജ്ഞാനിക ഘടനയുമായി സമരസപ്പെടുത്തുന്ന ഏത് വിജ്ഞാന ഘടകവും നിരർത്ഥമായി അനുഭവപ്പെടും. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏത് വ്യക്തിത്വ ഘടനയാണ് സന്തോഷത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻസ് എ സൂപ്പർ ഈഗോ, ബി ഈഗോ, സി ഇത്, ഡി ലിബിഡോ. ആൻസർ സി ഇത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, 1993 യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ ICT വിദ്യാഭ്യാസത്തിന്, ബി പഠനമുള്ളിലെ നിധി, സി ഭാരമില്ലാതുള്ള പഠനം, ഡി പരിമിതികളില്ലാത്ത പഠനം. ആൻസർ സി ഭാരമില്ലാതുള്ള പഠനം. 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻസ് എ സീറോ റിജക്ഷൻ, ബി തടസ്സങ്ങളില്ലാത്ത ചുറ്റുപാട്, സി പൊതു പാഠ്യപദ്ധതി, ഡി അഡാപ്റ്റഡ് പാഠ്യപദ്ധതി. ആൻസർ സി പൊതു പാഠ്യപദ്ധതി.
26ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി തലത്തിൽ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ഉദ്ദേശ്യം. ഓപ്ഷൻസ് എ, കുട്ടിയുടെ പാഠ്യപുരോഗതി ഉറപ്പാക്കുക. ബി, രക്ഷിതാക്കളെ അറിയിക്കുക. സി, അധ്യാപകന്റെ ബോധന നിലവാരം ഉറപ്പാക്കുക. ഡി, കുട്ടികളുടെ പഠന പുരോഗതി മേലധികാരിയെ അറിയിക്കുക. ആൻസർ എ, കുട്ടിയുടെ പാഠ്യപുരോഗതി ഉറപ്പാക്കുക. 27ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രം ഏത്? ഓപ്ഷൻസ് എ, പ്രതിഗമനം. ബി, പ്രക്ഷേപണം. സി, സബ്ലിമേഷൻ. ഡി, റിപ്രഷൻ. ആൻസർ സി, സബ്ലിമേഷൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ, സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുക. ബി, മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുക. സി, മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ഡി, ബന്ധങ്ങൾ നിലനിർത്തുക, ദൃഢപ്പെടുത്തുക. ആൻസർ സി, മറ്റുള്ളവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. 29ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി സ്കൂളിൽ അനുവർത്തിക്കുന്ന വിലയിരുത്തൽ രീതി അല്ലെങ്കിൽ ഗ്രേഡിംഗ് രീതി. ഓപ്ഷൻസ് എ, നേരിട്ടുള്ള ഗ്രേഡിംഗ്. ബി, റിലേറ്റീവ് ഗ്രേഡിംഗ്. സി, നേരിട്ടുള്ള അബ്സല്യൂട്ട് ഗ്രേഡിംഗ് 9 പോയിന്റ്. ഡി, നേരിട്ടല്ലാത്ത അബ്സല്യൂട്ട് ഗ്രേഡിംഗ് 9 പോയിന്റ്. ആൻസർ എ, നേരിട്ടുള്ള ഗ്രേഡിംഗ്. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത് ഏത്? ഓപ്ഷൻസ് എ, സ്നെല്ലൻസ് ചാർട്ട്. ബി, ബ്രിഡ്ജസ് ചാർട്ട്. സി, ഫ്ലോ ചാർട്ട്. ഡി, റേബസ് പിക്ചർ. ആൻസർ ബി, ബ്രിഡ്ജസ് ചാർട്ട്. 26. The destiny of India is now being shaped in her classroom. This is an opening sentence of Educational Commission report of Independent India. What is the report? Options A, Mudaliar Commission. B, Kodari Commission. C, Yashpal Commission. D, M. Veerappa Moily Committee. Answer B, Kodari Commission. 28. The degree to which a test appears to measure what it is supposed to measure is known as. Options A, construct validity. B, content validity. C, centering validity. D, test reliability. Answer B, content validity. 29. The apex body in India that advise Government of India on the subject matter education is. Options A, NCVT. B, NCRT. C, CABE. D, UGC. Answer C, CABE. CABE യുടെ ഫുൾ ഫോം ആണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. Question number 30. While teaching a concept, teacher provide different examples and make the students arrive at the definition of concept by analyzing the characteristics. The methodology emphasized here is called. Options A, deductive method. B, inductive method. C, analytical method. D, inductive method. Answer D, inductive method. 31. The internal or external hindrances that affect effective classroom communication is called noise. Which of the following is the common internal noises seen in our students? Options A, preoccupied wrong concept of the learner. B, low level of motivation among students. C, improper use of ICT in class. D, low knowledge level of the teacher. Answer A, preoccupied wrong concepts of the learner. 32. Expand PINDICS. Options A, personal indication of interest in class. B, performance indicators of information and communication studies. C, performance indicators of teachers. D, none of this. Answer C, performance indicators of teachers. 33. The study of educational technology prepare individuals by helping them acquire a deeper understanding and mastery of. Options A, learning resources. B, organization and personal management. C, teaching learning process. D, all of this.
Answer D. All of this. 34. In the initiative by Central HRD to promote inventions based on science is named as. Options A. Rashtriya Upchada Shiksha Abhiyan. B. Rashtriya Avishkar Abhiyan. C. Rashtriya Puraskar Abhiyan. D. Rashtriya Shrestha Abhiyan. Answer B. Rashtriya Avishkar Abhiyan. 35. Value education is woven into the totality of the education program in. Options A. Pedagogy of values. B. Whole school approach. C. Mediation. D. Integral yoga. Answer B. Whole school approach. 36. According to Vygotsky, the basic mental function include. Options A. Attention. B. Sensation. C. Perception. D. All of this. Answer D. All of this. 37. A common structure of education throughout the country and introduction of 10 plus 2 plus 3 system almost by all states was evolved after. Options A. National Education Policy of 1986. B. Revised National Policy of 1992. C. National Policy of 1968. D. National Curriculum Framework of 2005. Answer C. National Policy of 1968. 38. A long flat horizontal stretch in the learning curve indicates. Options A. Learning disability. B. Learning plateau. C. Learning diminish. D. Learning disorder. Answer B. Learning plateau. 39. The education report that titled as Learning Without Burden is. Options A. Kodari Commission. B. Lakshmanaswamy Mudaliar Commission. C. Yashpal Commission. D. T.S.R. Subramanian Committee. Answer C. Yashpal Commission. 40. Which of the following is an example of scaffolding used by teacher to promote student learning? Options A. Reviewing the learning experience covered in the previous class. B. Conducting an error analysis test of the mistakes committed by the students. C. Giving students chart and diagrams prior to an experiment. D. Motivating the students prior to class. Answer C. Giving students chart and diagrams prior to an experiment. 41. Who emphasized the prime role of language for the cognitive development of the learner? Options A. Jean Piaget. B. Kurt Lewin. C. Vygotsky. D. Noam Chomsky. Answer C. Vygotsky. 42. Expand ASAP. ASAP. Options A. Additional skill and practice. D. Additional skill acquisition program. C. Academic study and approved practices. D. Additional skill and added performance. Answer D. Additional skill and added performance. 43. When the subject says tough, what kind of reinforcement is ideal? Options A. Fixed ratio. B. Fixed interval. C. Variable ratio. D. Continuous. Answer D. Continuous. 44. The basis for a case study is. Options A. Interview. B. Observation. C. Personality projective test. D. All of this. Answer D. All of this. 45. Cumulative grade point average അതായത് CGPA is awarded to. Options A. Course. B. Institution. C. Students. D. Teachers. Answer C. Students. 46. The value system of an adolescent is affected most by dash. Options A. Teachers. B. Parents. C. Society. D. Government. Answer B. Parents. Lifelong education and awareness program initiated by Government of Kerala is otherwise known as. Options A. Smile Project.
B. Prism Project. C. Leap Kerala Mission. D. Adulyam Program. Answer C. Leap Kerala Mission. 48. Students' learning can be easily transferred to other similar contexts if the teacher. Options A. Helps to identify the common elements in various situations. B. Provides sufficient learning aids while teaching. C. Practice in memorization through rote memory. D. Simplify the learning experience. Answer B. Provides sufficient learning aids while teaching. 49. Which of the following modes would you adopt as an effective learning facilitator, especially to promote learning in your children? Options A. Symbolic examples. B. Vigorous examples. C. Direct examples. D. Abstract examples. Answer C. Direct examples. 50. Who emphasized the importance of culture and society in language construction? Options A. Piaget. B. John Dewey. C. Skinner. D. Vygotsky. Answer D. Vygotsky. First question. Which one of the following is not concerned with the duties of a teacher? Options A. To make the students disciplined. B. To participate in extracurricular activities. C. To make students prepare for examinations. D. To prepare monthly annual reports of students' performance. Answer B. To participate in extracurricular activities. Next question. Which of the following is an example of motivated teaching? Options A. Improved attendance in the class. B. Absolute silence in the class. C. Students ask a question in the class. D. Students take notes in the class. Answer is C. Students ask questions in the class. Next question. Classroom communication must be options A. Cognitive. B. Affective. C. Selective. D. Effective. Answer is D. Effective. Next question. All universities in India requires accreditation unless. Options A. It is established by an order of President of India. B. It is created by an act of Parliament. C. It is created by an executive order. D. None of these. Answer is B. It is created by an act of Parliament. Next question. Expand CLASS. Options A. Complete literacy and studies in schools. B. Computer literacy and students in schools. C. Center for Literacy and Studies in School. D. Computer literacy and studies in school. Answer D. Computer literacy and studies in school. Next question. Who put forward the idea of paradigm? Options A. Peter Haggett. B. Von Thuman. C. Thomas Kuhn. D. John Wright. Answer C. Thomas Kuhn. Next question. Dysgraphia is a options A. Physical disorder. B. Mental disorder. C. Behavioral disorder. D. Writing disorder. Answer D. Writing disorder. Next question. Which of the following is accepted as the most appropriate teaching method? Options A. Lecture method. B. Discussion method. C. Demonstration method. D. Narration method. Answer B. Discussion method. Next question. Video transmission over the internet that looks like delayed live casting is called. Options A. Direct broadcast. B. Virtual video. C. Real-time video. D. Video shift. Answer is C. Real-time video. Next question. Which one of the following is the least important aspect of the teacher's role in the guidance of learning? Options A. Continuous diagnostic and remedial help. B. The forestalling of habits. C. Encouragement and moral support. D. Development of insight into what constitute the pitfalls and danger to be avoided. Answer D. Development of insight
into what constitute the pitfalls and danger to be avoided. Next question. Team teaching has the potential to develop options A. Competitive spirit among teachers, B. Cooperation among teachers, C. The habit of supplementing the teaching of each other, D. Highlighting the gap in each other's teaching. Answer C. The habit of supplementing the teaching of each other. Next question. The most common cause of nervous instability amongst teachers would be options A. Cognitive disorder, B. Quarrelsome behavior, C. Worry, D. Fatigue. Answer C. Worry. Next question. Which of the following statement is not correct? Options A. Computer is capable of processing only digital signal. B. Computer is capable of analyzing both quantitative and qualitative data. C. Appropriate software is required to processing the data. D. Computer is capable of processing digital as well as analog signals. Answer D. Computer is capable of processing digital as well as analog signals. A student who knows mathematical operations identifies it well when he comes across with corresponding life situations. This transfer of learning is known as options A. Vertical transfer, B. Horizontal transfer, C. Lateral transfer, D. Sequential transfer. Answer C. Lateral transfer. Next question. As per Bloom's theory of cognitive development, which of the following one is not among the 6 levels of development? Options A. Application, B. Analysis, C. Retention, D. Evaluation. Answer C. Retention. Next question. Which of the following is the highest level of learning as per David Kohlberg's theory of learning? Options A. Concrete experiments, B. Reflective observation, C. Abstract conceptualization, D. Active experimentations. Answer D. Active experimentations. Next question. Which of the following is not a psychomotor skill? Options A. Driving, B. Skating, C. Writing, D. Swimming. Answer C. Writing. Next question. The work of e-content generation of undergraduate classes is assigned by the MHRD to options A. InflipNet, B. National Knowledge Commission, C. Consortium of Educational Communication, D. IGNO. Answer C. Consortium of Educational Communication. Next question. According to you, the most appropriate meaning of learning is options A. Acquisition of skills, B. Personal adaptation, C. Acquiring knowledge, D. Progressive behavior adaptation. Answer D. Progressive behavior adaptation. Next question. Successful teaching reflects options A. Teacher's satisfaction in the result of teaching, B. Teacher's commitment and sincerity in teaching, C. Motivates students for better learning, D. Teacher's attitude towards excellency in teaching. Answer C. Motivates students for better learning. Next question. CIET stands for options A. Center of Integrated Teaching and Technology, B. Central Institute of Engineering and Technology, C. Central Institute of Education and Technology, D. Center for Integrated Evolution Technology. Answer C. Central Institute for Educational Technology. Next question. As per statistics released by Government of India, almost 2/3 of government spending on higher education is on options A. Infrastructure, B. Library, C. Faculty and students, D. Research. Answer C. Faculty and students. Next question. The national agency constituted for determining and maintaining standards of teacher education in India is options A. NCTE, B. NCERT, C. CBSE, D.
CIET. Answer A. NCTE. Next question. Who among the following educational philosophers is known to be a pragmatist? Options A. John Watson, B. Jean Piaget, C. John Dewey, D. Froebel. Answer C. John Dewey. One of your students blames the pen he uses for his bad handwriting. The behavior adaptation tactics practiced by him is known as options A. Sublimation, B. Naturalization, C. Rationalization, D. Negation. Answer is C. Rationalization. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏത് തലമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് എ. മാനസിക വളർച്ച, ബി. ശാരീരിക വളർച്ച, സി. വൈകാരിക വളർച്ച, ഡി. മനഃശാലക വളർച്ച. ആൻസർ ബി. ശാരീരിക വളർച്ച. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അനു 4ാം ക്ലാസ്സിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്സാഹത്തോടെ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ക്ലാസ് കയറ്റം ലഭിച്ച് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴോ വളരെ മൂകയായി കാണപ്പെട്ടു. ഒന്നിലും ശ്രദ്ധയില്ല. ഈ കുട്ടിയുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പറ്റിയ മാർഗം? ഓപ്ഷൻസ് എ. നിരീക്ഷണം, ബി. ക്രിയാഗവേഷണം, സി. ഏക വ്യക്തി പഠനം, ഡി. ശോധക രീതി. ആൻസർ സി. ഏക വ്യക്തി പഠനം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം? ഓപ്ഷൻസ് എ. ശൈശവം, ബി. ബാല്യം, സി. കൗമാരം, ഡി. വാർദ്ധക്യം. ആൻസർ സി. കൗമാരം. നാലാമത്തെ ക്വസ്റ്റ്യൻ. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത്? ഓപ്ഷൻസ് എ. അനുകരിക്കുന്നു, ബി. ശാരീരിക സന്തുലനം നേടുന്നു, സി. കളികളിൽ താല്പര്യം കാണിക്കുന്നു, ഡി. അമൂർത്ത ചിന്താശേഷി നേടുന്നു. ആൻസർ ഡി. അമൂർത്ത ചിന്താശേഷി നേടുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടി തന്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നതിന്? ഓപ്ഷൻസ് എ. കൂജന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ബി. കരയുന്നതിലൂടെ, സി. ചിരിക്കുന്നതിലൂടെ, ഡി. ലളിതമായ വാക്കുകളിലൂടെ. ആൻസർ ബി. കരയുന്നതിലൂടെ. ആറാമത്തെ ക്വസ്റ്റ്യൻ. വെളുത്ത മുയിലുമായി എപ്പോഴും കൂട്ടുകൂടി കളിച്ചിരുന്ന കുട്ടി പിന്നീട് വെളുത്ത എന്തിനെ കണ്ടാലും പേടിച്ച് പിന്മാറുന്നവളായി മാറി. ഈ സ്വഭാവത്തിന് കാരണം? ഓപ്ഷൻസ് എ. അനുബന്ധനം, ബി. മാനസിക വിഭ്രാന്തി, സി. താദാത്മീകരണ പ്രയാസം, ഡി. അമൂർത്ത ചിന്താശേഷി നേടുന്നു. ആൻസർ എ. അനുബന്ധനം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ കുത്തുകൾ ചേർന്ന് ഒരു രൂപം ഉണ്ടാവുന്നുണ്ടോ? മനുഷ്യ മനസ്സിന്റെ ഏതു ഗുണമാണ് ഇവിടെ കാണിക്കുന്നത്? ഓപ്ഷൻസ് എ. സാദൃശ്യം, ബി. സാമീപ്യം, സി. തുടർച്ച, ഡി. മുകളിൽ കൊടുത്തവയെല്ലാം. ആൻസർ ഡി. മുകളിൽ കൊടുത്തവയെല്ലാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിലൂന്നിയ പഠനം ഏറ്റവും ഫലപ്രദമാവുന്നത് എപ്പോൾ? ഓപ്ഷൻസ് എ. ആവർത്തിച്ചു പഠിക്കുമ്പോൾ, ബി. പ്രശ്ന പരിഹരണത്തിലൂടെ, സി. ശ്രമപരാജയ രീതിയിലൂടെ, ഡി. അനുബന്ധന രീതിയിലൂടെ. ആൻസർ ബി. പ്രശ്ന പരിഹരണത്തിലൂടെ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. പിയാഷയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക കഴിവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ചിത്രങ്ങൾ. ഇവിടെ തിരിച്ചറിയുന്നത്? ഓപ്ഷൻസ് എ. പ്രത്യാവർത്തന ശേഷി, ബി. തരം തിരിക്കാനുള്ള ശേഷി, സി. യുക്തിചിന്ത, ഡി. നിഗമന ശേഷി. ആൻസർ എ. പ്രത്യാവർത്തന ശേഷി. പത്താമത്തെ ക്വസ്റ്റ്യൻ. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച മിനിതയ്ക്ക് ഹൈസ്കൂളിൽ വച്ച് കമ്പ്യൂട്ടർ പഠിക്കേണ്ടതായി വന്നു. ഇവിടെ കമ്പ്യൂട്ടറിന്റെ കീബോർഡ് അവൾക്ക് പെട്ടെന്ന് വഴക്കമുള്ളതായി മാറി. ഇതിന് കാരണം? ഓപ്ഷൻസ് എ. പഠനാന്തരണം, ബി. കീബോർഡിന്റെ നിരന്തര പരിശീലനം, സി. മിനിതയുടെ താല്പര്യം, ഡി. കീബോർഡിന്റെ ലാളിത്യം. ആൻസർ എ. പഠനാന്തരണം. 11ാമത്തെ ക്വസ്റ്റ്യൻ. നാം എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടുന്നത് അപ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ പ്രസ്താവന ആരുടേത്? ഓപ്ഷൻസ് എ. പെറ്റ്സലോസി, ബി. മറിയ മോണ്ടിസോറി, സി. ജോൺ ഡ്യൂയി, ഡി. റൂസോ. ആൻസർ സി. ജോൺ ഡ്യൂയി. 12ാമത്തെ ക്വസ്റ്റ്യൻ. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ തരത്തിലുള്ള 50 നോട്ട് പുസ്തകങ്ങൾ പെട്ടെന്ന് എണ്ണിയെടുക്കാൻ പ്രതിഭയോട് ടീച്ചർ പറഞ്ഞു. പ്രതിഭ ആദ്യം 10 എണ്ണം പെട്ടെന്ന് എണ്ണിയെടുത്തു. തുടർന്ന് അതേ ഉയരത്തിലുള്ള 4 കെട്ടുകൾ പെട്ടെന്നെടുത്ത് 50 പുസ്തകങ്ങൾ പൂർത്തിയാക്കി. പ്രതിഭ ഇവിടെ പ്രകടിപ്പിച്ചത്?
ഓപ്ഷൻസ് എ ദൃശ്യസ്തരപര ബുദ്ധി, ബി യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, സി വ്യക്ത്യാന്തര ബുദ്ധി, ഡി പ്രകൃതി പരബുദ്ധി. ആൻസർ എ ദൃശ്യസ്തരപര ബുദ്ധി. 13ാമത്തെ ക്വസ്റ്റ്യൻ, CTA എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പുനഃക്രമീകരിച്ച് ഒരു ജീവിയുടെ നാമമാക്കാമോ എന്ന ചോദ്യത്തിന് മിക്ക കുട്ടികളും ഉത്തരം കണ്ടെത്തി. ഈ ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവിനെയാണ് അളക്കുന്നത്? ഓപ്ഷൻസ് എ ജീവികളെ കുറിച്ചുള്ള ധാരണ, ബി കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ, സി കുട്ടികളുടെ പ്രവർത്തന താല്പര്യം, ഡി കുട്ടികളുടെ കളികളിലുള്ള താല്പര്യം. ആൻസർ ബി കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂളിൽ വിവിധ കായികക്ഷമതാ പ്രവർത്തനങ്ങൾ നടത്തിയ ദീപ ടീച്ചർ കുട്ടികൾക്ക് നേരിട്ട് ABC ഗ്രേഡുകൾ നൽകി. ഇത്തരം ഗ്രേഡിംഗ് രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, ബി ഡയറക്ട് ഗ്രേഡിംഗ്, സി പോയിന്റ് ഗ്രേഡിംഗ്, ഡി റിലേറ്റീവ് ഗ്രേഡിംഗ്. ആൻസർ ബി ഡയറക്ട് ഗ്രേഡിംഗ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഫ്രോയിഡ് മനുഷ്യ മനസ്സിന്റെ 3 തലങ്ങളെ ശരിയായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഡി. 16ാമത്തെ ക്വസ്റ്റ്യൻ, ജിജിതയ്ക്ക് ധാരാളം നാട്ടുപൂക്കളെ കുറിച്ച് അറിയാം, എന്നിട്ട് എന്താ കാര്യം? ടീച്ചർ അവളെ പരിഗണിക്കാറേയില്ല. ഇത് സൂചിപ്പിക്കുന്നത് ടീച്ചർ. ഓപ്ഷൻസ് എ പ്രാദേശിക അറിവ് ഉപയോഗപ്പെടുത്തുന്നില്ല, ബി പെൺകുട്ടിയെ പരിഗണിക്കുന്നില്ല, സി ശിശുപ്രകൃതം പരിഗണിക്കുന്നില്ല, ഡി മുകളിൽ സൂചിപ്പിച്ചവ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല. ആൻസർ ഡി മുകളിൽ സൂചിപ്പിച്ചവ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കുട്ടിയുടെ പ്രത്യേകതകൾ വായിക്കുക. അവൻ മടിയനല്ല, അവന് ഒട്ടേറെ കഴിവുകളുണ്ട്, അവൻ ഗണിതക്രിയയിൽ അക്കങ്ങൾ തിരിച്ചെഴുതുകയും തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നു. ഈ കുട്ടിയുടെ പ്രശ്നമെന്ത്? ഓപ്ഷൻസ് എ പഠന പിന്നോക്കാവസ്ഥ, ബി പഠന വൈകല്യം, സി ശാരീരിക വൈകല്യം, ഡി മാനസിക വൈകല്യം. ആൻസർ ബി പഠന വൈകല്യം. 18ാമത്തെ ക്വസ്റ്റ്യൻ, തഥാഗത് എന്ന കുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവൻ 12ാം വയസ്സിൽ MSc ഫിസിക്സ് പാസ്സായി. തഥാഗതന് ഇത് നേരിടാൻ സാധിച്ചത്? ഓപ്ഷൻസ് എ മിടുക്കനായതുകൊണ്ട്, ബി ക്ലാസ് കയറ്റം പെട്ടെന്ന് ലഭിച്ചതുകൊണ്ട്, സി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിരന്തര പ്രോത്സാഹനം ലഭിച്ചതുകൊണ്ട്, ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം കൊണ്ട്. ആൻസർ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം കൊണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, അനുരൂപീകരണം നടത്തിയ ടീച്ചിങ് മാനുവലുകൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് എ ക്ലാസ് ഫലപ്രദമാക്കാൻ, ബി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനത്തിന്, സി കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി, ഡി ക്ലാസ് കൂടുതൽ പങ്കാളിത്തമുള്ളതാക്കാൻ. ആൻസർ ബി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനത്തിന്. 20ാമത്തെ ക്വസ്റ്റ്യൻ, 9 വയസ്സുകാരൻ ആദർശ്. അവൻ എവിടെയും അടങ്ങിയിരിക്കില്ല, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനോ സാധിക്കുന്നില്ല. ഈ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നം? ഓപ്ഷൻസ് എ ADHD, ബി ഓട്ടിസം, സി അഫേസിയ, ഡി ഡിസ്പ്രാക്സിയ. ആൻസർ എ ADHD. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടീച്ചർ തന്റെ ക്ലാസ്സിലെ കുട്ടികളെ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കും. മാത്രമല്ല നല്ല വിലയിരുത്തൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കും. ഈ പ്രവൃത്തി കുട്ടികളെ സഹായിക്കുന്നത്? ഓപ്ഷൻസ് എ വിഷയം നന്നായി പഠിക്കാൻ, ബി വിമർശന ചിന്താശേഷി നേടാൻ, സി അധ്യാപികയുടെ അറിവ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തൽ, ഡി ക്ലാസ് പ്രവർത്തനങ്ങൾ പങ്കാളിത്തം ഉറപ്പാക്കാൻ. ആൻസർ ബി വിമർശന ചിന്താശേഷി നേടാൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകത വളർത്താൻ ഏറ്റവും യോജിച്ചത്? ഓപ്ഷൻസ് എ പ്രശ്ന പരിഹരണ രീതി, ബി പ്രോജക്ട് രീതി, സി ബ്രെയിൻ സ്ട്രോമിംഗ്, ഡി അന്വേഷണ രീതി. ആൻസർ എ പ്രശ്ന പരിഹരണ രീതി. 23ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിൽ പഠന വസ്തുതയുമായി ബന്ധപ്പെട്ട് തെറ്റായ ചില ധാരണകൾ നിലനിൽക്കുന്നുവെന്ന് കരുതുക. എങ്കിൽ അത് പരിഹരിക്കാൻ ഏറ്റവും യോജിച്ച മാർഗം ഏത്? എ തെറ്റ് അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കുക, തിരുത്തുക, ബി തെറ്റായ ധാരണകൾ കുട്ടികൾ തന്നെ തിരുത്തും, സി ക്ലാസ് തലത്തിൽ പഠനാനുഭവങ്ങൾ ഒരുക്കി അവരെ സ്വയം തിരുത്താൻ പ്രാപ്തരാക്കുക, ഡി കുട്ടികൾ മറ്റാരോടെങ്കിലും ചോദിച്ച് തിരുത്തട്ടെ. ആൻസർ സി ക്ലാസ് തലത്തിൽ പഠനാനുഭവങ്ങൾ ഒരുക്കി അവരെ സ്വയം തിരുത്താൻ പ്രാപ്തരാക്കുക. 24ാമത്തെ ക്വസ്റ്റ്യൻ, കരിക്കുലം രൂപീകരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്?
ഓപ്ഷൻസ് എ അധ്യാപകരുടെ കഴിവുകൾ പരിഗണിക്കുക, ബി കുട്ടികളുടെ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിക്കുക, സി ദേശീയ മൂല്യങ്ങൾ പരിഗണിക്കുക, ഡി സാമൂഹികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ പരിഗണിക്കുക. ആൻസർ ബി കുട്ടികളുടെ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രവർത്തനം സഹകരണാത്മകമാകുന്നത് എപ്പോൾ? ഓപ്ഷൻസ് എ അംഗങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ട്, കൂട്ടായ്മയില്ല, ബി ലക്ഷ്യബോധമില്ലാത്ത കൂട്ടായ പ്രവർത്തനം, സി ലക്ഷ്യബോധത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനം, ഡി മുകളിൽ സൂചിപ്പിച്ചവയൊന്നും തന്നെയല്ല. ആൻസർ സി ലക്ഷ്യബോധത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനം. 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന നിർവചനം വായിക്കുക. നമുക്കെന്തെന്നറിയാമെന്നും എന്ത് അറിയില്ല എന്നും തിരിച്ചറിയാനുള്ള കഴിവാണിത്. നിർവചനം സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ ചിന്ത, ബി ബുദ്ധി, സി ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, ഡി അറിവ്. ആൻസർ സി ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. 27ാമത്തെ ക്വസ്റ്റ്യൻ, പിറവിയെടുത്ത ഒരു കുഞ്ഞിൽ ഒരൊറ്റ വൈകാരിക അവസ്ഥയെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കാതറിൻ ബ്രിഡ്ജസ് അഭിപ്രായപ്പെട്ടത്. എങ്കിൽ ആ അവസ്ഥ ഏത്? ഓപ്ഷൻസ് എ അസുഖം, ബി സുഖം, സി പ്രക്ഷുബ്ധാവസ്ഥ, ഡി വിരുചി. ആൻസർ സി പ്രക്ഷുബ്ധാവസ്ഥ. 28ാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെ ഒരു വ്യക്തിയുടെ മനോഘടനയെ തന്റെ പരിസരവുമായി ബന്ധപ്പിക്കുന്നത് എങ്ങനെ? എ മനോഘടന സ്വതന്ത്രമായി വികസിക്കുന്നതും പരിസരവുമായി ബന്ധമില്ലാത്തതുമാണ്, ബി മനോഘടന വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ്, സി മനോഘടനയുടെ വികാസം തികച്ചും ഒരു ജൈവ പ്രക്രിയയാണ്, ഡി മുകളിൽ സൂചിപ്പിച്ചവ ഒന്നും തന്നെയല്ല. ആൻസർ ബി മനോഘടന വികസിക്കുന്നത് ചുറ്റുപാടുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോയുടെ അവശ്യ ശ്രേണിയിൽ മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആവശ്യമാണ്. ഓപ്ഷൻസ് എ സുരക്ഷാപരമായ ആവശ്യം, ബി ശാരീരികമായ ആവശ്യം, സി സ്വതസാക്ഷാത്കാരം, ബി ബഹുമതി ആവശ്യം. ആൻസർ സി സ്വതസാക്ഷാത്കാരം. 30ാമത്തെ ക്വസ്റ്റ്യൻ, പ്രൈമറി ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന കൈത്താങ്ങ് യന്ത്രങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻസ് എ ആർജിത അറിവിന്റെ ഉപയോഗം, ബി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, സി ആവർത്തിച്ചു പഠിച്ച് പ്രാവീണ്യം നേടുക, ഡി ഭാഗികമായ പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ അവതരിപ്പിക്കുക. ആൻസർ സി ആവർത്തിച്ചു പഠിച്ച് പ്രാവീണ്യം നേടുക. അപ്പർ പ്രൈമറി വിദ്യാർത്ഥിയായ ഷിജു ഗണിതത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ എപ്പോഴും അക്കങ്ങളുടെ സ്ഥാനവില തെറ്റിച്ചു കാണിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതു തരം പഠന വൈകല്യമാണ് ഷിജുവിനുള്ളത്? ഓപ്ഷൻസ് എ ഡിസ്പ്രാക്സിയ, ഡി ഡിസ്കാൽക്കുലിയ, സി ഡിസ്ഗ്രാഫിയ, ഡി ഡിസ്ലെക്സിയ. ആൻസർ ബി ഡിസ്കാൽക്കുലിയ. കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊരു ഇത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഡിസ്കാൽക്കുലിയ. സെക്കൻഡ് വൺ, വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നവയിൽ എന്തിന് സമാനമാണ്? ഓപ്ഷൻസ് എ ചോദക സാമാന്യവൽക്കരണം, ബി ചോദകത്തിന് പകരം വെക്കൽ, സി ചോദക വേർതിരിവ്, ഡി ആകസ്മിക പ്രതികരണ തിരിച്ചുവരിവ്. ആൻസർ സി ചോദക വേർതിരിവ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികയ്ക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ സംഘടിത പഠനം, ബി മസ്തിഷ്കോച്ചാടനം, സി സിമുലേഷൻ, ഡി ചോദ്യരീതി. ആൻസർ എ സംഘടിത പഠനം. 4th വൺ, താഴെ പറയുന്നവരിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് എ അബ്രഹാം മാസ്ലോ, ഡി എഡ്ഗാർഡ് ഡെയിൽ, സി ഹവാർഡ് ഗാർഡ്നർ, ഡി റോബർട്ട് ഗാനെ. ആൻസർ ഡി റോബർട്ട് ഗാനെ. 5ാമത്തെ ക്വസ്റ്റ്യൻ, കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തിന്റെ ഒരു പ്രധാന ഘടകം? ഓപ്ഷൻസ് എ ഗ്യാങ്ങുകൾ രൂപീകരിക്കുക, ബി സാമൂഹിക നിലവാരം കാത്തുസൂക്ഷിക്കുക, സി സുഹൃത്ത് ബന്ധങ്ങളെ നിരാകരിക്കൽ, ഡി സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ. ആൻസർ ഡി
സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി മുന്നോട്ട് വച്ചത് ആരാണ്? ഓപ്ഷൻസ് എ അബ്രഹാം മാസ്ലോ, ബി കാൾ റോജേഴ്സ്, സി ഡേവിഡ് മക്ക്ലിലാൻഡ്, ഡി ഇ.എൽ. തോണ്ടൈക്ക്. ആൻസർ സി ഡേവിഡ് മക്ക്ലിലാൻഡ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ വിഷയത്തിൽ പിന്നോക്കം പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് എ പരിഹാര ബോധനം നൽകുക, ബി സഹപാഠികൾ വഴിയുള്ള പഠനം അവലംബിക്കുക, സി മറ്റു കുട്ടികളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ അവഗണിക്കുക, ഡി അധ്യാപന വേഗത കൂട്ടി അവന്റെ ഗ്രഹണശേഷി കൂട്ടാൻ ശ്രമിക്കുക. ആൻസർ എ പരിഹാര ബോധനം നൽകുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പഠന വൈകല്യമുള്ള കുട്ടികൾ പ്രധാനമായും ഓപ്ഷൻസ് എ കഴിവുകൾ കുറവുള്ളവരായിരിക്കും, ബി ബുദ്ധി കുറവുള്ളവരായിരിക്കും, സി ന്യൂറോളജി പരമായി വൈകല്യമുള്ളവരായിരിക്കും, ഡി പൊതുവെ നിഷ്ക്രിയരായിരിക്കും. ആൻസർ സി ന്യൂറോളജി പരമായ വൈകല്യമുള്ളവരായിരിക്കും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന അവസരത്തിൽ അധ്യാപിക ഉദാഹരണങ്ങളുടെ ആശയ രൂപീകരണത്തിൽ എത്താനും അതിനെ നിർവചിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നു. ഇവിടെ അധ്യാപിക അവലംബിക്കുന്നത് ഓപ്ഷൻസ് എ ആഗമന രീതി, ബി ഇൻഡ്യൂറ്റീവ് രീതി, സി വിശകലന രീതി, ഡി നിഗമന രീതി. ആൻസർ എ ആഗമന രീതി. പത്താമത്തെ ക്വസ്റ്റ്യൻ, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുവിന് രസതന്ത്രത്തിലെ സമവാക്യങ്ങൾ സമീകരിക്കുന്നതിന് മിക്കപ്പോഴും പ്രയാസം നേരിടുന്നു. പിയാഷയുടെ സിദ്ധാന്തമനുസരിച്ച് അവന് എന്ത് ന്യൂനതയാണ് ഉള്ളത്? ഓപ്ഷൻസ് എ വസ്തുസ്ഥിരത, ബി കൺസർവേറ്റിസം, സി പ്രത്യാവർത്തന ചിന്ത, ഡി യുക്തിപരമായ ചിന്ത. ആൻസർ സി പ്രത്യാവർത്തന ചിന്ത. 11ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമമാണ് ഡാഷ്. ഓപ്ഷൻസ് എ പൂർത്തീകരണം, ബി സാദൃശ്യം, സി സാമീപ്യം, ഡി തുടർച്ച. ആൻസർ സി സാമീപ്യം. 12ാമത്തെ ക്വസ്റ്റ്യൻ, സ്വയം വിലയിരുത്തലിന്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം എന്ത്? ഓപ്ഷൻസ് എ ബോധന രീതിയുടെ പോരായ്മ, ബി നൂതനമായ ബോധന രീതികൾ, സി യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേച്ഛ, ഡി ഉന്നത നിലയിലുള്ള അഭിപ്രേരണ. ആൻസർ എ ബോധന രീതിയുടെ പോരായ്മ. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഫലവത്തായ അധ്യാപകൻ അല്ലാത്തത്. ഓപ്ഷൻസ് എ വളരെ താല്പര്യത്തോടെ അധ്യാപനം ചെയ്യുന്ന അധ്യാപകൻ, ബി ന്യൂനത ബോധന രീതികൾ അവലംബിക്കുന്ന അധ്യാപകൻ, സി ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകൻ, ഡി പാഠഭാഗം പഠിപ്പിച്ചു തീർക്കുന്നതിനേക്കാൾ അവ മനസ്സിലാക്കുന്നതിൽ ഊന്നൽ നൽകുന്ന അധ്യാപകൻ. ആൻസർ സി ക്ലാസ്സിനെ നിയന്ത്രിക്കാതെ അധ്യാപനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അധ്യാപകൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ്സിലെ സാമൂഹ്യ ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായി കണ്ടു. അവനെ എന്തെന്ന് പറയാം? ഓപ്ഷൻസ് എ മാറ്റി നിർത്തപ്പെട്ടവൻ, ബി തിരസ്കരിക്കപ്പെട്ടവൻ, സി ക്ലിക്ക്, ഡി സ്റ്റാർ. ആൻസർ ഡി സ്റ്റാർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത്. ഓപ്ഷൻസ് എ വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ബി ആഖ്യാന ശൈലി അവലംബിക്കുക, സി വേഗത കുറച്ചുള്ള ലെക്ചറിംഗ്, ഡി ട്യൂട്ടോറിയൽ രീതിയിൽ അവലംബിക്കുക. ആൻസർ എ വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഡിസ്ക്രൈബ്ഡ് ലേണിംഗ് ആസ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്ഷൻ. ഓപ്ഷൻസ് എ ജോൺ വാട്സൺ, ബി ബി.എഫ്. സ്കിന്നർ, സി എറിക് എറിക്സൺ, ഡി നെയിൽ ഫ്ലെമിംഗ്. ആൻസർ ബി ബി.എഫ്. സ്കിന്നർ. Second question, Bloom's taxonomy of educational objectives give importance on. Options A cognitive domain, B affective domain,
C. Psychomotor domain. D. All of these. Answer D. All of these. Third question. As per Howard Gardner's theory of multiple intelligence, the aptitude shown by student in the field of art and creativity relates to which type of intelligence? Options A. Verbal and linguistic intelligence. B. Logical and mathematical intelligence. C. Visual spatial intelligence. D. Musical rhythmic intelligence. Answer C. Visual spatial intelligence. Fourth one. Arrange the following teaching process in order. First one. Relating the present knowledge with the previous knowledge. Second. Evaluation. Third. Remedial teaching. Fourth. Formulating objectives. Fifth. Presentation of learning material. ഓപ്ഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓർഡറിൽ പറയാണ്. Formulating objectives. Second point, relating the present knowledge with the previous knowledge. Presentation of learning material. Evaluation. Remedial teaching. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഇനി ഫിഫ്ത്ത് വൺ. The most important single factor in underlying the success of beginning a teacher is. Options A. Scholarship. B. Communicative skills. C. Personality and its ability to relate the class and to the students. D. Organizational ability. Answer C. Personality and its ability to relate to the class and to the students. Sixth one. Which of the following is the best examples of positive transfer of learning? Options A. One who learns maths can learn statistics well. B. One who rides cycle can drive bike easily. C. One who knows traditional typing keyboard handles computer keyboard smoothly. D. All of this. Answer D. All of this. Seventh one. The use of telecast materials in classroom. Options A. Enhances concentration and learning. B. Reduce the burden of teacher. C. Increase the retention power of students. D. All of these. Answer A. Enhances concentration and learning. Eighth one. In which of the following areas the educational psychologist Erik Erikson concentrated on? Options A. Affective development. B. Social development. C. Language development. D. Cognitive development. Answer B. Social development. Ninth one. The overall goal of Sarva Shiksha Abhiyan launched in 2001 included. Options A. Universal access and retention to schools. B. Bringing down the gender and social category gaps in elementary education. C. Achieve significant enhancement in learning level of children. D. All of above. Answer D. All of the above. 10th one. Which of the following is not a part of formative assessment? Options A. Assignment. B. Term test. C. Oral questions. D. Quiz and games. Answer B. Term test. 11. When a teacher mixes local language very often with the medium of instruction, that is English, to make students' comprehension more effective, it is a process of dash. Options A. Effective presentation of learning material. B. Effective encoding of material in the medium. C. Effective decoding. D. Effective encoding and decoding. Answer D. Effective encoding and decoding. 12th one. In which of the following teaching method maximum students participation can be ensured? Options A. Lecture method. B. Discussion method. C. Textbook method. D. Using the mixture of both verbal and non-verbal communication method. Answer B. Discussion method. 13th one. Who is called the father of modern experimental psychology? Options A. Freud. B. Carl Jung. C. Wilhelm Wundt. D. Max Wertheimer. Answer C. Wilhelm Wundt. 14th one. First call for the children
was the slogan of Convention of Children's Rights organized by United Nations Human Rights Commission? What is the meaning premise of the slogan? Options A. In determining the educational objectives, the opinion of children must be given first importance. B. When there is only limited resources are available, children must be given first opportunity to share the resources. C. It is the duty of the state to ensure the availability of such limited resources first to the children. D. Both B and C. Answer D. Both B and C. 15th one. Which of the following combination is the most desirable option for ideal character formation of a child? Options A. Heredity and social relationship. B. Ideal parenting and good family environment. C. Good social relations and family background. D. Heredity and good parenting. Answer B. Ideal parenting and good family environment. 16th one. Which of the following is the best qualities of a test? Options A. Objectivity. B. Validity. C. Reliability. D. All of this. Answer D. All of this. 17th one. Which of the following is not an area of Bloom's cognitive domain? Options A. Comprehension. B. Application. C. Retention. D. Synthesis. Answer C. Retention. 18th one. One of your students is reported to be making issue with others during play period. In many occasions, he caused injuries to other players in ground. The way you adopt to correct him is options A. Experimental method. B. Observation method. C. Case study method. D. Clinical method. Answer C. Case study method. 19th one. The correct way to determine the mean of an exam score is options A. Arrange the score from lowest to biggest and find out the middle score. B. Arrange the score from lowest to biggest and identify the average of middle two scores. C. Divide the total of the scores with the number of the scores. D. Identify the score that have repeated more. Answer C. Divide the total of the scores with the number of scores. 20. The most important contribution of Froebel in education development is options A. Vocational schools. B. Play schools. C. Latin school. D. Kindergarten school. Answer D. Kindergarten schools. 21. Which of the following is not appropriate with the classroom management? Options A. Establish and teach rules. B. Reinforce positive behavior. C. Address misbehavior. D. Enforce strict discipline. Answer D. Enforce strict discipline. 22. The immediate outcome of teaching learning process is options A. Development of total personality of students. B. Change the behavior of students in the desirable direction. C. Good character formation. D. Make fit students for good citizens. Answer B. Change in the behavior of students in the desirable directions. 23. India disagreed with the clause number 32 of United Nations Convention for Right of Children. What does clause number 32 indicate? Options A. The state should agree with the right of children from being protected against economic exploitation. B. The state should ensure the right of children from being engaged in occupational activities that go against their study. C. The state should ensure protection of children's health and mental developments. D. All of this. Answer D. All of this. ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ക്ലോസിൽ വന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 3 പോയിന്റും എന്താണെന്ന് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് 24. Errors of learners often help us understand. Options A. Lack of interest in learning. B. Socio-economic status of learners. C. Alternate concept development in learners.
D. How children learn. Answer C. Alternate concepts develop in learners. 25. Which of the following is the best way to ensure the educational achievement of children with learning disabilities? Options A. Ensure their skill development. B. Treat them at par with other students. C. Identify their intellectual potential in other fields and promote them. D. Give them remedial teachings. Answer C. Identify their intellectual potential in other fields and promote them. Software system is designed to help teachers and learners with course administration is known as. Options A. ICT. B. Educational technology. C. Virtual learning environment. D. None of this. Answer C. Virtual learning environment. Second one. Age has nothing to do with computer ability. Options A. It is a research question and is its simple hypothesis. B. Is an opinion and the null hypothesis. C. Is a research question and it is null hypothesis. D. Is a research question and is its negative hypothesis. Answer C. It is a research question and it is null hypothesis. Third one. In constructivist learning environment in the classroom, the teacher acts as. Options A. Guide. B. Information provider. C. Facilitator. D. Delegator. Answer C. Facilitator. Fourth question. Which of the following will not be helpful tool to build an ideal emotional makeup of a learner? Options A. Ask students to get signature of the parent in the progress card. B. Instructs the students to rectify the mistake they have committed. C. Discuss about the lowest scorer in the open class. D. Reward the best performers and motivate others. Answer C. Discuss about the lowest scorer in the open class. Fifth one. Which of the following is not a feature of ideal teaching? Options A. Constructive method can be adopted to achieve the preset educational objectives. B. Divert the delinquents towards constructive and development oriented path. C. Special schools must be set up for children with emotional problems. D. Plan group voluntary activities. Answer C. Special schools must be set up for children with emotional problems. Sixth one. Match the items given below under column 1 with that given in column number 2. Column 1. ETV. A. Educational program of DD for secondary and higher secondary students. Second one. STV. Higher Education Program of UGC. Gyan Darshan Technical Educational Channel. CWC Educational Program of Doordarshan. V. Ekalavya Separate Educational Channel of Doordarshan. കറക്റ്റായിട്ടുള്ള ആൻസർ ഇതാണ്. ETV എഡ്യൂക്കേഷണൽ ഓഫ് ദൂരദർശൻ, STV എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഓഫ് DD ഫോർ സെക്കൻഡറി സ്റ്റുഡൻസ്. തേർഡ് വൺ ഗ്യാൻ ദർശൻ സെപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ചാനൽ ഓഫ് ദൂരദർശൻ. ഫോർത്ത് വൺ CWC ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓഫ് UGC, ഏകലവ്യ ടെക്നിക്കൽ എഡ്യൂക്കേഷണൽ ചാനൽ. Seventh one. The three sequential phases in skill learning is. Options A. Cognition, attention, fixation. B. Fixation, automation, cognition. C. Cognition, fixation, automation. D. Attention, cognition, fixation. Answer C. Cognition, fixation, automation. Eighth one. Breaking down
the individual pieces of data in order to draw conclusion about it is called? Options A. Data collection. B. Data interpretation. C. Data representation. D. Data analysis. Answer D. Data analysis. Ninth one. Of the following statements, there are two statements both of which cannot be false but can be true. Which are these two statements? Statements are, first one, all the students wish to complete their study. Second statement, some students do not like mathematics. Third one, no student wish to complete the study. Fourth one, no student likes to mathematics. Options A 1 and 2, B 3 and 4, C 1 and 3, D 2 and 4. Answer A 1 and 2. 10th one, effective classroom communication needs a supportive. Options A, economic environment, B, political environment, C, social environment, D, multicultural environment. Answer C, social environment. 11th one, moral values can be effectively inculcated among the students when the teacher. Options A, frequently talk about values, B, himself practice them, C, tell stories to great persons, D. Talks of gods and goddess. Answer B. Himself practice them. 12th one, the essence of effective classroom environment is. Options A, variety of teaching aid, B, lively student-teacher interacting, C, pin drop silence, D, strict discipline. Answer B, lively student-teacher interacting. 13th one, consider the assertion and reason given below. Assertion A. When the next semester result will be announced, Mr. Tom will be seen passed. Reason, because Mr. Tom was seen failed in the last 4 semesters in a row. Options, both A and R are true and R is correct explanation of A. B, both A and R are false and R is correct explanation of A. C, A is doubtful, R is true and R is not the correct explanation of A. D, A is doubtful and R is false and R is a correct explanation of A. Answer C. A is doubtful, R is true and R is not correct explanation of A. 14th one, a teacher is said to be fluent in asking question if he can ask. Options A, as many questions as possible, B, meaningful questions, C, maximum number of questions in a fixed time, D, many meaningful questions in a fixed time. Answer B, meaningful questions. 15th one, consider the following statements related to the qualities of a test. First one, the extent to which a test measures that was intended to measure. Second one, the extent to which a test is consistent from one measurement to other. Options A, one is reliability of the test and is validity of test. B, one is validity of test and the second is reliability of test. C, first is validity of test and second is usability of test. D, first is usability of test and is reliability of test. Answer B, one is validity of test and second is reliability of test. 16th one, the aim of value education to inculcate in students is. Options A, the social values, B, the normal values, C, the political values, D, the economic values. Answer B, the normal values.
17th one. For teacher, which of the following methods would be correct for writing on the blackboard? Options A. Writing fast and as clearly as possible. B. Writing the matter first and then asking the students to read it. C. Asking a question to students and then writing the answer as stated by them. D. Writing the important points as clearly as possible. Answer D. Writing the important points and clearly as possible. 80th one. Dynamic approach to teaching means. Options A. Teaching should be forceful and effective. B. Teachers should be energetic and dynamic. C. The topic of teaching should not be static but dynamic. D. The student should be required to learn through activities. Answer D. The students should be required to learn through activities. 19th one. If the statement most of the students are obedient is taken to be true, when which of the following pairs of statements can be claimed to be true? First one, all obedient persons are students. Second, all students are obedient. Third, some students are obedient. Fourth one, some students are not disobedient. Options A 1 and 2, B 2 and 3, C 3 and 4, D 2 and 4. Answer C 3 and 4. 20. Spare the rod and spoil the child gives the messages that. Options are A. Punishment in the class should be banned. B. Corporal punishment is not acceptable. C. Undesirable behavior must be punished. D. Student must not be beaten with the rod. Answer C. Undesirable behavior must be punished. 21. Which of the following types of evaluation assess the learning progress to provide continuous feedback to both teachers and students during instruction? Options A. Placement evaluation. B. Formative assessment. C. Diagnostic evaluation. D. Summative assessment. Answer B. Formative assessment. 22. Which of the following is a scaled down teaching situation? Options A. Macro teaching. B. Team teaching. C. Cooperative teaching. D. Micro teaching. Answer D. Micro teaching. 23. Arrange the following teaching process in order. First one, relate the present knowledge with the previous one. Second, evaluation. Third, reteaching. Fourth one, formulating instructional objectives. Fifth one, presentation of instructional materials. Options 1, 2, 3, 4, 5. B. 2, 1, 3, 4, 5. C. 5, 4, 3, 1, 2. D. 4, 1, 5, 2, 3. Answer D. 4, 1, 5, 2, 3. Answer correct order formulating instruction objectives. Second, relate the present knowledge with the previous one. Third, presentation of instructional materials. Fourth one, evaluation. And the last one is reteaching. 24. Maximum participation of students during teaching is possible through. Options A. Lecture method. B. Demonstration method. C. Inductive method. D. Textbook method. Answer B. Demonstration method. Last question. Which of the following is the least important aspects of the teacher's role in the guidance of learning? Options A. Continuous diagnostic and remedial help. B. Forestalling habits. C. Encouraging and moral support. D. Development of insight into what constitute the pitfalls and danger to be avoided. Answer D. Development of insight into what constitute the pitfalls and danger to be avoided.
വാട്ട് ഈസ് ദ ഇത്? ഓപ്ഷൻസ് ഏതാണ്? പാർട്ട് ഓഫ് ദ സൈക്കി ദാറ്റ് കൺട്രോൾ ഇമ്പൾസസ്, ബി പാർട്ട് ഓഫ് ദ സൈക്കി ദാറ്റ് റെഡ്യൂസസ് ആൻസൈറ്റി, സി പ്രിമിറ്റീവ് ഇമ്പൾസ് ഇൻ മാൻ, ഡി പാർട്ട് ഓഫ് ദ സൈക്കി ദാറ്റ് കൺട്രോൾസ് അവർ മോറൽസ്. ഏതായിരിക്കും ആൻസർ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആൻസർ ഈസ് സി, ദ പ്രിമിറ്റീവ് ഇമ്പൾസ് ഇൻ മാൻ. Second question, psychoanalysis is the theory of dash. Options A, personality development, B, learning development, C, memory development, D, all of the above. Answer A, personality development. Third question, who was the first to use nonsense syllables such as POV, JUK, CAG, KEL, etc. to test memory? Options A, E.B. Titchener, B, John Dewey, C, Hermann Ebbinghaus, D, Sigmund Freud. Answer C, Hermann Ebbinghaus. Fourth question, what is an ego defense mechanism? Options A, part of the ego state that prevents rational thinking, B, part of the unconscious that attempts to control unacceptable influence, C, part of the ego state designed to reduce barriers, D, part of the ego states that aids development. Answer B, part of the unconscious that attempts to control unacceptable influence. Fifth question, the word psychology means. Options A, science of the soul, B, science of the body, C, science of the mind, D, study of education. Answer A, science of the soul. Sixth question, individual behavior is determined by. Options A, the individual's biological constitution, B, the individual's acquired traits, C, the social and physical contexts, D, all of the above. Answer D, all of the above. Seventh one of your students blamed the pen he uses for his bad handwriting. The behavior adaptation tactics practiced by him is known as. Options A, sublimation, B, naturalization, C, rationalization, D, negation. Answer C, rationalization. Eighth one, CIET stands for. Options A, Center for Integrated Teaching and Technology, B, Central Institute for Engineering and Technology, C, Central Institute for Educational Technology, D, Center for Integrated Evaluation Technology. Answer C, Central Institute for Educational Technology. Ninth one, as per statistics released by Government of India, almost 2/3 of government spending on higher education is on. Options A, infrastructure, B, library, C, faculty and students, D, research. Answer C, faculty and students. 10th question, who among the following education philosophers is known to be a pragmatist? Options A, John Watson, B, Jean Piaget, C, John Dewey, D, Froebel. Answer C, John Dewey. According to Gestalt psychologists, behavior cannot be quantified because. Options A, it is governed by the configuration produced in the mind, B, it is always changing, C, it is rarely overt, D, it is always covered. Answer A, it is governed by the configuration produced in the mind. Second question, the document which gives a comprehensive picture regarding a child. Options A, progress report, B, portfolio, C, anecdotal record, D, cumulative record. Answer D, cumulative record. മൂന്നാമത്തെ question,
Which of the following ideas is not related to social constructivism? Options A. Reciprocal teaching. B. Scaffolding. C. Schedules of reinforcement. D. Collaborative learning. Answer C. Schedules of reinforcement. നാലാമത്തെ ക്വസ്റ്റ്യൻ. The emotions like anger, jealousy and hatred are generally termed as. Options A. Positive emotions. B. Negative emotions. C. Rational emotions. D. Irrational emotions. Answer A. Positive emotions. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is a correct statement regarding maturation and learning? Options A. Learning is a precondition for maturation. B. Maturation is a precondition for learning. C. Learning and maturation are contradictory to each other. D. Maturation is a learned behavior. Answer B. Maturation is a precondition for learning. ആറാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is closely related to the socialization process? Options A. Modernization. B. Enculturation. C. Sanskritization. D. Westernization. Answer B. Enculturation. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. Assistive technology can best be used in the teaching learning process of. Options A. Learning disabled. B. Visually impaired. C. Hearing impaired. D. All of this. Answer D. All of this. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. What type of evaluation identifies learning deficiencies and difficulties of the learner? Options A. Placement. B. Formative. C. Diagnostic. D. Summative. Answer C. Diagnostic. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. According to Guilford, creativity is based on dash. Options A. Intelligence. B. Insight thinking. C. Convergent thinking. D. Divergent thinking. Answer D. Divergent thinking. പത്താമത്തെ ക്വസ്റ്റ്യൻ. In which age level the child faces the crisis industry versus inferiority? Options A. 3 to 6 years. B. 6 to 12 years. C. 12 to 18 years. D. 18 to 25 years. Answer B. 6 to 12 years. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ. Rita's intelligence is described as broadly kinesthetic. Which theory of intelligence is referred to here? Options A. Theory of general intelligence. B. Theory of multiple intelligence. C. Triarchic theory of intelligence. D. Theory of emotional intelligence. Answer Option B. Theory of multiple intelligence. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The stage in which the child looks self-centered. Options A. Adolescence. B. Infancy. C. Early childhood. D. Youth. Answer C. Early childhood. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Intelligence testing is useful for knowing. Options A. Individual difference. B. Mental retardation. C. Educational backwardness. D. All of this. Answer D. All of this. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is not one of the three elements of emotion? Options A. Subjective experience. B. Behavior. C. Attention. D. Physical reaction. Answer C. Attention. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is not a characteristics of learning disabled children? Options A. Disorders of attention. B. Difficulties in reading and writing.
C. Difficulties in solving mathematical problems. D. Below average intellectual level. Answer D. Below average intellectual level. 16ാമത്തെ question. Which of the following is not a correct pairing? Options A. Discovery learning, Jerome S. Bruner. B. Meaningful reception learning, David Ausubel. C. Observational learning, B.F. Skinner. D. Trial and error learning, E.L. Thorndike. Answer C. Observational learning, B.F. Skinner. 17ാമത്തെ question. Factors that significantly impact intelligence test scores include all of these except. Options A. Academic achievement. B. Socio-economic status. C. Heredity. D. Gender. Answer D. Gender. 18ാമത്തെ question. Children use single words during language development to convey a whole sentence. This is called. Options A. Telegraphic speech. B. Hollow phrase. C. Phonetics. D. Syntax. Answer B. Hollow phrase. 19ാമത്തെ question. Dash is the culture's expectations for masculine or feminine behavior. Options A. Gender role. B. Gender identity. C. Gender bias. D. Gender discrimination. Answer A. Gender role. 20ാമത്തെ question. Whenever the child gets a toy, he open it somehow, examine and spoil it. This is a statement made by a mother regarding her child's behavior. Which developmental characteristics is revealed here? Options A. Anxiety. B. Curiosity. C. Anger. D. Pleasure. Answer B. Curiosity. 21ാമത്തെ question. What type of problem solving strategy would be best to use when solving a problem in algebra class? Options A. Heuristic. B. Algorithm. C. Trial and error. D. Means and analysis. Answer B. Algorithm. 22ാമത്തെ question. Select the pair which is wrong. Options A. Type approach, Alport. B. Psychoanalytic approach, Freud. C. Humanistic approach, Carl Rogers. D. Behavioristic approach, B.F. Skinner. Answer A. Type approach, Alport. 23ാമത്തെ question. According to Abraham Maslow's hierarchy of needs, which of these is the most primary need? Options A. Belongingness. B. Intimacy. C. Self-actualization. D. Safety. Answer D. Safety. 24ാമത്തെ question. Sternberg's triarchic theory of intelligence includes creative intelligence, practical intelligence and dash. Options A. Analytical intelligence. B. Emotional intelligence. C. Logical mathematical intelligence. D. Spatial intelligence. Answer A. Analytical intelligence. 25ാമത്തെ question. Which among the following is an example of developmental disability? Options A. Autism. B. Mentally challenged children. C. Scholastic backwardness. D. Slow learner. Answer B. Mentally challenged children. 26ാമത്തെ question. Backward children are. Options A. Slow learners. B. Children with IQ level 90 to 110. C. Mentally sick. D. All of the above. Answer A. Slow learners.
27ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ പേഴ്സൺ സ്റ്റാർട്ട് ടു ടോക്ക് ഇൻ baby talk when he is under stress, according to Freud, he is using the defense mechanism known as. Options A. Repression, B. Regression, C. Rationalization, D. Sublimation. Answer B. Regression. 28ാമത്തെ ക്വസ്റ്റ്യൻ. Explicit memories and implicit memories are two types of dash. Options A. Short term memory, B. Long term memory, C. Sensory memory, D. Rote memory. Answer B. Long term memory. 29ാമത്തെ ക്വസ്റ്റ്യൻ. According to Piaget, in which stage the child developed the ability for seriation and different types of classification? Options A. Pre-operational, B. Sensory motor, C. Concrete operational, D. Formal operational. Answer C. Concrete operational. 30ാമത്തെ ക്വസ്റ്റ്യൻ. Psychologists use projective tests in order to assess. Options A. Self-actualization, B. Conscious motivation, C. Unconscious motivation, D. Happiness. Answer C. Unconscious motivation. Erickson's model, the key challenge of young adulthood is dash. Options A. Trust versus mistrust, B. Intimacy versus isolation, C. Identity versus role confusion, D. Integrity versus despair. Answer B. Intimacy versus isolation. 2ാമത്തെ ക്വസ്റ്റ്യൻ. Writing the learner's response on the chalkboard is a sub-skill of dash. Options A. Non-verbal reinforcement, B. Verbal reinforcement, C. Questioning skill, D. Stimulus variation. Answer A. Non-verbal reinforcement. 3ാമത്തെ ക്വസ്റ്റ്യൻ. You look at a picture for several seconds and then close your eyes tightly. You attempted to visualize the picture of that you viewed. Here you tried to utilize the visual sensory memory, which is named as. Options A. Iconic memory, B. Iconic memory, C. Semantic memory, D. Long-term memory. Answer B. Iconic memory. 4ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is not a defense mechanism? Options A. Generalization, B. Projection, C. Aggression, D. Reaction formation. Answer A. Generalization. 5ാമത്തെ ക്വസ്റ്റ്യൻ. The theorist associated with concept attainment model is. Options A. Jerome S. Bruner, B. David Ausubel, C. Jean Piaget, D. Lev Vygotsky. Answer A. Jerome S. Bruner. 6ാമത്തെ ക്വസ്റ്റ്യൻ. Teacher uses projective test for relieving the dash. Options A. Conscious, B. Unconscious, C. Aptitude, D. Intelligence. Answer B. Unconscious. 7ാമത്തെ ക്വസ്റ്റ്യൻ. Triple track plan is program designed for. Options A. Mentally challenged, B. Socially disadvantaged, C. Intellectually gifted, D. Culturally deprived.
ആൻസർ സി ഇന്റലക്ച്വലി ഗിഫ്റ്റഡ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക് ടു ഡീൽ വിത്ത് ഡിസ്കാൽക്കുലിയ. ഓപ്ഷൻസ് എ ഒക്യുപേഷണൽ തെറാപ്പി, ബി മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ച്, സി ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഡി പിയർ അസിസ്റ്റൻസ് യൂസിംഗ് ഡയഗ്രം. ആൻസർ ഡി പിയർ അസിസ്റ്റൻസ് യൂസിംഗ് ഡയഗ്രം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, പത്താമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE. ഓപ്ഷൻസ് എ ടു ഡെവലപ്പ് കോഗ്നിറ്റീവ് psychomotor skill and to make comparison between them, B to determine social utility and to maintain desired standard of performance, C to label the students and collect information continuously and record them, D to mark the poor, intelligent, inefficient and apply child-centered methods of teaching. Answer B to determine social utility and to maintain desired standard of performance. 11ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് വൺ അക്കോർഡിംഗ് ടു സ്കിന്നർ. ഓപ്ഷൻസ് എ പണിഷ്മെന്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ, ബി പണിഷ്മെന്റ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ആർ ദ സെയിം, സി ബിഹേവിയർ cannot be modified, D behavior is innate. Answer A punishment can strengthen the behavior. 12ാമത്തെ ക്വസ്റ്റ്യൻ, which of the following is not a Gestalt's principle? Options A law of proximity, B law of disuse, C law of closure, D law of Pragnus. Answer B law of disuse. 13ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ദ സ്ട്രക്ചർ ഓഫ് സൈക്കി ആർ. ഓപ്ഷൻസ് എ ഈഗോ, ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ, ബി അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ്, സി ഓറൽ, ആനൽ ആൻഡ് ഫാലിക്, ഡി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ആൻസർ എ ഈഗോ, ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. 14ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് പുട്ട് ഫോർവേഡഡ് ബൈ അൽപോർട്ട്. ഓപ്ഷൻസ് എ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ബി കോഗ്നിറ്റീവ്, ഇമോഷണൽ, ഫിസിയോളജിക്കൽ, സി ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ, ഡി കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. ആൻസർ ഡി കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. 15ാമത്തെ ക്വസ്റ്റ്യൻ, when we make use of many experiences and examples for arriving at the generalized principle or conclusion, it is known as dash. Options A inductive reasoning, B hypothetico-deductive reasoning, C deductive reasoning, D transudative reasoning. Answer A inductive reasoning. 16ാമത്തെ ക്വസ്റ്റ്യൻ, കോൾബർഗ് proposed a stage theory of dash. Options A social development, B psychosocial development, C cognitive development, D moral development. Answer D moral development. 17ാമത്തെ ക്വസ്റ്റ്യൻ, നാച്ചുറലി ഒക്കറിംഗ് റെസ്പോൺസ് ഇൻ ലേണിംഗ് തിയറി ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻസ് എ കണ്ടീഷൻഡ് റെസ്പോൺസ്, ബി അവേഴ്സീവ് റെസ്പോൺസ്, സി അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ഡി വികാരിയസ് റെസ്പോൺസ്. ആൻസർ സി അൺകണ്ടീഷൻഡ് റെസ്പോൺസ്.
18ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദ ലിസ്റ്റ് ഫോർ ടീച്ചർ മെച്യൂരിറ്റി. ഓപ്ഷൻസ് എ ഡിപ്പെൻഡന്റ്, സബോർഡിനേറ്റ് പൊസിഷൻ, ലിമിറ്റഡ് ബിഹേവിയർ, ഡീപ്പ് ഇൻട്രസ്റ്റ്. ബി ആക്റ്റീവ്, ലിമിറ്റഡ് ബിഹേവിയർ, ലോങ് ടേം പെർസ്പെക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ. സി ആക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ലോങ് ടേം പെർസ്പെക്റ്റീവ്. ഡി ഷാലോ ഇൻട്രസ്റ്റ്, ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ്, പാസീവിറ്റി, ഇൻഡിപെൻഡൻസ്. ആൻസർ സി ആക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ലോങ് ടൈം പെർസ്പെക്റ്റീവ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. NCF 2005 proposes the evaluation system should be based on. Options A marks, B grades, C both marks and grades, D none of the above. Answer B grades. 20ാമത്തെ ക്വസ്റ്റ്യൻ. Imagine you are a bicycling in a race. Which of the following is the best example of an intrinsic motivation for this activity? Options A biking to enjoy the fresh air, B raising money for a charity you believe in, C crowds cheering when you get a trophy, D to increase your health through exercise. Answer C crowds cheering when you get a trophy. 21ാമത്തെ ക്വസ്റ്റ്യൻ. The third stage of creative thinking is dash. Options A thinking, B incubation, C illumination, D verification. Answer C illumination. 22ാമത്തെ ക്വസ്റ്റ്യൻ. Heuristics are dash. Options A mnemonics, B problem solving technique, C chunks, D none of the above. Answer B problem solving technique. 23ാമത്തെ ക്വസ്റ്റ്യൻ. Choose the correct one for ECCE. Options A education for creative children with exceptionalities, B education of creative children and empowerment, C early childhood care for exceptional, D early childhood care and education. Answer D early childhood care and education. In the organization NCSE set up to improve the delivery of education services through inclusive education stands for. Options A National Council for Special Education, B National Council for School Education, C National Council for Social Education, D National Committee for Science Education. Answer A National Council for Special Education. 25ാമത്തെ ക്വസ്റ്റ്യൻ. Shruti is an 8th standard student. She has very high achievement scores, high in all subjects except mathematics. She has some particular difficulty in doing addition, subtraction, division and multiplication. Here we can assume that she is having. Options A dyslexia, B dysgraphia, C dyscalculia, D dyspraxia. Answer C dyscalculia. 26ാമത്തെ ക്വസ്റ്റ്യൻ. What is the most important for a teacher? Options A to maintain discipline in class, B to be punctual in class, C to remove the difficulties of students, D to be a good orator.
ആൻസർ സി, ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്രിയേറ്റീവ് തിങ്കിങ്? ഓപ്ഷൻസ് എ, പ്രോഡക്റ്റ് ഓഫ് കൺവർജന്റ് തിങ്കിങ്, ബി, പ്രോഡക്റ്റ് ഓഫ് ഡൈവർജന്റ് തിങ്കിങ്, സി, പ്രോഡക്റ്റ് ഓഫ് റീസണിങ്, ഡി, പ്രോഡക്റ്റ് ഓഫ് മെറ്റാകോഗ്നിറ്റീവ് തോട്ട്സ്. ആൻസർ ബി, പ്രോഡക്റ്റ് ഓഫ് ഡൈവർജന്റ് തിങ്കിങ്. എക്സ്പാൻഡ് IEDC. Options A, integrated education for disabled children, B, individualized education for disabled children, C, integrated education for disadvantaged children, D, individualized education for disadvantaged children. Answer A, integrated education for disabled children. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻകൾസീവ് എഡ്യൂക്കേഷൻ? ഓപ്ഷൻസ് എ, അലൻ ബ്ലൂം, ബി, ഓവിഡ് ഡെക്രോളി, സി, ജോൺ ഡ്യൂയി, ഡി, വൈഗോസ്കി. ആൻസർ ബി, ഓവിഡ് ഡെക്രോളി. 30ാമത്തെ ക്വസ്റ്റ്യൻ, Piaget used the term schemata to refer to the cognitive structures underlying organized patterns of. Options A, behavior, B, experience, C, operations, D, concept. Answer D, concept. 31ാമത്തെ ക്വസ്റ്റ്യൻ, the best remedy of the student's problem related to learning is. Options A, suggestion for hard work, B, supervised study in library, C, suggestion for private tuition, D, diagnostic teaching. Answer D, diagnostic teaching. 32ാമത്തെ ക്വസ്റ്റ്യൻ, the name William Stern is closely associated with. Options A, emotional quotient, B, multiple intelligence, C, intelligence test, D, intelligence quotient. Answer D, intelligence quotient. 33ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഫോർത്ത് സ്റ്റേജ് ഇൻ ഗാഗ്നിസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഓപ്ഷൻസ് എ, ചെയിനിങ്, ബി, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, സി, പ്രിൻസിപ്പിൾ ലേണിംഗ്, ഡി, വെർബൽ അസോസിയേഷൻ. ആൻസർ ഡി, വെർബൽ അസോസിയേഷൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ, ഹൗ മെനി പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ആർ ദയർ? Options A, 5, B, 6, C, 7, D, 8. Answer C, 7. 35ാമത്തെ ക്വസ്റ്റ്യൻ, Anita is friendly, always willing to help others and compassionate. While considering Gardner's theory, it can assume that Anita has a high dash. Options A, intrapersonal intelligence, B, existential intelligence, C, spatial intelligence, D, interpersonal intelligence. Answer D, interpersonal intelligence. 36ാമത്തെ ക്വസ്റ്റ്യൻ, when was KCF formed? Options A, 2005, B, 2006, C, 2007, D, 2008. ആൻസർ സി, 2007. 37ാമത്തെ ക്വസ്റ്റ്യൻ, ബിഫോർ ദ അത്ലറ്റിക് റേസ്, ജോൺ says to his coach, I know I can do well in this race. This is the example for John's dash. Options A, self-efficiency,
ബി ഓവർ കോൺഫിഡൻസ്, സി സെൽഫ് ബൂസ്റ്റിംഗ്, ഡി ഇൻട്രൻസിക് മോട്ടിവേഷൻ. ആൻസർ എ സെൽഫ് എഫിഷ്യൻസി. 38ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ ടേം യൂസ്ഡ് ബൈ ആൽബർട്ട് ബന്ദുരെ ടു റെഫർ ടു ദ ഓവറോൾ പ്രോസസ് ഓഫ് സോഷ്യൽ ലേണിംഗ്. ഓപ്ഷൻസ് എ കണ്ടീഷനിങ്, ബി സെൽഫ് എഫിഷ്യൻസി, സി റീഇൻഫോഴ്സ്മെന്റ്, ഡി മോഡലിംഗ്. ആൻസർ ബി മോഡലിംഗ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. ലക്ഷ്മി കംപ്ലൈൻസ് when her tall thin glass of juice is poured into a short but wider glass. She tells her father that she now has less juice. Lakshmi has not yet grasped the principles of dash. Options A conservation, B animism, C egocentrism, D consistency. ആൻസർ എ കൺസർവേഷൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ. ദ MMPI is used to assess. ഓപ്ഷൻസ് എ മെമ്മറി, ബി ഇന്റലിജൻസ്, സി പേഴ്സണാലിറ്റി, ഡി ക്രിയേറ്റിവിറ്റി. ആൻസർ സി പേഴ്സണാലിറ്റി. 41ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു നീഡ് തിയറി ഓഫ് മോട്ടിവേഷൻ, which of the following needs represents deficiency need? അഭിപ്രേരണയുടെ ആവശ്യകതാ സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ പോരായ്മ ആവശ്യം ഏതാണ്? ഓപ്ഷൻസ് എ കോഗ്നിറ്റീവ് നീഡ്, വൈജ്ഞാനികപരമായ ആവശ്യം, ബി എസ്തെറ്റിക് നീഡ്സ്, സൗന്ദര്യ ആസ്വാദനപരമായ ആവശ്യം, സി സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മ സാക്ഷാത്കാരം, ഡി സേഫ്റ്റി നീഡ്, സുരക്ഷിതത്വ ആവശ്യം. ആൻസർ ഡി സേഫ്റ്റി നീഡ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇന്റലക്ച്വൽ സപ്പോർട്ട് ഗിവൺ ബൈ എ മോർ ഇന്റലിജന്റ് പേഴ്സൺ ടു ഹിസ് ഇൻഫീരിയർ ഈസ് നോൺ ആസ്. കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നേക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയെ അറിയപ്പെടുന്നത്. ഓപ്ഷൻസ് എ ഗൈഡൻസ് മാർഗനിർദ്ദേശം, ബി ടീച്ചിങ് അധ്യാപനം, സി ട്യൂട്ടോറിംഗ്, ഡി സ്കഫോൾഡിംഗ്. ആൻസർ ഡി സ്കഫോൾഡിംഗ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ occurs ഫ്രം നിയർ ടു ഫാർ റീജിയൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ദിസ് ഫാക്ട്? ഒരു വ്യക്തിയുടെ വികാസം നടക്കുന്നത് അടുത്തുനിന്നും ദൂരേക്കാണ്. താഴെ പറയുന്ന ഏത് വികാസ നിയമമാണ് ഈ വസ്തുത ശരിവെക്കുന്നത്? ഓപ്ഷൻസ് എ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി തുടർച്ചാ നിയമം, ബി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വ്യക്തി വ്യത്യാസ നിയമം, സി സെഫാലോ കോഡൽ പ്രിൻസിപ്പിൾ, ഡി പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. ആൻസർ ഡി പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു ഡീൽ വിത്ത് എ ചൈൽഡ് ഹു ഈസ് inattentive in your class? അശ്രദ്ധാപരമായി ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഓപ്ഷൻസ് എ അവോയ്ഡ് ദ ചൈൽഡ് കുട്ടിയെ അവഗണിക്കുക, ബി അലൗ ദ ചൈൽഡ് ടു സിറ്റ് ഇൻ ദ ഫ്രണ്ട് റോ കുട്ടിയെ മുൻനിരയിൽ ഇരിക്കാൻ അനുവദിക്കുക, സി യൂസ് മാക്സിമം ലേണിംഗ് എയ്ഡ്സ് ഇൻ ദ ക്ലാസ് റൂം പരമാവധി പഠന ഉപകരണങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുക, ഡി പ്രൊവൈഡ് ഡൈവേഴ്സ് ലേണിംഗ് സിറ്റുവേഷൻസ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ചെറിയ ഇടവേളകളിലൂടെ വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. ആൻസർ ഡി പ്രൊവൈഡ് ഡൈവേഴ്സ് ലേണിംഗ് സിറ്റുവേഷൻസ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ചെറിയ ഇടവേളകളിലൂടെ വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ കൊടുക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ. Animal, a primary school child is having reading the deficiencies that hinders learning she is suffering from. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അനുമോൾക്ക് വായനാപരമായ ബുദ്ധിമുട്ടുകളും അതിനോട് അനുബന്ധിച്ചുള്ള പഠന പ്രശ്നങ്ങളുമുണ്ട്. അവൾ അനുഭവിക്കുന്നത് ഓപ്ഷൻസ് എ ഡിസ്ലെക്സിയ, ബി ഡിസ്ഗ്രാഫിയ, ഡി ഡിസ്കാൽക്കുലിയ, ഡി ഡിസ്പെറാക്സിയ.
ആൻസർ എ ഡിസ്ലെക്സിയ. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ഗസ്റ്റാൾട്ട് തിയറി? താഴെ പറയുന്നവരിൽ സാമഗ്രവാദ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ആര്? ഓപ്ഷൻസ് എ ബി എഫ് സ്കിന്നർ, ബി മാക്സ് വെർത്തിമിയർ, സി കട്ട് കോഫ്ക, ഡി വോൾഫ് ഗ്യാങ് കോഹർ. ആൻസർ എ ബി എഫ് സ്കിന്നർ. 27ാമത്തെ ക്വസ്റ്റ്യൻ, എ സക്സസ്ഫുൾ ടീച്ചർ ഓൾവേസ് ട്രൈസ് ടു? വിജയിയായ ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നത്. ഓപ്ഷൻസ് എ ടീച്ച് വാട്ട് എവർ ഹി നോസ്, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. ബി ഡിപ്പെൻഡ് മോർ ഓൺ ടെക്നോളജിക്കൽ സപ്പോർട്ട്, സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുക. സി ടീച്ച് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ നിലവാരമനുസരിച്ച് പഠിപ്പിക്കുക. ഡി കണ്ടക്ട് പീരിയോഡിക് ഇവാലുവേഷൻ ടു സ്റ്റുഡൻസ്, കുട്ടികൾക്ക് ക്രമമായി മൂല്യനിർണ്ണയം നടത്തുക. ആൻസർ സി ടീച്ച് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ നിലവാരമനുസരിച്ച് പഠിപ്പിക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ, ദ തിയറി ദാറ്റ് എംഫസൈസ് ദ സൈക്കോഡൈനാമിക്സ് ഓഫ് മൈൻഡ് ഡിറ്റർമൈൻ ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഈസ് നോൺ ആസ്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്നതിൽ മനസ്സിന്റെ സൈക്കോഡൈനാമിക്സിന് ഊന്നൽ നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത്. ഓപ്ഷൻസ് എ സൈക്കോ സോഷ്യൽ തിയറി, ബി സൈക്കോഡൈനാമിക് തിയറി, സി സൈക്കോ അനലിറ്റിക് തിയറി, ഡി ട്രൈറ്റ് തിയറി. ആൻസർ സി സൈക്കോ അനലിറ്റിക് തിയറി. 29ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് ഡസ് നോട്ട് കം അണ്ടർ കോൾബർഗ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൾബർഗിന്റെ സന്മാർഗിക വികസിത ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ കൺവെൻഷണൽ വ്യവസ്ഥാപിത തലം, ബി പ്രീ കൺവെൻഷണൽ വ്യവസ്ഥാപിത പൂർവ്വതലം, സി പോസ്റ്റ് കൺവെൻഷണൽ വ്യവസ്ഥാപിതാനന്തര തലം, ഡി പ്രീ ഓപ്പറേഷണൽ മനോവ്യാപാര പൂർവ്വഘട്ടം. ആൻസർ ഡി പ്രീ ഓപ്പറേഷണൽ മനോവ്യാപാര പൂർവ്വഘട്ടം. 30ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോജക്റ്റീവ് ടെസ്റ്റ്? താഴെ പറയുന്നവയിൽ വിക്ഷേപണ തന്ത്രമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വായു പൂരണ ശോധകം, ബി റോഷ സിംഗ്ബ്ലോട്ട് ടെസ്റ്റ്, സി സോഷ്യോമെട്രി സാമൂഹ്യമിതി, ഡി വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് പദപൂരണ ശോധകം. ആൻസർ സി സോഷ്യോമെട്രി സാമൂഹ്യമിതി. 31ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ബൈ വിച്ച് ചിൽഡ്രൻ ബിക്കം ഫങ്ഷനിങ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി? വ്യക്തിയെ സമൂഹത്തിലെ സ്വീകാര്യനും സജീവ പ്രവർത്തകനുമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡാഷ്. ഓപ്ഷൻസ് എ മെച്ചുറേഷൻ പരിപക്വത്വം, ബി സോഷ്യലൈസേഷൻ സാമൂഹികവൽക്കരണം, സി സാൻസ്ക്രിറ്റൈസേഷൻ വരേണ്യവൽക്കരണം, ഡി മോഡേണൈസേഷൻ നവീകരണം. ആൻസർ ബി സോഷ്യലൈസേഷൻ സാമൂഹികവൽക്കരണം. 32ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഗോർഡൻ അൽപോർട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പേഴ്സണാലിറ്റി ട്രൈറ്റ്? അൽപോർട്ടിന്റെ വർഗീകരണം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിത്വ സ്വഭാവത്തിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻസ് എ കാർഡിനൽ ട്രൈറ്റ് പ്രമുഖ സവിശേഷതകൾ, ബി സെൻട്രൽ ട്രൈറ്റ് കേന്ദ്രീയ സവിശേഷതകൾ, സി സെക്കൻഡറി ട്രൈറ്റ് ദ്വിതീയ സവിശേഷതകൾ, ഡി സർഫസ് ട്രൈറ്റ് പ്രഭവ സവിശേഷതകൾ. ആൻസർ ഡി സർഫസ് ട്രൈറ്റ് പ്രഭവ സവിശേഷതകൾ. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് ഡാഷ്. ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാപ്രവണത കാണിക്കുന്നു. ഈ വികസന പ്രവണതയാണ് ഡാഷ്. ഓപ്ഷൻസ് എ സെഫലോകോഡൽ, ബി സീക്വൻഷ്യാലിറ്റി ക്രമാനുസൃതം, സി ഡിഫറൻഷ്യാലിറ്റി വ്യത്യസ്തം, ഡി പ്രെഡിക്റ്റബിലിറ്റി പ്രവചനക്ഷമം. ആൻസർ എ സെഫലോകോഡൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ, എ ബേസിക് ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ദ ലേണർ ഈസ് റിവാർഡഡ് വിത്ത് ഇൻസെന്റീവ്സ് ആസ് റീഇൻഫോഴ്സ്മെന്റ്. പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന്റെ ആക്കം കൂട്ടുന്ന പഠന രീതി. ഓപ്ഷൻസ് എ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ശ്രമ പരാജയ സിദ്ധാന്തം,
ബി ഇൻസൈറ്റ് ലേണിംഗ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം, സി ക്ലാസിക്കൽ കണ്ടീഷനിംഗ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം, ഡി ഒപ്പറന്റ് കണ്ടീഷനിംഗ് പ്രവർത്തനാനുബന്ധനം. ആൻസർ ഡി ഒപ്പറന്റ് കണ്ടീഷനിംഗ് പ്രവർത്തനാനുബന്ധനം. 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ തിയറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വച്ചതാര്? ഓപ്ഷൻസ് എ റോജർ, ബി ബന്ദുര, സി മാസ്ലോ, ഡി ചോംസ്കി. ആൻസർ ഡി ചോംസ്കി. 36ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ടീം ടുഗദർ വർക്ക് ടു എക്സ്പ്ലോർ എ സിഗ്നിഫിക്കന്റ് പ്രോജക്ട്. കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രോജക്ട് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠന ബോധന രീതിയാണ് ഡാഷ്. ഓപ്ഷൻസ് എ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് വ്യക്തി കേന്ദ്രീകൃത പഠനം, ബി കോപ്പറേറ്റീവ് ലേണിംഗ് സഹകരണ പഠനം, സി സെമിനാർ പ്രസന്റേഷൻ സെമിനാർ അവതരണം, ഡി സോഷ്യൽ ഡ്രാമ സാമൂഹ്യ നാടകം. ആൻസർ ബി കോപ്പറേറ്റീവ് ലേണിംഗ് സഹകരണ പഠനം. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഹു പ്രപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി? ഓപ്ഷൻസ് എ അബ്രഹാം മാസ്ലോ, ബി അൽപോർട്ട്, സി കാൾ റോജേഴ്സ്, ഡി ഐസ്നെക്. ആൻസർ സി കാൾ റോജേഴ്സ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ അനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ അക്കോർഡിംഗ് ടു ജങ്സ് തിയറി. ഓപ്ഷൻസ് എ അനിമ, ബി അനിമസ്, സി പെർസോണ, ഡി ഷാഡോ. ആൻസർ ഡി ഷാഡോ. 39ാമത്തെ ക്വസ്റ്റ്യൻ. അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡാഷ്. ഓപ്ഷൻസ് എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ബി ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, സി ഇൻസൈറ്റ് ലേണിംഗ്, ഡി ഓപ്പറന്റ് കണ്ടീഷനിങ്. ആൻസർ ഡി ഓപ്പറന്റ് കണ്ടീഷനിങ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് എ വേരിഫിക്കേഷൻ, ബി ഇൻക്യുബേഷൻ, സി പ്രിപ്പറേഷൻ, ഡി ഇവാലുവേഷൻ. ആൻസർ സി പ്രിപ്പറേഷൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം നീഡ് ഫോർ അച്ചീവ്മെന്റ് ഈസ് കോയിൻഡ് ബൈ. ഓപ്ഷൻസ് എ മക്ക്ലെല്ലാൻഡ്, ബി കട്ട് ലവിംഗ്, സി അബ്രഹാം മാസ്ലോ, ഡി ഹെൻറി മുറെ. ആൻസർ മക്ക്ലെല്ലാൻഡ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രൊപ്പോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ NCTE, ബി MHRD, സി UGC, ഡി NCERT. ആൻസർ ഡി NCERT. 43ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ നെയിം ഹു പ്രൊപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി. ഓപ്ഷൻസ് എ ബ്രൂണർ, ബി പിയാഷെ, സി എറിക് എറിക്സൺ, ഡി സ്കിന്നർ. ആൻസർ സി എറിക് എറിക്സൺ. 44ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബുക്ക് നെയ്മഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദ ചൈൽഡ് ഈസ് റിട്ടൺ ബൈ. ഓപ്ഷൻസ് എ നോം ചോസ്കി, ബി വൈഗോസ്കി, സി ജീൻ പിയാഷെ, ഡി സ്കിന്നർ. ആൻസർ സി ജീൻ പിയാഷെ. 45ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ഈസ് റെഫർഡ് ആസ്. ഓപ്ഷൻസ് എ മെച്ചുറേഷൻ, ബി മോട്ടിവേഷൻ, സി ലേണിംഗ്, ഡി ഡെവലപ്മെന്റ്. ആൻസർ ഡി ഡെവലപ്മെന്റ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ പേഴ്സൺ ഹു സ്റ്റേറ്റഡ് adolescence is a period of stress and strain, storm and strife. Options A Elizabeth Harlock, B Erikson, C Piaget, D Stanley Hall. Answer D Stanley Hall. 47ാമത്തെ ക്വസ്റ്റ്യൻ. As per the NCF recommendation, the total time for homework is dash. Options A 4 hours, B 3 hours, C 2 hours, D 0 hour. Answer C 2 hours. 48ാമത്തെ ക്വസ്റ്റ്യൻ. Running of words together is a speech defect known as dash. Options A lip sync, B slurring, C stammering,
ഡി സ്റ്റട്ടറിംഗ്. ആൻസർ എ ലിപ്സിംഗ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. സിനറ്റിക്സ് ഈസ് എ ടെക്നിക് ഡിസൈൻഡ് ഫോർ പ്രൊമോട്ടിംഗ് ഡാഷ്. ഓപ്ഷൻസ് എ ക്രിയേറ്റീവ് സ്റ്റുഡൻസ്, ബി അണ്ടർ അച്ചീവേഴ്സ്, സി ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, ഡി മെന്റലി ചലഞ്ചർ. ആൻസർ എ ക്രിയേറ്റീവ് സ്റ്റുഡൻസ്. 50ാമത്തെ ക്വസ്റ്റ്യൻ. ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ് ഡാഷ്. ഓപ്ഷൻസ് എ സിസ്റ്റമാറ്റിക് തിങ്കിങ്, ബി മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്, സി അബ്സ്ട്രാക്ട് തിങ്കിങ്, ഡി ഇൻട്രോസ്പെക്ഷൻ. ആൻസർ ബി മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ്.
an act of the Parliament of India which describes the modalities of the importance of free and compulsory education for children between the age of 6 to 14 years. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. NCF, KCF, RTE, PWD. ഏതായിരിക്കും ഇതിനകത്ത്? ആൻസർ സി ആണ്, RTE ആക്ട്. 152ാമത്തെ ക്വസ്റ്റ്യൻ. എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോഗ്രസീവ് ടീച്ചർ ഈസ്. ഓപ്ഷൻസ് എ ഫോളോസ് ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്, ബി റിസർവോയർ ഓഫ് കണ്ടന്റ് നോളജ്, സി അലൗസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്ലാസ് റൂം, ഡി ഫോളോസ് ലീനിയർ ഇൻസ്ട്രക്ഷൻ. ആൻസർ ഏതായിരിക്കും? ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുഡ് ടീച്ചർ ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, അലൗസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ക്ലാസ് റൂം. ഓക്കെ. 153ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് എക്സ്പെഷ്യലി ഓഫ് അഡോളസൻസ് ആൻഡ് മോസ്റ്റ് ഓഫൺ എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ദ ഇനിഷ്യേഷൻ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഈസ്. ഓപ്ഷൻസ് എ പിയർ പ്രഷർ, ബി ഗ്രൂപ്പ് പ്രഷർ, സി കൊഹിഷൻ, ഡി ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആൻസർ എ പിയർ പ്രഷർ. 154ാമത്തെ ക്വസ്റ്റ്യൻ. ദ പേഴ്സണൽ ആൻഡ് കോപ്പറേറ്റീവ് റൂൾസ് ദാറ്റ് ഗവേൺ ബിഹേവിയർ വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഫഷൻ. ഓപ്ഷൻസ് എ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി, ബി ഇമോഷണൽ മെച്യൂരിറ്റി, സി കോമ്പിറ്റൻസി, ഡി പ്രൊഫഷണൽ എത്തിക്സ്. ആൻസർ ഡി പ്രൊഫഷണൽ എത്തിക്സ്. 155ാമത്തെ ക്വസ്റ്റ്യൻ. ചീഫ് എക്സ്പോണന്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരായിരിക്കും? ഓപ്ഷൻ വായിക്കാതെ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. ഏതാണ് ഓപ്ഷൻ? ഏതാണ് ആൻസർ? ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. വൈഗോസ്കി, ഗ്യാങ്ങിനെ, പിയാഷെ, ഒസുബൽ. ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ്റെ ആവശ്യം തന്നെ ഇല്ല, ഞാൻ ജസ്റ്റ് വായിച്ചു എന്നുള്ളൂ. ആൻസർ ഏതായിരിക്കും? ചാടി കയറി പറഞ്ഞേ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, വൈഗോസ്കി. ഓക്കെ. 157ാമത്തെ ക്വസ്റ്റ്യൻ. മെമ്മറി ദാറ്റ് അലൗസ് റീകോൾ ഫോർ എ പീരീഡ് ഓഫ് സെവറൽ സെക്കൻഡ്സ് ടു എ മിനിറ്റ് വിത്തൗട്ട് റിഹേഴ്സൽ ഈസ് ടേംഡ് ആസ്. ഓപ്ഷൻസ് എ സെൻസറി മെമ്മറി, ബി ഷോർട്ട് ടേം മെമ്മറി, സി ലോങ് ടേം മെമ്മറി, ഡി എപ്പിസോഡിക് മെമ്മറി. ആൻസർ ബി ഷോർട്ട് ടേം മെമ്മറി. 158ാമത്തെ ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം ഓഫ് സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് ഹാവ് covers all aspects of students' development. Options A continuous and comprehensive evaluation, B formative evaluation, C summative evaluation, D product evaluation. Answer A continuous and comprehensive evaluation. 159ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is not a developmental task of adolescent? Options A learning to get along with friends of both sexes, B becoming more self-sufficient, C making decisions about marriage and family life, D grasping leads to other fine motor skills. Answer D grasping leads to other fine motor skills. 160ാമത്തെ ക്വസ്റ്റ്യൻ. Behaviors are acquired through associations between stimuli and response. The theory associated with this view is. Options A constructivism, B cognitivism, C behaviorism, D Gestalt theory. Answer C behaviorism. 161ാമത്തെ ക്വസ്റ്റ്യൻ. എഫക്റ്റീവ് ലേണിംഗ് ടേക്ക് പ്ലേസ്. പഠനം കാര്യക്ഷമമാകുന്നത് ഡാഷ്. ഓപ്ഷൻസ് എ ഇൻ ആൻ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം. സൗഹാർദ്ദപരമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോൾ. ബി വെൻ ദ ടീച്ചർ ഈസ് വെരി സ്ട്രിക്റ്റ് ഇൻ ക്ലാസ്. അധ്യാപിക ക്ലാസ്സിൽ കർശനമായി ഇടപെടുമ്പോൾ. സി വെൻ ദ ടീച്ചിങ് ഈസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് എക്സാമിനേഷൻ. അധ്യാപിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ. ഡി വെൻ ലോട്ട് ഓഫ് നോട്ട്സ് ആർ ഡിറ്റക്റ്റഡ്. അധ്യാപിക ധാരാളം നോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ. ആൻസർ എ ഇൻ ആൻ ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം. സൗഹാർദ്ദപരമായ അധ്യാപിക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോൾ. 162ാമത്തെ ക്വസ്റ്റ്യൻ. ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് ആർ ഫൗണ്ട് എമംഗ് ചിൽഡ്രൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. ദിസ് വാസ് ഫൗണ്ടഡ് ബൈ. പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്നതാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ. ഇത് അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ് എ ഫ്രോയിഡ്, ബി അൽപോർട്ട്, സി കോഹ്ലർ, ഡി ഒസബൽ.
ആൻസർ എ ഫ്രോയിഡ്. 163ാമത്തെ ക്വസ്റ്റ്യൻ. The first 4 needs of Maslow hierarchy of needs are known as deficiency need. Which of the following are the deficiency needs? മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ആദ്യത്തെ 4 എണ്ണം ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അവ ഏതാണെന്ന് കണ്ടെത്തുക. കൂട്ടുകാർ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് പഠിക്കണം. ഇതും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മളെടുത്ത 7ാമത്തെ ക്ലാസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനകത്തിപ്പോൾ ഒരു 5 ക്ലാസ്സിലെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ മാസ്ലോയുടെ ഹയറാർക്കിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് ഓർമ്മ വരണം. എങ്കിൽ മാത്രമാണ് ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഗുണമുള്ളൂ. അപ്പം ഇതിൻ്റെ ആൻസർ വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. ആൻസർ ഏതായിരിക്കും? ആൻസർ എ ആണ്. സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിനെസ് ആൻഡ് എസ്റ്റീം നീഡ്സ്. ഓക്കെ, ആരെങ്കിലും തെറ്റിച്ചോ? തെറ്റിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 164ാമത്തെ ക്വസ്റ്റ്യൻ. The potential ability of a person to perform well in a specific area in future is. ഒരു പ്രത്യേക ഇനത്തിൽ അല്ലെങ്കിൽ വിഭാഗത്തിൽ തൻ്റെതായ മികവുകൾ ഭാവിയിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള കഴിവാണ് ഡാഷ്. ഓപ്ഷൻസ് എ ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി, ബി ആറ്റിറ്റ്യൂഡ് മനോഭാവം, സി ക്രിയേറ്റിവിറ്റി സർഗാത്മകത, ഡി ഗിഫ്റ്റഡ്നെസ് പ്രതിഭ. ആൻസർ എ ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി. 165ാമത്തെ ക്വസ്റ്റ്യൻ. Arun, a 7th standard student, is learning to ride bicycle for the last 1 month. Still, he is unable to ride the bicycle. This is related with the learning disability. കഴിഞ്ഞ 1 മാസമായി അരുൺ എന്ന 7ാം ക്ലാസ്സുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്? ഓപ്ഷൻസ് എ ഡിസ്നോമിയ നാമവൈകല്യം, ബി ഡിസ്പറാക്സിയ പ്രയോഗ വൈകല്യം, സി ഡിസ്ഗ്രാഫിയ ആലേഖന വൈകല്യം, ഡി ഡിസ്ലെക്സിയ വായനാ വൈകല്യം. ആൻസർ ബി ഡിസ്പറാക്സിയ പ്രയോഗ വൈകല്യം. 166ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ചിൽഡ്രൻ ബിഹേവ് ഇൻ ബെറ്റർ വേ ടു അവോയ്ഡ് പണിഷ്മെന്റ് ഫ്രം ദെയർ പാരൻസ് അക്കോർഡിംഗ് ടു കോൾബർഗ്സ് മോറൽ ഡെവലപ്മെന്റ് തിയറി ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ് ദേ ബിഹേവ് ലൈക്ക് ദിസ്. രക്ഷിതാക്കളിൽ നിന്ന് ശിക്ഷ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. കോൾബർഗിന്റെ സന്മാർഗക വികസന ഘട്ടത്തിലെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? കോൾബർഗിന്റെ തിയറി നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഈ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അന്നും ചോദിച്ചിരുന്നു. ഇതപ്പോൾ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ടതാണ്. അപ്പം ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻസ് എ കൺവെൻഷണൽ ലെവൽ, ബി പ്രീ കൺവെൻഷണൽ ലെവൽ, സി പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ, ഡി അതോറിറ്റി ലെവൽ. ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണ്. ഓക്കെ, പ്രീ കൺവെൻഷണൽ ലെവൽ വ്യവസ്ഥാപിത പൂർവ്വ തലം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 167ാമത്തെ ക്വസ്റ്റ്യൻ. സം പാരന്റ്സ് ഇൻ ദ ഫിയർ ഓഫ് ഡേഞ്ചർ ഓർ ആക്സിഡന്റ് ഡു നോട്ട് ലെറ്റ് ദെയർ ചിൽഡ്രൻ ടു ഡു എനി വർക്ക് ബൈ ദംസെൽസ്. They will do the work for the child. Development of which quality of life is hampered here? ചില രക്ഷിതാക്കൾ കുട്ടികൾ അപായത്തിൽ അല്ലെങ്കിൽ അപകടത്തിൽ പെടുമെന്ന് പേടിച്ച് ഒരു ജോലിയും സ്വന്തമായി ചെയ്യാൻ അനുവദിക്കില്ല. മറിച്ച് അവർ ആ പ്രവൃത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും. കുട്ടിയിൽ വളർന്നു വരേണ്ട ഏതു ഗുണമാണ് ഇവിടെ തകർക്കപ്പെടുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻസ് എ സെൽഫ് ലേണിംഗ് സ്വയം പഠനം, ബി ലേണിംഗ് ബൈ ഡൂയിങ് പ്രവർത്തനത്തിലൂടെ പഠിക്കൽ, സി സെൽഫ് ഡിപ്പെൻഡൻസ് സ്വയം ആശ്രയിക്കൽ, ഡി ക്യൂരിയോസിറ്റി അറിയാനുള്ള ആഗ്രഹം. ആൻസർ സി ആണ്, സെൽഫ് ഡിപ്പെൻഡൻസ് സ്വയം ആശ്രയിക്കൽ. 168ാമത്തെ ക്വസ്റ്റ്യൻ. ദ മെന്റൽ ഏജ് ഓഫ് അബി ഈസ് 12. ഹിസ് ക്രോണോളജിക്കൽ ഏജ് ഈസ് 10. ദെൻ ഹിസ് IQ എന്ന് വെച്ചാൽ ഇന്റലിജന്റ് കോഷ്യന്റ് എത്രയാണ്? എബി എന്ന കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആണ്. കുട്ടിയുടെ കാലിക വയസ്സ് 10 ആയാൽ IQ എത്രയായിരിക്കും?
അപ്പോൾ IQ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? IQ കാണാനുള്ള ഇക്വേഷൻ MA/CA × 100. MA എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? മെന്റൽ ഏജ് എത്രയാണ്? 12. 12/CA 10, അതായത് ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അപ്പം എത്ര വരും ആൻസർ? 120. അപ്പം ആൻസർ എന്താണ്? C 120. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 169ാമത്തെ ക്വസ്റ്റ്യൻ. റണ്ണിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്റ്റീവ് ബിഹേവിയർ ഓഫ് എ സ്റ്റുഡൻറ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ടീച്ചർ ഈസ്. താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ്. ഓപ്ഷൻ സി അനക്ടോട്ടൽ റെക്കോർഡ്, ഉപഖ്യാന രേഖ, ബി ഓട്ടോബയോഗ്രഫി ആത്മകഥ, സി ഇന്റർവ്യൂ അഭിമുഖം, ഡി കേസ് സ്റ്റഡി. ആൻസർ എ അനക്ടോട്ടൽ റെക്കോർഡ്, ഉപഖ്യാന രേഖ. 170ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു അഡ്രസ് സ്റ്റട്ടറിംഗ്. വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം. ഓപ്ഷൻസ് എ പർപ്പസ്ഫുൾ സ്പീച്ച്, ബോധപൂർവമുള്ള സംസാരം, ബി പ്രാക്ടിക്കൽ സ്പീച്ച്, പ്രായോഗിക സന്ദർഭങ്ങളിലുള്ള സംസാരം, സി പ്രൊലോങ്ഡ് സ്പീച്ച്, ദീർഘമായ സംസാരം, ഡി ഡിലൈഡ് സ്പീച്ച്, താമസിച്ചുള്ള സംസാരം. ആൻസർ സി പ്രൊലോങ്ഡ് സ്പീച്ച്, ദീർഘമായ സംസാരം. 171ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് ലേണിംഗ് ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ് ഈസ്. കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏത്? ഓപ്ഷൻ സി അച്ചീവ്മെന്റ് ടെസ്റ്റ്, സിദ്ധി ശോധകം, ബി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിക്ഷമത പരീക്ഷ, സി ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, അഭിഭാവമാപിനി, ഡി ഇന്റലിജൻസ് ടെസ്റ്റ്, ബുദ്ധിശോധകം. ആൻസർ എ അച്ചീവ്മെന്റ് ടെസ്റ്റ്, സിദ്ധി ശോധകം. 172ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടേം ഡെവലപ്മെന്റൽ ടാസ്ക് വാസ് പോപ്പുലറൈസ്ഡ് ബൈ. വികസന പ്രവൃത്തി എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആരാണ്? ഓപ്ഷൻസ് എ ഗെസൽ, ബി ഹാർലോക്ക്, സി ഗിൽഹാർഡ്, ഡി ഹാവിംഗ്ഹസ്റ്റ്. ആൻസർ ഡി ഹാവിംഗ്ഹസ്റ്റ്. 173ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് തിയറി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സജസ്റ്റ് ദാറ്റ് ചിൽഡ്രൻ ലേൺ അപ്രോപ്രിയേറ്റ് സൗണ്ട്സ് ആൻഡ് വേർഡ്സ് ഇൻ റിയാക്ഷൻ ടു ദെയർ പാരൻസ് റീഇൻഫോഴ്സ്മെന്റ്. രക്ഷിതാക്കളുടെ പ്രബലനത്തോടുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏതു ഭാഷാ വികസന സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എ ബിഹേവിയറിസം, വ്യവഹാരവാദം, ബി കോഗ്നിറ്റിവിസം, ജ്ഞാനനിർമ്മിതിവാദം, സി ഗസ്റ്റാലിസം, സാമഗ്ര്യവാദം, ഡി ഹ്യൂമനിസം, മാനവികവാദം. ആൻസർ എ ബിഹേവിയറിസം, വ്യവഹാരവാദം. 174ാമത്തെ ക്വസ്റ്റ്യൻ. ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. പഠനത്തെ എങ്ങനെ നിർവചിക്കാം? ഓപ്ഷൻസ് എ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിംഗ് ഫ്രം എക്സ്പീരിയൻസ്. അനുഭവങ്ങളിലൂടെ കിട്ടുന്ന സ്ഥിരമായ സ്വഭാവമാറ്റം, ബി എ ചേഞ്ച് ഇൻ ബിഹേവിയർ, സ്വഭാവമാറ്റം, സി ആൻ ഒബ്സർവബിൾ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിംഗ് ഫ്രം എക്സ്പീരിയൻസ് ഇൻ ദ എൻവയോൺമെന്റ്. അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണ യോഗ്യമായ സ്വഭാവമാറ്റം, ഡി എ റിലേറ്റീവ്ലി പെർമനന്റ് അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ. പഠനത്തിലൂടെ ആർജിച്ചെടുത്ത ആപേക്ഷിക സ്ഥിരതയുള്ള വിവരങ്ങൾ. ആൻസർ സി ആൻ ഒബ്സർവബിൾ ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിംഗ് ഫ്രം എക്സ്പീരിയൻസ് ഇൻ ദ എൻവയോൺമെന്റ്. അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണ യോഗ്യമായ സ്വഭാവമാറ്റം. 175ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ആൻ ഒബ്സർവേഷൻ ദാറ്റ് സപ്പോർട്ട്സ് നോം ചോസ്കീസ് ഐഡിയാസ് അബൌട്ട് ലാംഗ്വേജ് അക്വിസിഷൻ. താഴെ കൊടുത്തവയിൽ ഏത് നിരീക്ഷണമാണ് നോം ചോസ്കിയുടെ ഭാഷാർജ്ജനത്തെ അനുകൂലമാക്കുന്നത്? ഓപ്ഷൻസ് എ ചിൽഡ്രൻസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഫോളോസ് എ സിമിലർ പാറ്റേൺ അക്രോസ് കൾച്ചർ. കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ബി ചിൽഡ്രൻ അക്വയർ ലാംഗ്വേജ് ക്വിക്ക്ലി ആൻഡ് എഫേർട്സ്ലി. കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. സി ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കർ അറ്റ് അബൌട്ട് ദ സെയിം ഏജസ് ഇൻ മോസ്റ്റ് ചിൽഡ്രൻ. ഭാഷാ വികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഡി ഓൾ ഓഫ് ദ എബവ്. ഇവയെല്ലാം തന്നെ. ആൻസർ ഡി ആണ് ഓൾ ഓഫ് ദ എബവ്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി വാസ് പോസ്റ്റുലേറ്റഡ് ബൈ ഓപ്ഷൻസ് എ ജീൻ പിയാഷെ, ബി അബ്രഹാം മാസ്ലോ, സി വില്യം ജെയിംസ്, ഡി റോബർട്ട് ഗാഗ്നെ. ആൻസർ എ ജീൻ പിയാഷെ. Which of the academic qualities, knowledge, skill, attitude, aptitude of a student can be improved by learning? Options A. Knowledge only. B. Knowledge and skill only. C. Knowledge, skill and attitude only. D. Knowledge, skill, attitude and aptitude. Answer C. Knowledge, skill and attitude only. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി മോസ്റ്റ് എഫക്റ്റീവ്ലി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ലെക്ചർ മെത്തേഡ് ഓഫ് ടീച്ചിങ്? ഓപ്ഷൻസ് എ ഓൺലൈൻ ഏർണിംഗ്, ബി സിമുലേഷൻ എക്സസൈസ്, സി ഇൻഡിവിജ്വൽ ലബോറട്ടറി വർക്ക്, ഡി ഡെമോൺസ്ട്രേഷൻ. ആൻസർ ഡി ഡെമോൺസ്ട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എ സ്റ്റുഡൻറ് ഹാസ് ദ നോളജ് ഓഫ് ദ ടൈപ്സ് ഓഫ് ടെസ്റ്റ്, assignments and important topics which he has to be through with. He also knows how to use his skills to master them. What type of knowledge is this? Options A. Procedural, B. Metacognitive, C. Factual, D. Conceptual. Answer B. Metacognitive. അടുത്ത ക്വസ്റ്റ്യൻ എ quote from a famous educationalist is given. Identify the person from the quote. But once we realize that people have very different kinds of minds, different kinds of strengths, some people are good in thinking spatially, some in thinking language, others are very logical, other people need to be hands on and explore actively and try things out, then education, which treats everybody in the same way, is actually the most unfair education. Options A. Howard Gardner, B. Jean Piaget, C. Jerome Bruner, D. Vygotsky. Answer A. Howard Gardner. അടുത്ത ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി that can be used to evaluate a student's overall performance is dash. Options A. Summative evaluation, B. Formative evaluation, C. Performance evaluation, D. Continuous and comprehensive evaluation. Answer D. Continuous and comprehensive evaluation. അടുത്ത ക്വസ്റ്റ്യൻ which type of test items risk the maximum possibility of guessing the answer? Options A. Matching type, B. Multiple choice type, C. Alternate response type, D. Objective type. Answer C. Alternate response type. Records of specific incidents of student behavior inside and outside the classroom. Options A. Checklist, B. Cumulative record, C. Anecdotal record, D. Sociometry. Answer C. Anecdotal record. അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ഈസ് പ്രപ്പോസ്ഡ് ബൈ. ഓപ്ഷൻസ് എ ജെറോം എസ് ബ്രൂണർ, ബി ഡേവിഡ് പി ഒസബൽ, സി വൈഗോസ്കി, ഡി ആർ എം ഗാഗ്നെ. ആൻസർ ബി ഡേവിഡ് പി ഒസബൽ. അടുത്ത ക്വസ്റ്റ്യൻ ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആർട്ടിസ്റ്റ് ടീച്ചർ ടു മോൾഡ് ഹിസ് മെറ്റീരിയൽ സ്റ്റുഡൻസ് ഇൻ ദ സ്റ്റുഡിയോ സ്കൂൾ, which is the tool mentioned the statement? Options A. Models of teaching, B. Mastery learning, C. Methods of teaching, D. Curriculum. Answer D. Curriculum. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എ ടീച്ചർ യൂസസ് ഗെയിംസ് ആൻഡ് പ്ലേസ് വൈൽ ടീച്ചിങ് he is using. Options A. Extrinsic motivation, B. Intrinsic motivation, C. Neither extrinsic motivation nor intrinsic motivation, D. Both extrinsic motivation and intrinsic motivation. Answer B. Intrinsic motivation.
അടുത്ത ക്വസ്റ്റ്യൻ, എ ടെസ്റ്റ് വിച്ച് പ്രൊവൈഡ്സ് പ്രൊവിഷൻ ഫോർ റെമഡിയൽ ടീച്ചിങ്. ഓപ്ഷൻസ് എ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, സി നോം റെഫറൻസ്ഡ് ടെസ്റ്റ്, ഡി ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. ആൻസർ ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the element of models of teaching which denotes the indirect or implicit effect of the teaching. Options A nurturant effect, B social system, C instructional effect, D principle of reaction. Answer A nurturant effect. അടുത്ത ക്വസ്റ്റ്യൻ, എ സക്സസ്ഫുൾ ടീച്ചർ ഓൾവൈസ് ട്രൈസ് ടു. ഓപ്ഷൻസ് എ ടീച്ച് വാട്ട് എവർ ഹി നോസ്, B depend more on technological support, C teach at the level of to students, D conduct periodic evaluation to students. Answer C teach at the level of students. അടുത്ത ക്വസ്റ്റ്യൻ, ലേണിംഗ് തിയറി ദാറ്റ് emphasize the role of reinforcement is. Options A social cognitive theory, B cognitive constructivist theory, C cognitive theory, D behaviorist theory. Answer D behaviorist theory. Question, assessment that measures a student's performance based on mastery of a specific set of skills. Options A criterion referenced, B norm referenced, C benchmark assessment, D diagnostic assessment. Answer B norm referenced. 177th question, the period during which the reproductive system matures can be termed as. Options A childhood, B puberty, C later adolescence, D adulthood. Answer B puberty. 178th question, which of the following is the least affecting factor in learning? Options A motivation, B social status, C intelligence, D interest. Answer B social status. 179th question, the addictive use of legal and illegal substances by adolescents is called dash. Options A delinquency, B psychosis, C neurosis, D substance abuse. Answer D substance abuse. 180th question, if past memories inhibit an individual's full potential to retain new memories, it is referred as. Options A retroactive interference, B proactive interference, C memory traces, D retrieval. Answer B proactive interferences. 181th question, the ability to come up with new ideas through a mental process of connecting existing concepts. Options A motivation, B creativity, C intelligence, D interest. Answer B creativity. 182nd question, which stage is not involved in the memory process? Options A interference, B encoding, C storage, D retrieval. Answer A interference. 183th question, the approach which is not suitable for classroom management and academic engagement. Options A encourage initiative, B behavior reinforcement, C build excitement for content, D give corporal punishments. Answer D give corporal punishments. 184th question, which of the following activities is most suitable to develop cooperation among primary school children? പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ സ്റ്റോറി ടെല്ലിംഗ് കഥ പറച്ചിൽ, ബി പ്ലേസ് കളികൾ, സി ഡിസ്കഷൻ ചർച്ച, ഡി മ്യൂസിക് സംഗീതം. ആൻസർ ബി പ്ലേസ് കളികൾ.
185ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് പോസിബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത്? ഓപ്ഷൻസ് എ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി, വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ബി ഡൈവർജന്റ് തിങ്കിങ്, വ്യക്തിത്വ ചിന്ത. സി ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ്, നോവൽറ്റി ആൻഡ് ഇന്നൊവേഷൻ, ആശയ സ്പഷ്ടത, പുതുമ, നവീന ചിന്ത. ഡി കൺവർജന്റ് തിങ്കിങ്, ഏകമുഖ ചിന്ത. ആൻസർ ഡി കൺവർജന്റ് തിങ്കിങ്, ഏകമുഖ ചിന്ത. 186ാമത്തെ ക്വസ്റ്റ്യൻ, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെന്റ്. സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയതൃഷ്ണ ഇവ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാണ്. ഇവ നിർദ്ദേശിച്ചത്? ഓപ്ഷൻസ് എ മാസ്ലോ, ബി അഡ്ലർ, സി ബന്ദുര, ഡി മക്ലൻഡ്. ആൻസർ ഡി മക്ലൻഡ്. 187ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറിലി ട്രൂ വിത്ത് റിഗാർഡ് ടു ഹെറിഡിറ്റി? പാരമ്പര്യത്തെ സംബന്ധിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയാകാൻ സാധ്യത കുറഞ്ഞത് ഏത്? ഓപ്ഷൻസ് എ ഹെറിഡിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൈമറി സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹ്യ ഘടനയുടെ പ്രാഥമിക ഘടകമാണ് പാരമ്പര്യം. ബി ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യവും പാരിസ്ഥിതിക ഘടകങ്ങളും പ്രാധാന്യമുള്ള ഘടകങ്ങളാണ്. സി വി കനോട്ട് കൺട്രോൾ ദ ഹെറിഡിറ്റി ഫാക്ടേഴ്സ് ഡയറക്ട്ലി, പാരമ്പര്യ ഘടകങ്ങളെ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. ഡി ഹെറിഡിറ്റി ഈസ് ദ ഓൺലി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. ആൻസർ ഡി ഹെറിഡിറ്റി ഈസ് ദ ഓൺലി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, വ്യക്തിത്വ രൂപീകരണത്തിൽ പാരമ്പര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത്. 188ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ ക്യാൻ ബി എഡ്യൂക്കേറ്റഡ് ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയാണ് സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ് എ മൈൽഡ് ആൻഡ് മോഡറേറ്റ്, മൃദുവായതും മിതമായതും. ബി മോഡറേറ്റ് ആൻഡ് സിവിയർ, മിതമായതും തീവ്രമായതും. സി സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്, തീവ്രമായതും തീഷ്ണമായതും. ഡി പ്രൊഫൗണ്ട് ഓൺലി, തീഷ്ണമായതും മാത്രം. ആൻസർ എ മൈൽഡ് ആൻഡ് മോഡറേറ്റ്, മൃദുവായതും മിതമായതും. 189ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്കൂൾ സ്റ്റാഫ് കൗൺസിൽ ഹാസ് ഡിസൈഡഡ് ദാറ്റ് ഓൺലി ഗേൾസ് ഷുഡ് ബി അലൗഡ് ടു ബിക്കം ക്ലാസ് ലീഡേഴ്സ് ആൻഡ് സ്കൂൾ ലീഡർ. ദിസ് ഈസ് ഹിസ് ഡാഷ്. ഒരു സ്കൂൾ സ്റ്റാഫ് കൗൺസിലിൽ പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരാക്കാനും സ്കൂൾ ലീഡറാക്കാനും തീരുമാനിച്ചു. ഇത്? ഓപ്ഷൻ സി എ പ്രോഗ്രസീവ് സ്റ്റെപ്പ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ഗേൾസ്, പെൺകുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള പുരോഗനാത്മകമായ ഒരു കാൽവയ്പാണ്. ബി ഇൻ ട്യൂൺ വിത്ത് ഗ്ലോബൽ ട്രെൻഡ്സ്, ആഗോള മാറ്റങ്ങൾക്ക് അനുസൃതമാണ്. സി എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ടു സോൾവ് മെനി ഇഷ്യൂസ് ദാറ്റ് എ സ്കൂൾ ഫേസ്, സ്കൂൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പ്രായോഗിക പരിഹാര മാർഗമാണ്. ഡി എ ക്ലിയർ എവിഡൻസ് ഓഫ് ജെൻഡർ ബയസ്, വ്യക്തമായ ലിംഗ വിവേചനമാണ്. ആൻസർ ഡി എ ക്ലിയർ എവിഡൻസ് ഓഫ് ജെൻഡർ ബയസ്, വ്യക്തമായ ലിംഗ വിവേചനമാണ്. 190ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇന്റൻസ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഷോവ്ഡ് ബൈ എ ഗേൾ ടുവേർഡ്സ് ഹെർ ഫാദർ ഡ്യൂറിംഗ് ദ ഏർലി ചൈൽഡ്ഹുഡ് ഈസ് കോൾഡ്. ആദ്യ ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേര്? ഓപ്ഷൻസ് എ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, മനോലൈംഗിക വികാസം. ബി ഈഡിപ്പസ് കോംപ്ലക്സ്. സി സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണം. ഡി എലക്ട്ര കോംപ്ലക്സ്. ആൻസർ ഡി എലക്ട്ര കോംപ്ലക്സ്. 191ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്വാളിറ്റി ഓഫ് ടെസ്റ്റ് ടു ഗിവ് സെയിം സ്കോർസ് വെൻ അഡ്മിനിസ്റ്റേർഡ് അറ്റ് ഡിഫറെന്റ് ഒക്കേഷൻസ് ഈസ്.
ഏത് സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഓപ്ഷൻ എ വാലിഡിറ്റി, സാധുത, ബി ഡിഫറൻഷ്യബിലിറ്റി, വിവേചനപരത, സി ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠത, ഡി റിയലബിലിറ്റി, വിശ്വാസ്യത. ആൻസർ ഡി റിയലബിലിറ്റി, വിശ്വാസ്യത. 192ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു പിയാഷെ, ഇൻ വിച്ച് ഡെവലപ്മെന്റൽ സ്റ്റേജ് ഒബ്ജക്ട് പെർമനൻസ് ഡെവലപ്സ്? പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസ ഘട്ടത്തിലാണ് ഒബ്ജക്ട് പെർമനൻസ് എന്ന ബോധം വികസിപ്പിക്കുന്നത്? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ പീരീഡ്, ഇന്ദ്രിയ ചാലക ഘട്ടം, ബി കോൺക്രീറ്റ് ഓപ്പറേഷൻ പീരീഡ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, സി ഫോമൽ ഓപ്പറേഷൻ പീരീഡ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഡി പ്രീ ഓപ്പറേഷണൽ പീരീഡ്, പ്രാക് മനോവ്യാപാര ഘട്ടം. ആൻസർ എ സെൻസറി മോട്ടോർ പീരീഡ്, ഇന്ദ്രിയ ചാലക ഘട്ടം. 193ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ടെസ്റ്റ് ആർ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? താഴെ കൊടുത്തവയിൽ പ്രക്ഷേപണ രീതി ഏത്? ഓപ്ഷൻ എ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ബി റോഷ സിംഗുബ്ലോട്ട് ടെസ്റ്റ്, സി പേഴ്സണൽ പ്രോബ്ലം സോൾവിംഗ് സിസ്റ്റം, ഡി ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഡി ബോത്ത് എ ആൻഡ് ബി. 194ാമത്തെ ക്വസ്റ്റ്യൻ. പഠിതാവ് നേടിയ അറിവിന്റെയും നൈപുണികളുടെയും നിലവാരം എത്രത്തോളം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഡാഷ്? ഓപ്ഷൻ എ അഭിഭാവം, ബി മനോഭാവം, സി സിദ്ധി, ഡി താൽപര്യം. ആൻസർ സി സിദ്ധി. 195ാമത്തെ ക്വസ്റ്റ്യൻ. ബിനെ എന്ന അധ്യാപിക കുട്ടികളിൽ എപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ വളർത്താനുള്ള നടപടി സ്വീകരിക്കും. ഇതിന് ഏറ്റവും പറ്റിയ മാർഗം ഏതാണ്? ഓപ്ഷൻ എ പെരുമാറ്റത്തിന് വ്യക്തമായ നിയമങ്ങൾ രൂപപ്പെടുത്തി, ബി കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട്, സി എങ്ങനെ പെരുമാറണമെന്ന് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട്, ഡി മതപഠനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്. ആൻസർ ബി കുട്ടികളുമായി ധാർമ്മിക മൂല്യങ്ങൾ സംബന്ധിച്ച ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ട്. 196ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈമറി തലത്തിലെ ബോധന മാധ്യമം മാതൃഭാഷയാകണം. ഇതിന്റെ കാരണം? ഓപ്ഷൻ എ ഇത് പഠനം എളുപ്പമുള്ളതാക്കും, ബി ഇത് പഠനം അർത്ഥപൂർണമാക്കും, സി ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, ഡി ഇത് ബുദ്ധി വികസിക്കാൻ അവസരമൊരുക്കും. ആൻസർ സി ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. 197ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യു കൂടിയിരിക്കുന്നത്? ഓപ്ഷൻ എ മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ബി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, സി ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമായിരിക്കുമ്പോൾ, ഡി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുതലും തുല്യമാകുമ്പോൾ. ആൻസർ ബി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ. 198ാമത്തെ ക്വസ്റ്റ്യൻ. പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച സിദ്ധാന്തം പ്രചരിപ്പിച്ചത്? ഓപ്ഷൻ എ ഇവാൻ പാവ്ലോ, ബി കോഹ്ലർ, സി വൈഗോസ്കി, ഡി ജെറോമസ് ബ്രൂണർ. ആൻസർ ബി കോഹ്ലർ. 199ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഒരു പരീക്ഷയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടിയെ കണ്ടെത്താൻ, ബി കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം ഗ്രൂപ്പുകളായി തരംതിരിക്കാൻ, സി കുട്ടികളുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാൻ, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം. ആൻസർ ബി കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം ഗ്രൂപ്പുകളായി തരംതിരിക്കാൻ. 200ാമത്തെ ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോ നിർദ്ദേശിച്ച വളർച്ച ആവശ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ശാരീരിക ആവശ്യങ്ങൾ, ബി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക, സി ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, ഡി ആത്മസാക്ഷാത്കാരം. ആൻസർ ഡി ആത്മസാക്ഷാത്കാരം. Which among the following pairs is incorrect? Options A hierarchy of learning Gagné, B Skinner instrumental conditioning, C puzzle box Thorndike, D ktet discovery learning. Answer D ktet discovery learning. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യൂസിംഗ് ബ്രെയിൻ സ്റ്റോം എഫക്റ്റീവ്ലി ഈസ് എ ഡാഷ്?
ഓപ്ഷൻസ് എ ടീച്ചർ സെൻറ്റേഡ് അപ്രോച്ച്, ബി ലേണർ സെൻറ്റേഡ് അപ്രോച്ച്, സി ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, ഡി സബ്ജക്ട് സെൻറ്റേഡ് അപ്രോച്ച്. ആൻസർ ബി ലേണർ സെൻറ്റേഡ് അപ്രോച്ച്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പിയാഷെ അണ്ടർസ്റ്റാൻഡിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ ഗെയിം ഈസ് എ ഫീച്ചർ ഓഫ്. ഓപ്ഷൻസ് എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ആൻസർ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഫീമെയിൽസ്. ഓപ്ഷൻസ് എ ഹിപ്പ് ബിക്കംസ് വൈഡർ, ബി ബോഡി ഫാറ്റ് ഇൻക്രീസസ്, സി ആദംസ് ആപ്പിൾ ഡെവലപ്മെന്റ്, ഡി എൻലാർജ്മെന്റ് ഓഫ് മാമറി ഗ്ലാൻഡ്. ആൻസർ സി ആദംസ് ആപ്പിൾ ഡെവലപ്മെന്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റെമഡിയൽ ടീച്ചിങ് പ്രിസീഡ്സ്. ഓപ്ഷൻസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ബി ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സി സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഡി CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ആൻസർ എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമൺ ഈറ്റിംഗ് ഡിസോർഡർ affected by adolescent female is dash. Options A anorexia nervosa, B bulimia nervosa, C binge eating, D excessive eating. Answer A anorexia nervosa. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, the skill of negotiation of a teacher can be useful in. Options A preparation, B classroom management, C delivering lessons, D facilitation. Answer B classroom management. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, who emphasized the role of culture in learning. Options A Piaget, B Brunner, C Vygotsky, D Ausubel. Answer C Vygotsky. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ കോൺഷ്യസ്നസ് ഈസ് വൺ ഓഫ് ദ എയിം ഓഫ് ഡാഷ്. ഓപ്ഷൻസ് എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ബി വാല്യൂ എഡ്യൂക്കേഷൻ, സി മോറൽ എഡ്യൂക്കേഷൻ, ഡി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ആൻസർ എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, എ ചൈൽഡ്സ് അൺകൺട്രോളബിൾ ആൻഡ് ഇറാഷണൽ ഫിയർ ഓഫ് സീയിങ് എ കാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ. Options A social learning, B operant conditioning, C classical conditioning, D none of the above. Answer C classical conditioning. 11ാമത്തെ ക്വസ്റ്റ്യൻ, integration of assessment and learning occurs in. Options A diagnostic assessment, B formative assessment, C summative assessment, D self assessment. Answer B formative assessment. 12ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്ലോ ലേണർ ഹാസ് ഡാഷ്. ഓപ്ഷൻസ് എ ആവറേജ് ഇന്റലിജൻസ്, ബി ബിലോ ആവറേജ് ഇന്റലിജൻസ്, സി എബോവ് ആവറേജ് ഇന്റലിജൻസ്, ഡി ഹൈ ഇന്റലിജൻസ്. ആൻസർ ബി ബിലോ ആവറേജ് ഇന്റലിജൻസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ടേക്കിംഗ് പ്രൈവറ്റ് ട്യൂഷൻ ബൈ ടീച്ചേഴ്സ് ഈസ് അഗെയിൻസ്റ്റ്. ഓപ്ഷൻസ് എ NCF 2005, ബി KCF 2007, സി RTE ആക്ട്, ഡി നൺ ഓഫ് ദി എബോവ്. ആൻസർ സി RTE ആക്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഐഡിയ ലൈഫ് സ്പേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് എ ബ്രൂണർ, ബി വൈഗോസ്കി, സി കർട്ട് ലെവിങ്, ഡി പിയാഷെ. ആൻസർ സി കർട്ട് ലെവിൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ആഹാ മൂമെന്റ്. ഓപ്ഷൻസ് എ പ്രിപ്പറേഷൻ, ബി ഇൻക്യുബേഷൻ, സി ഇലുമിനേഷൻ, ഡി വെരിഫിക്കേഷൻ. ആൻസർ സി ഇലുമിനേഷൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടക്ടിങ് ടേം എൻഡ് എക്സാമിനേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. Options A diagnostic evaluation,
ബി ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സി സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഡി കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ആൻസർ സി സമ്മേറ്റീവ് ഇവാലുവേഷൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഫ്രോയിഡ് വിച്ച് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കംപ്ലീറ്റ് ഫോർമേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ? ഓപ്ഷൻസ് എ anal സ്റ്റേജ്, ബി phallic സ്റ്റേജ്, സി latency സ്റ്റേജ്, ഡി genital സ്റ്റേജ്. ആൻസർ ഡി genital സ്റ്റേജ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഹിൻഡ്രൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ്? ഓപ്ഷൻസ് എ എബിലിറ്റി ടു ജനറലൈസ്, ബി ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ്, സി മീനിങ്ഫുൾ മെറ്റീരിയൽ, ഡി സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡ്സ്. ആൻസർ ബി ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു KCF 2007 ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് കുഡ് ബി സ്റ്റാർട്ടഡ് ഇൻ? ഓപ്ഷൻസ് എ പ്രീ സ്കൂൾ, ബി സ്റ്റാൻഡേർഡ് 1, സി സ്റ്റാൻഡേർഡ് 2, ഡി സ്റ്റാൻഡേർഡ് 3. ആൻസർ ബി സ്റ്റാൻഡേർഡ് 1. 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് അഡോൾസിയർ ഈസ് ഫ്രം ഡാഷ് ലാംഗ്വേജ്? ഓപ്ഷൻസ് എ ഗ്രീക്ക്, ബി ലാറ്റിൻ, സി റോമൻ, ഡി പേർഷ്യൻ. ആൻസർ ബി ലാറ്റിൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് ഇൻ യുവർ ക്ലാസ് awards every opportunity for writing and drawing because he has a problem of mirror writing. This may be due to dash. Options A dyspraxia, B dyslexia, C dyscalculia, D dysgraphia. Answer D dysgraphia. 22ാമത്തെ ക്വസ്റ്റ്യൻ, ലേണിംഗ് റിക്വയർസ് ത്രൂ പ്രാക്ടീസ് ആൻഡ് റിവാർഡ്സ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്? ഓപ്ഷൻസ് എ തോണ്ടൈക്ക്, ബി സ്കിന്നർ, സി ബ്രൂണർ, ഡി ബന്ദുരെ. ആൻസർ എ തോണ്ടൈക്ക്. 23ാമത്തെ ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഓപ്ഷൻസ് എ ക്വാളിറ്റേറ്റീവ് അസസ്മെന്റ്, ബി ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്, സി സെഗ്രിഗേഷൻ, ഡി ഹോളിസ്റ്റിക്. ആൻസർ സി സെഗ്രിഗേഷൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ദ മീനിങ്ഫുൾ ഇന്റഗ്രേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് പ്രീവിയസ്ലി സ്റ്റഡീഡ് മെറ്റീരിയൽ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്? ഓപ്ഷൻസ് എ ബ്രൂണർ, ബി ഒസബൽ, സി തോണ്ടൈക്ക്, ഡി പിയാഷെ. ആൻസർ ബി ഒസബൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ലേൺഡ് തിങ്സ് വിൽ ബി ബെസ്റ്റ് റിമെമ്പേർഡ് ഈസ് based on which principle of learning? Options A primacy, B recency, C intensity, D effect. Answer B recency. 26ാമത്തെ ക്വസ്റ്റ്യൻ, the role of a teacher in constructive classroom is? Options A instructor, B moderator, C facilitator, D trainer. Answer C facilitator. 27ാമത്തെ ക്വസ്റ്റ്യൻ, സീറോ റിജക്ഷൻ പോളിസി ഈസ് കണക്റ്റഡ് വിത്ത്? ഓപ്ഷൻസ് എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ബി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സി ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഡി ഓൾ ഓഫ് ദി എബോവ്. ആൻസർ എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയറിംഗ് എക്സലന്റ് ലെസൺ പ്ലാൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ? ഓപ്ഷൻസ് എ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബി റൈറ്റിംഗ് സ്കിൽ, സി ഓർഗനൈസേഷണൽ സ്കിൽ, ഡി ഡിസിപ്ലിൻ സ്കിൽ. ആൻസർ സി ഓർഗനൈസേഷണൽ സ്കിൽ. 29ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ്? ഓപ്ഷൻസ് എ പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ്, ബി ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, സി ഗ്രൂപ്പ് പ്രോസസ്സിംഗ്, ഡി ഓട്ടോണോമി ഓഫ് ലേണർ. ആൻസർ ഡി ഓട്ടോണോമി ഓഫ് ലേണർ. 30ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബ്ലം സെന്റേർഡ് ടീച്ചിങ് ഹാപ്പൻസ് ഇൻ ഡാഷ്? ഓപ്ഷൻസ് എ മെമ്മറി ലെവൽ, ബി അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, സി റിഫ്ലക്റ്റീവ് ലെവൽ, ഡി ഓൾ ഓഫ് ദി എബോവ്. ആൻസർ സി റിഫ്ലക്റ്റീവ് ലെവൽ. 31ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് വർക്ക്സ് ഹാർഡ് ഇൻ സ്കൂൾ
to get a bicycle offered by his father for his good grades in an example of? Options A. Intrinsic motivation, B. Negative reinforcement, C. Punishment, D. Extrinsic motivation. Answer D. Extrinsic motivation. 32ാമത്തെ ക്വസ്റ്റ്യൻ. The spiral curriculum is associated with a dash. Options A. Piaget, B. Brunner, C. Skinner, D. Pavlov. Answer B. Brunner. 33ാമത്തെ ക്വസ്റ്റ്യൻ. The term spontaneous recovery relates with dash. Options A. operant conditioning, B. social learning, C. classical conditioning, D. cognitive learning. Answer C. classical conditioning. 34ാമത്തെ ക്വസ്റ്റ്യൻ. Who among the following does not belong to constructivist approach of learning? Options A. Brunner, B. Piaget, C. Vygotsky, D. Thorndike. Answer D. Thorndike. 35ാമത്തെ ക്വസ്റ്റ്യൻ. The law of organization is the key factor of learning is by. Options A. Constructivism, B. Gestalt theory, C. Connectionism, D. Associationism. Answer B. Gestalt theory. 36ാമത്തെ ക്വസ്റ്റ്യൻ. Creating a computer program to explain the phenomena earthquake is an example of dash. Options A. Training, B. Workshop, C. Simulation, D. Instruction. Answer C. Simulation. 37ാമത്തെ ക്വസ്റ്റ്യൻ. The fifth development stage of Erikson is featured by. Options A. Establish intimate relationship, B. Contribute to society, C. Sense of self, D. Sense of accomplishment. Answer C. Sense of self. 38ാമത്തെ ക്വസ്റ്റ്യൻ. The important skill of a ICT enabled classroom teacher is dash. Options A. Instructor, B. Trainer, C. Collaborator, D. Motivator. Answer C. Collaborator. 39ാമത്തെ ക്വസ്റ്റ്യൻ. The term micro teaching is associated with dash. Options A. Skinner, B. Dwight W. Allen, C. Kurt Lewin, D. Robert Sternberg. Answer B. Dwight W. Allen. 40ാമത്തെ ക്വസ്റ്റ്യൻ. Who is considered as the pioneer in the scientific study of adolescence? Options A. Jean Piaget, B. Sigmund Freud, C. Erik Erikson, D. Stanley Hall. Answer D. Stanley Hall. Which among the following is not a trait of gifted student? Options A. Unusual alertness, B. Excellent memory, C. Rapid learner, D. Stupidity. Answer D. Stupidity. The role of biological maturation in learning process was emphasized by. Options A. Ausubel, B. Brunner, C. Piaget, D. Vygotsky. Answer C. Piaget. അടുത്ത ക്വസ്റ്റ്യൻ. മോട്ടിവേഷൻ കംസ് ഫ്രം വിത്തിൻ ദ സ്റ്റുഡൻറ് ഓർ ഫ്രം ഫാക്ടേഴ്സ് ഇൻഹെറൻറ്റ് ഇൻ ദ ടാസ്ക് ബീയിങ് പെർഫോംഡ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് എ. ഇൻട്രൻസിക് മോട്ടിവേഷൻ, ബി. എക്സ്ട്രൻസിക് മോട്ടിവേഷൻ, സി. റീഇൻഫോഴ്സ്മെൻറ്റ്, ഡി. ഫീഡ്ബാക്ക്. ആൻസർ എ. ഇൻട്രൻസിക് മോട്ടിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു. Options A. Assess what the students have not learned, B. What the student have learned, C. Predict students' future performance, D. Rank students based on their performance. Answer A. Assess what the students have not learned. അടുത്ത question. A purposeful collection of student work that exhibit students' efforts, progress and achievements in different curricular area is dash.
Options A. Checklist. B. Portfolio. C. Rating scale. D. Rubrics. Answer B. Portfolio. അടുത്ത question. Choose the most appropriate term used to solve a practical problem in immediate work setting in normal class routine. Options A. Action research. B. Case study. C. Clinical supervision. D. Experimental research. Answer A. Action research. അടുത്ത question. The approach that emphasized the role of language and interpersonal relationship in enabling the learning process is dash. Options A. Cognitive constructivism. B. Critical pedagogy. C. Gestalt's theory. D. Social constructivism. Answer D. Social constructivism. അടുത്ത question. The addictive use of legal and illegal substances by adolescents is called. Options A. Delinquency. B. Psychosis. C. Neurosis. D. Substance abuse. Answer D. Substance abuse. അടുത്ത question. Overlearning is a strategy for enhancing. Options A. Memory. B. Interest. C. Aptitude. D. Forgetting. Answer A. Memory. അടുത്ത question. Main aspects of inclusive education includes. Options A. Zero rejection policy. B. Education of CWSN in a least restrictive environment. C. Flexibility in planning. D. All of the above. Answer D. All of the above. അടുത്ത question. A teacher who promotes creativity in her classroom must encourage. Options A. Closed-ended questions. B. Open-ended questions. C. Teacher talk. D. Direct instruction. Answer B. Open-ended questions. അടുത്ത question. Effective teaching is mainly depend upon. Options A. Teachers' communication skills. B. Teachers' interest in teaching. C. Teachers' attitude towards teaching. D. Students' level of intelligence. Answer A. Teachers' communication skill. അടുത്ത question. Right to education covers children between the age group. Options A. 6 to 18 years. B. 6 to 14 years. C. 6 to 15 years. D. 6 to 17 years. Answer B. 6 to 14 years. അടുത്ത question. The humanistic model of hierarchy of needs was developed by. Options A. Carl Rogers. B. Eric Berne. C. Abraham Maslow. D. Erikson. Answer C. Abraham Maslow. അടുത്ത question. An act of the Parliament of India which describes the modalities of the importance of free and compulsory education for children between the age of 6 to 14 years is. Options A. NCF. B. KCF. C. RTE. D. PWD. Answer C. RTE. Learning disability may occur due to all of the following except. താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമാകാനിടയില്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ. കൾച്ചറൽ ഫാക്ടേഴ്സ് സാംസ്കാരിക ഘടകങ്ങൾ. ബി. ഇമോഷണൽ ഡിസ്റ്റർബൻസ് വൈകാരിക പ്രശ്നങ്ങൾ. സി. ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് പെരുമാറ്റ വൈകല്യങ്ങൾ. ഡി. സെറിബ്രൽ ഡിസ്ഫങ്ഷൻ സെറിബ്രത്തിന്റെ തകരാറ്. ആൻസർ എ. കൾച്ചറൽ ഫാക്ടേഴ്സ് സാംസ്കാരിക ഘടകങ്ങൾ. 127ാമത്തെ ക്വസ്റ്റ്യൻ. എ ചൈൽഡ് കൺഫ്യൂസ് ദ നമ്പർ 25 ആസ് 52 ആൻഡ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ബി ആസ് ഡി. In which category this child belongs?
ഒരു കുട്ടി 25-നെ 52ആയും ബിയെ ഡി ആയും സംശയിക്കുന്നു. ഈ കുട്ടി താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് എ മെന്റൽ ഇമ്പയർമെന്റ് ബുദ്ധിമാന്ദ്യം, ബി ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം, സി വിഷ്വൽ ഇമ്പയർമെന്റ് കാഴ്ച വൈകല്യം, ഡി മെന്റൽ റിട്ടാർഡേഷൻ മാനസിക വൈകല്യം. ആൻസർ ബി ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യം. 128ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫോർമുല ഓഫ് ഡിറ്റർമൈൻ IQ വാസ് ഫസ്റ്റ് പ്രസന്റഡ് ബൈ. IQ നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് എ ആൽഫ്രഡ് ബിനെ, ബി വില്യം സ്റ്റേൺ, സി ഗിൽഫോർഡ്, ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ ബി വില്യം സ്റ്റേൺ. 129ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മാച്ചിങ് വിത്ത് സോഷ്യൽ മോട്ടീവ്സ്? സാമൂഹിക ചോദകങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതിനോടാണ് യോജിക്കുന്നത്? ഓപ്ഷൻസ് എ പ്രൈമറി, ബി സെക്കൻഡറി, സി പേഴ്സണൽ, ഡി നൺ ഓഫ് ദിസ്. ആൻസർ ബി സെക്കൻഡറി. 130ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ റൈറ്റ് ഓർഡർ ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സജസ്റ്റഡ് ബൈ പിയാഷെ? പിയാഷയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിന്റെ ശരിയായ ക്രമം ഏതാണ്? കൂട്ടുകാർ തന്നെ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഓപ്ഷൻ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൂട്ടുകാർ സ്വയം ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ആൻസർ ബി ആണ്. സെൻസറി മോട്ടോർ പീരീഡ്, പ്രീ ഓപ്പറേഷണൽ പീരീഡ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ്, ലാസ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ പീരീഡ്. 131ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഡിമാൻഡ് ദ ലീസ്റ്റ് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റീസ്? താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പേശി ചലനം ആവശ്യപ്പെടുന്നത്? ഓപ്ഷൻസ് എ റൈറ്റിംഗ് വിത്ത് എ പെൻ പേന കൊണ്ട് എഴുതൽ, ബി കളറിംഗ് വിത്ത് ക്രയോൺസ് ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ, സി പിക്കിംഗ് അപ്പ് നീഡിൽ ഫ്രം ദ ഫ്ലോർ തറയിൽ നിന്ന് സൂചി പിറക്കിയെടുക്കൽ, ഡി പിക്കിംഗ് അപ്പ് റെഡ് അബ്രസ് ഫ്രം എ സ്മൂത്ത് ഫ്ലോർ മിനുസുമുള്ള തറയിൽ നിന്നും മഞ്ചാടി പിറക്കൽ. ആൻസർ ബി കളറിംഗ് വിത്ത് ക്രയോൺസ് ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ. 132ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ടേം ഡിസ്ലെക്സിയ? താഴെ കൊടുത്തവയിൽ ഡിസ്ലെക്സിയ എന്ന പദവുമായി ബന്ധപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ് എ റീഡിംഗ് ഡിസോർഡർ വായനാ വൈകല്യം, ബി ബിഹേവിയർ ഡിസോർഡർ പെരുമാറ്റ വൈകല്യം, സി മെന്റൽ ഡിസോർഡർ മാനസിക വൈകല്യം, ഡി മാത്തമാറ്റിക്കൽ ഡിസോർഡർ ഗണിത പഠന വൈകല്യം. ആൻസർ എ റീഡിംഗ് ഡിസോർഡർ വായനാ വൈകല്യം. 133ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആർ? ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏത്? ഓപ്ഷൻസ് എ സെമാൻറ്റിക്സ് അർത്ഥം, ബി സിൻടാക്സ് വാക്യഘടന, സി മോർഫിംസ് രൂപിമം, ഡി ഫോണിംസ് സ്വനിമം. ആൻസർ സി മോർഫിംസ് രൂപിമം. 134ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സോൾവ് ക്ലാസ് റൂം പ്രോബ്ലംസ്? ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻസ് എ സർവേ, ബി കേസ് സ്റ്റഡി, സി ആക്ഷൻ റിസർച്ച്, ഡി ഒബ്സർവേഷൻ. ആൻസർ സി ആക്ഷൻ റിസർച്ച്. 135ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് ദ ബേസ് ഓഫ് ഹെയറാർക്കി ഓഫ് നീഡ്സ് മാസ്ലോ ഡിസ്ക്രൈബ്? മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ്? ഓപ്ഷൻസ് എ സോഷ്യൽ നീഡ്സ്, ബി സേഫ്റ്റി നീഡ്സ്, സി സൈക്കോളജിക്കൽ നീഡ്സ്, ഡി ഗ്രോത്ത് നീഡ്സ്. ഇത് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു മാസ്ലോന്റെ ഹെയറാർക്കി ഓഫ് നീഡ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ച് വേണം പഠിക്കാനായിട്ട്. കണ്ടോ ഇപ്പൊ ചോദിച്ചേക്കണ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? ഏതാണ്?
ആൻസർ സി ആണ്, ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരിക ആവശ്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 136ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗ്രേഡിംഗ് ചിൽഡ്രൻ? കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിന്റെ ഉദ്ദേശം എന്ത്? ഓപ്ഷൻസ് എ, അലൗ ടീച്ചേഴ്സ് ടു ജഡ്ജ് സ്റ്റുഡന്റ് എബിലിറ്റി, അധ്യാപികയ്ക്ക് കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്തുന്നതിന്. ബി, പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് എ സ്റ്റുഡൻസ് പ്രോഗ്രസ്, കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്. സി, ഇൻഫോം പാരന്റ്സ് അബൌട്ട് ഹൗ സ്മാർട്ട് ദ ചൈൽഡ് ഈസ്, കുട്ടികൾ എത്രമാത്രം മിടുക്കന്മാരാണെന്ന് രക്ഷിതാവിനെ അറിയിക്കുന്നതിന്. ഡി, കമ്പൽ സ്റ്റുഡൻസ് ടു വർക്ക് ഹാർഡ്, കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിന്. ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണ്, പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് എ സ്റ്റുഡൻസ് പ്രോഗ്രസ്, കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്. 137ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ഒസബൽ, പാവലോ, ബി എഫ് സ്കിന്നർ, കോഹ്ലർ. അടുത്തത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, മീനിങ് ലേണിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. 4ാമത്തെ ഓപ്പറന്റ് കണ്ടീഷനിങ്. അപ്പൊ കൂട്ടുകാർ തന്നെ ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ. ആൻസർ എ ആണ്. എ എന്ന് പറയുന്നത് ആരാണ്? ഒസുബല്. ഒസുബൽ ഏതായിരിക്കും? മീനിങ് ലേണിംഗ് തിയറിയാണ്. 2ാമത്തെ പാവലോ. പാവലോ ആരാണ്? പാവലോ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അടുത്തത് ബി എഫ് സ്കിന്നർ. സ്കിന്നർ ഓപ്പറന്റ് കണ്ടീഷനിങ്. കോഹ്ലറോ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തിയറീസ് ഒക്കെ ആരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളൊരു നോട്ടിലൊന്ന് എഴുതി വെക്കണം കേട്ടോ. എക്സാമിന് പോണേക്ക് മുമ്പ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ തിയറീസ് എഴുതിയേക്കുന്നത് ആരാന്ന് ഒന്ന് നോട്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 138ാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ജന, എ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്, ഡസ് നോട്ട് ടോക്ക് മച്ച് അറ്റ് ഹോം ബട്ട് ടോക്സ് എ ലോട്ട് അറ്റ് സ്കൂൾ. ദിസ് ഷോസ് ദാറ്റ്. അഞ്ജന 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവൾ വീട്ടിൽ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ, എന്നാൽ സ്കൂളിൽ എത്തിയാൽ അവൾ വാചാലയാകും. ഇത് കാണിക്കുന്നത്. ഓപ്ഷൻസ് എ, ദ സ്കൂൾ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ചിൽഡ്രൻ ടു ടോക്ക് എ ലോട്ട്, സ്കൂളിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. ബി, ടീച്ചേഴ്സ് ഡിമാൻഡ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ടോക്ക് ടു എ ലോട്ട് അറ്റ് സ്കൂൾ, സ്കൂളിൽ കുട്ടികൾ കൂടുതൽ സംസാരിക്കണമെന്ന് അധ്യാപകർ നിർദ്ദേശിക്കുന്നു. സി, ഷീ ഡസ് നോട്ട് ലൈക്ക് ഹെർ ഹോം അറ്റ്മോസ്ഫിയർ, അവൾ വീട്ടിലെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നില്ല. ഡി, ഹെർ തോട്ട്സ് ഗെറ്റ് അക്നോളജ്ഡ് അറ്റ് സ്കൂൾ, അവളുടെ ചിന്തകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് സ്കൂളിലാണ്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്, ഹെർ തോട്ട്സ് ഗെറ്റ് അക്നോളജ്ഡ് അറ്റ് സ്കൂൾ, അവളുടെ ചിന്തകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് സ്കൂളിലാണ്. 139ാമത്തെ ക്വസ്റ്റ്യൻ, ഹു എക്സ്പ്ലെയിൻ ദാറ്റ് ദർ ഇസ് എ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD ഇൻ ദ ബ്രെയിൻ ഓഫ് എവറി ഇൻഡിവിജ്വൽ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ വികാസത്തിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഉപകരണം LED ഉണ്ടെന്ന് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ് എ, ചോംസ്കി, ബി, സ്കിന്നർ, സി, വൈഗോസ്കി, ഡി, പിയാഷെ. ഇതും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് LAD എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം ആരാണ്? ഓപ്ഷൻ എ, ചോംസ്കി. ഓക്കെ, 142ാമത്തെ ക്വസ്റ്റ്യൻ, ടീച്ചർ ടോൾഡ് ദ സ്റ്റുഡൻസ് ടു ഡ്രോ 4 triangles ഇൻ ദർ നോട്ട്ബുക്ക്, ദെൻ ഇൻസ്ട്രക്ടഡ് ടു മെഷർ ആൻഡ് ടേക്ക് ദ ടോട്ടൽ ഓഫ് all the angles of each triangle. The total of each triangle was found to be 180 degree. From this they found that sum of the all angles of a triangle is 180 degree. The method used here is dash. അധ്യാപകൻ കുട്ടികളോട് അവരുടെ നോട്ട്ബുക്കിൽ 4 ത്രികോണങ്ങൾ വരയ്ക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഓരോ ത്രികോണത്തിന്റെയും അളവുകൾ അളന്ന് അവയുടെ തുക കാണാൻ പറഞ്ഞു. ഓരോ ത്രികോണത്തിന്റെയും കോണുകളുടെ തുക 180 എന്നാണ് കിട്ടിയത്. ഇതിൽ നിന്ന് അവർ കണ്ടെത്തിയത് ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നാണ്. ഇവിടെ ഉപയോഗിച്ച രീതി. ഓപ്ഷൻസ് എ, ഇൻഡക്റ്റീവ് മെത്തേഡ് ആഗമന രീതി, ബി, ഡിഡക്റ്റീവ് മെത്തേഡ് നിഗമന രീതി, സി, ലബോറട്ടറി മെത്തേഡ് പരീക്ഷണ രീതി, ഡി, ഡ്രോയിങ് മെത്തേഡ് ചിത്രരചനാ രീതി.
ആൻസർ ബി ഡിഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി. 141 ക്വസ്റ്റ്യൻ. ദ ലേണിംഗ് കൺസെപ്റ്റ് വിൽ ബി ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ് ബൈ ദ ലേണർ ആൻഡ് മോർ ക്ലാരിറ്റി വിൽ ബി മെയ്ഡ് ബൈ ദംസെൽസ് ത്രൂ സെൽഫ് ലേണിംഗ്. ദിസ് മെറ്റാകോഗ്നിറ്റീവ് ലെവൽ ഓഫ് അസസ്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പരിശോധിച്ച് ആശയങ്ങൾ ഗ്രഹിക്കുന്ന ഒരു മെറ്റാകോഗ്നിറ്റീവ് തലവും വിലയിരുത്തുന്നതിലുണ്ട്. ഇതിനെ പറയുന്നത് ഓപ്ഷൻ എ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ. ബി അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. സി അസസ്മെന്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. ഡി ഓൾ ഓഫ് ദ എബോവ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ സി അസസ്മെന്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. 142 ക്വസ്റ്റ്യൻ. ആദർശ് വാസ് നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിംഗ് ബുക്സ്. ഹിസ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് പെർസ്യൂഡഡ് ഹിം ടു റീഡ് ബുക്സ്. In the beginning, his response was negative, but later reading became a habit of his life. Related with personality, this is an example of dash. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ആദർശ് വായന തുടങ്ങിയത്. എന്നാൽ പിന്നീട് വായന തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഓപ്ഷൻ എ ഇൻക്യുബേഷൻ, ബി പ്രിപ്പറേഷൻ, സി ഓറിയന്റേഷൻ, ഡി ഫങ്ഷണൽ ഓട്ടോണോമി. ആൻസർ ഡി ഫങ്ഷണൽ ഓട്ടോണോമി. 143 ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേജസ് ഡസ് നോട്ട് ബിലോങ്സ് ടു പിയാഷെസ് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത്? നമ്മൾ നേരത്തെ ഇങ്ങനെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലേ? അതൊരു വേറെ ടൈപ്പിലാണ് ചോദിച്ചിരുന്നത്. ഇതെന്തായിരിക്കും? പെട്ടെന്ന് തന്നെ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസ് പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പിന്നെ അതിന് പെട്ടെന്ന് പെടാത്തത് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണ്, ഐക്കോണിക് സ്റ്റേജ്. 144 ക്വസ്റ്റ്യൻ. ദ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് തിയറി ഈസ് പ്രൊപ്പോസ്ഡ് ബൈ? ഓപ്ഷൻ എ കാൾ റോജർ, ബി ഫ്രോയിഡ്, സി ജങ്, ഡി പിയാഷെ. ആൻസർ ബി ഫ്രോയിഡ്. 145 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേണർ സെന്റർഡ് ടീച്ചിങ് സ്ട്രാറ്റജി? ഓപ്ഷൻ എ കോഓപ്പറേറ്റീവ് ലേണിംഗ്, ബി ബ്രെയിൻ സ്റ്റോമിംഗ്, സി ഡിസ്കഷൻ, ഡി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ആൻസർ ഡി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. 146 ക്വസ്റ്റ്യൻ. ദ ഹ്യൂമനിസ്റ്റിക് മോഡൽ ഓഫ് ഹൈറാർക്കി ഓഫ് നീഡ്സ് വാസ് ഡെവലപ്ഡ് ബൈ? ഓപ്ഷൻ എ കാൾ റോജേഴ്സ്, ബി എറിക് ബെറിങ്, സി അബ്രഹാം മാസ്ലോ, ഡി എറിക്സൺസ്. ആൻസർ സി അബ്രഹാം മാസ്ലോ. 147 ക്വസ്റ്റ്യൻ. ആൻ അൺകോൺഷ്യസ് പ്രോസസ് വെയർ പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഷെയിംഫുൾ തോട്ട്സ് എക്സെട്ര are removed from conscious mind by pushing down them to unconscious mind. Options A regression, B suppression, C aggression, D repression. Answer D repression. 148 question. Which of the following strategy is most suitable for inclusive education? Options A multisensory teaching, B peer tutoring, C cooperative learning, D all of the above. Answer D all of the above. 149 question. Levin's field theory can be expressed by the formula. Options A F is equal to B of PE, B equal to F of PE, C F equal to LE, D B equal to HE. ആൻസർ ബി ആണ്. ബി is equal to F of PE. ബി എന്താണ്? ബി is the behavior, F is the function, P is the person or individual, E is the total enrollment of student. 150 question. National Curriculum Framework NCF was framed in? Options A 2004, B 2005, C 2003, D 2009. മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF ഫോം ചെയ്തത് എന്നാന്നുള്ളത്. ആൻസർ ഏതാണ്?
ആൻസർ ബി ആണ് 2005. If a teacher uses games and plays while teaching, he is using. അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്ന ഒരു അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത്. ഓപ്ഷൻസ് എ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ബാഹ്യ അഭിപ്രേരണ, ബി ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണ, സി നെയ്തർ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നോർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണയോ ബാഹ്യ അഭിപ്രേരണയോ അല്ല, ഡി ബോത്ത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും കൂടിച്ചേർന്നത്. ആൻസർ ബി ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണ. 52ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സീക്വൻസ് ഇൻ ടീച്ചിങ് ഈസ് ഡാഷ്. അധ്യാപനത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ക്രമമാണ് ഡാഷ്. കൂട്ടുകാർ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ കൂട്ടുകാർ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ആൻസർ ഡി ആണ്. പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. ആസൂത്രണം, അധ്യാപനം, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ, ജോൺ സെലിബ്രേറ്റ്സ് ദ വിക്ടറി ഓഫ് ഹിസ് ടീം ആൻഡ് ഫീൽസ് സാറ്റിസ്ഫൈഡ്. ഹി ഈസ് യൂസിങ് ദ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ജോൺ അവന്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ ഉപയോഗിക്കുന്ന സമയോജന തന്ത്രം ഏത്? ഓപ്ഷൻസ് എ കോമ്പൻസേഷൻ, അനുപൂരണം, ബി പ്രൊജക്ഷൻ, പ്രക്ഷേപണം, സി റാഷണലൈസേഷൻ, യുക്തീകരണം, ഡി ഐഡന്റിഫിക്കേഷൻ, താദാത്മീകരണം. ആൻസർ ഡി ഐഡന്റിഫിക്കേഷൻ, താദാത്മീകരണം. ഓക്കെ. 54ാമത്തെ ക്വസ്റ്റ്യൻ, അരുൺ എ പ്രൈമറി സ്കൂൾ സ്റ്റുഡന്റ് ട്രൈസ് ടു ഡു ഹിസ് ഫീഡിംഗ്, ഡ്രസ്സിംഗ് എക്സെട്ര by himself. According to Erickson's theory, he belongs to stage of dash. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു. എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന ഘട്ടമാണ് ഡാഷ്. ഓപ്ഷൻസ് എ ഓട്ടോണോമി വേഴ്സസ് ഷെയിം, സ്വേച്ഛാ പ്രതികരണവും സംശയവും, ബി ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, മുൻകൈ എടുക്കലും കുറ്റബോധവും, സി ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, സത്യവും പ്രതിസന്ധിയും, ഡി ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, കർമ്മോത്സുകതയും അപകർഷതയും. ആൻസർ ബി ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, മുൻകൈ എടുക്കലും കുറ്റബോധവും. 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡീലിംഗ് എ ഗിഫ്റ്റഡ് ചൈൽഡ് ഈസ് ഡാഷ്. പ്രതിഭാധനരായ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി. ഓപ്ഷൻസ് എ എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ബി പിയർ ഇൻസ്ട്രക്ഷൻ, സി ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ, ഡി മീഡിയേറ്റർ ഇൻസ്ട്രക്ഷൻ. ആൻസർ എ എൻറിച്ച്മെന്റ് പ്രോഗ്രാം. 56ാമത്തെ ക്വസ്റ്റ്യൻ, എ ചൈൽഡ് ഷോസ് ഒബീഡിയൻസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് പണിഷ്മെന്റ്. ഹി ബിലോങ്സ് ടു ദ മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജ് സജസ്റ്റഡ് ബൈ ലോറൻസ് കോൾബർഗ്. ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. ലോറൻസ് കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്നത്. ഓപ്ഷൻസ് എ പ്രീ കൺവെൻഷണൽ, ബി കൺവെൻഷണൽ, സി പോസ്റ്റ് കൺവെൻഷണൽ, ഡി നൺ ഓഫ് ദീസ്. ആൻസർ എ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്. Who among the following studied the emotional development in infants? ശൈശവഘട്ടത്തിലുള്ള കുട്ടികളുടെ വൈകാരിക വികാസത്തെ വിശദീകരിച്ചത് ആര്? ഓപ്ഷൻസ് എ ആൽബർട്ട് ബന്ദുര, ബി കാതറിൻ ബ്രിഡ്ജ്, സി ഇവാൻ പാവലോ, ഡി വിൽഹം വൂണ്ട്. ആൻസർ ബി കാതറിൻ ബ്രിഡ്ജ്. 58ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫാക്ടർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ഇൻബോൺ ട്രെയിൽസ്. ജന്മസിദ്ധമായ എല്ലാ സ്വഭാവ സവിശേഷതകൾക്കും കാരണം എന്താണ്? ഓപ്ഷൻസ് എൻ എൻവയോൺമെന്റ്, ബി കൾച്ചർ, സി എഡ്യൂക്കേഷൻ, ഡി ഹെറിഡിറ്റി. ഇതൊരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ ഡി ഹെറിഡിറ്റി. 59ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പൈലേഷൻ ഓഫ് അക്കാഡമിക് വർക്ക് ആൻഡ് അതർ ഫോം ഓഫ് എഡ്യൂക്കേഷണൽ എവിഡൻസ് ഫോർ ഇവാലുവേറ്റിംഗ് ലേണിംഗ് പ്രോഗ്രസ് ഈസ് കോൾഡ് ഡാഷ്.
അക്കാദമീയ പ്രവർത്തനങ്ങളും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മൂല്യനിർണ്ണയത്തിനായി ഒന്നിച്ചു സൂക്ഷിക്കുന്നതാണ് ഡാഷ്. ഓപ്ഷൻസ് എ പോർട്ട്ഫോളിയോ, ബി ആക്ഷൻ റിസർച്ച്, സി പ്രോജക്റ്റ്, ഡി അനക്ടോട്ടൽ റെക്കോർഡ്. ആൻസർ എ പോർട്ട്ഫോളിയോ. 60ാമത്തെ ക്വസ്റ്റ്യൻ. എറിക്സൺസ് തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് അഡോളസൻസ് റെവേഴ്സ് ദ സ്റ്റേജ്. എറിക്സന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെ? കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എറിക്സന്റെ തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് വരും, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഈ അഡോളസൻസിൻ്റെ കാര്യം വരുന്നത് എറിക്സന്റെ ഏത് സ്റ്റേജിലായിരിക്കും? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതിലാണ്? ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ സി ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. 61ാമത്തെ ക്വസ്റ്റ്യൻ. ഹു കോയിൻഡ് ദ ടേം ഇമോഷണൽ ഇന്റലിജൻസ്? വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? ഓപ്ഷൻസ് എ ഗോൾമാൻ, ബി തേഴ്സ്റ്റൺ, സി ഗാർട്ട്നർ, ഡി ബിനെ. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആളാരാണ്? ഗോൾമാൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പേരെയും കൂടി ഓർക്കണം. അതായത് ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് കുറച്ച് തിയറീസ് കൊണ്ടുവന്നവരുണ്ട്. അപ്പോൾ അവരെയും കൂടി ഈ കൂട്ടത്തിൽ നമുക്കൊന്ന് ഓർത്തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നത് തേഴ്സ്റ്റൺ ആണ്. സെക്കൻഡ് വൺ 2 ഫാക്ടർ തിയറി, സ്പിയർമാൻ. തേർഡ് വൺ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി, ഹവാർഡ് ഗാർട്ട്നർ. അടുത്ത ഫോർത്ത് വൺ 3 ഡയമെൻഷണൽ മോഡൽ, ഗിൽഫോർഡ്. ഫിഫ്ത്ത് വൺ ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്, റോബർട്ട് സ്റ്റേൺബർഗ്. അപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ 5 പേരെയും കൂടി ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. 62ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് SI മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ. ഭൗതിക വ്യവഹാരത്തിന്റെ വിവിധ മാനങ്ങൾ ഉൾപ്പെടുത്തി ഘടക അപഗ്രഥനത്തിലൂടെ ബുദ്ധി മാതൃക വികസിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് എ ഗോൾമാൻ, ബി സ്പിയർമാൻ, സി ഗാർഡ്നർ, ഡി ഗിൽഫോർഡ്. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? നമ്മൾ നേരത്തെ കുറച്ച് പേരെ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞില്ലേ, അവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ട്. അതായത് ഗിൽഫോർഡാണ്. 3 ഡയമെൻഷണൽ മോഡലിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ 3 ഡയമെൻഷണൽ മോഡൽ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാലും ഗിൽഫോർഡാണ്. അതുപോലെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ, ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. ഇങ്ങനെ 2 രീതിയിൽ ചോദിച്ചാലും ഇതിൻ്റെ ആൻസർ എന്താണ്? ഗിൽഫോർഡ് എന്നാണ് ആൻസർ. 63ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പിയാഷെസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ അസ്യുമിലേഷൻ, സ്വാംശീകരണം, ബി അക്കോമഡേഷൻ, അധിനിവേശനം, സി സ്കഫോൾഡ്, ഡി സ്കീമ. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, സ്കഫോൾഡ്. ബാക്കിയെല്ലാം തന്നെ പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 64ാമത്തെ ക്വസ്റ്റ്യൻ. ബിഹേവിയർ ഈസ് ലേൺഡ് ബൈ എ റിപ്പീറ്റീവ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ റെസ്പോൺസ് ആൻഡ് ദ സ്റ്റിമുലസ്. ദിസ് തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത്. വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തം ഏതാണെന്ന്? ഓപ്ഷൻസ് എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണിക അനുബന്ധന സിദ്ധാന്തം, ബി ഇൻസൈറ്റ് ലേണിംഗ്, അന്തർദൃഷ്ടി പഠനം, സി സോഷ്യൽ ലേണിംഗ്, സാമൂഹിക പഠനം, ഡി കൊളാബറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം. ആൻസർ എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണിക അനുബന്ധന സിദ്ധാന്തം. 65ാമത്തെ ക്വസ്റ്റ്യൻ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യം എന്ത്? ഓപ്ഷൻസ് എ ടു ഡെവലപ്പ് ആൻ ഇൻഡിവിജ്വൽ സ്ട്രെങ്സ് ആൻഡ് ഗിഫ്റ്റ്, വ്യക്തികളുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന്. ബി ടു എൻകറേജ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് പാരന്റ്സ്, മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്. സി ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന്. ഡി ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റീസ്, വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്, ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിലിറ്റീസ്, വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്. 66ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോർമേറ്റീവ് അസസ്മെന്റ് സ്ട്രാറ്റജി? സംരചന മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടാത്തത് ഏത്?
ഓപ്ഷൻ എ ക്വസ്റ്റ്യനിങ് ചോദ്യാവലി, ബി തിങ്ക് പെയർ ഷെയർ, സി ആനുവൽ എക്സാമിനേഷൻ വാർഷിക പരീക്ഷ, ഡി സ്റ്റുഡൻസ് റിഫ്ലക്ഷൻ. ആൻസർ സി ആനുവൽ എക്സാമിനേഷൻ. 67ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഷുഡ് ഹാവ് കോൺസ്റ്റന്റ് പ്രാക്ടീസ് ഇൻ വാട്ട് ഹാസ് വൺസ് ബീൻ ലേൺഡ്. ദിസ് ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻസ് എ ലോ ഓഫ് റെഡിനെസ്, ബി ലോ ഓഫ് ഡിസ്യൂസ്, സി ലോ ഓഫ് യൂസ്, ഡി ലോ ഓഫ് എഫക്റ്റ്. ആൻസർ സി ലോ ഓഫ് യൂസ്. 68ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ക്യാൻ ബി വ്യൂവ്ഡ് ഇൻ എ 3-dimensional പാറ്റേൺ. ഹൂ സജസ്റ്റഡ് ദിസ് വ്യൂ പോയിന്റ്? ഓപ്ഷൻസ് എ തേഴ്സ്റ്റൺ, ബി സ്പിയർമാൻ, സി തോണ്ടൈക്ക്, ഡി ഗിൽഫോർഡ്. ആരായിരിക്കും ഇതിൻ്റെ ഉത്തരം? ചാടി കയറി പറഞ്ഞേ. ആൻസർ ഏതാണ്? ആൻസർ ഡി ഗിൽഫോർഡ്. എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലേ? ആർക്കും തെറ്റിയൊന്നുമില്ലല്ലോ? കറക്റ്റ് അല്ലേ നമ്മുടെ ആൻസർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 69ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓഥർ ഓഫ് ദ ബുക്ക് കണ്ടീഷണൽ റിഫ്ലക്സസ്. ഓപ്ഷൻസ് എ സ്റ്റാൻലി ഹോൾ, ബി മക് ക്ലെല്ലൻഡ്, സി ഇവാൻ പാവലോ, ഡി ബി എഫ് സ്കിന്നർ. ആൻസർ സി ഇവാൻ പാവലോ. 70ാമത്തെ ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി. ഓപ്ഷൻസ് എ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ബി സൈക്കോളജിക്കൽ നീഡ്സ്, സി ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, ഡി സെൽഫ് എസ്റ്റീം നീഡ്സ്, ഇ സേഫ്റ്റി നീഡ്സ്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്. നോക്കിക്കേ, എ ഡി സി ഇ ബി. 71ാമത്തെ ക്വസ്റ്റ്യൻ, PWD ആക്ട് എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് എ 1993, ബി 1994, സി 1995, ഡി 1996. ആൻസർ സി 1995. 72ാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിംഗ് അഡോളിസൻസ്. ഓപ്ഷൻസ് എ ആങ്സൈറ്റി ഡിസോർഡർ, ബി ഡേ ഡ്രീമിംഗ്, സി ഈഗോസെൻട്രിസം, ഡി ഐഡന്റിറ്റി ക്രൈസിസ്. അഡോളിസൻസിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്, ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഈ ഐഡന്റിറ്റി ക്രൈസിസ് ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ആരാണ് പറഞ്ഞത്? നമ്മുടെ എറിക്സൺ ആണ്. ഓക്കെ. 73ാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റുഡന്റ് scolded by the headmaster by hit his peers in the school. This is an example of dash. Options A displacement, B regression, C sublimation, D projection. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ആൻസർ ഏതായിരിക്കും? ആൻസർ എ ഡിസ്പ്ലേസ്മെന്റ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ഇന്റലിജൻസ് ക്വോഷ്യന്റ് IQ? IQ ആരാണ് കൊണ്ടുവന്നത്? ആരാണ് പറഞ്ഞത് IQനെ കുറിച്ചിട്ട്? ഓപ്ഷൻസ് എ വില്യം സ്റ്റേൺ, ബി ബിനറ്റ്, സി ടിയർമാൻ, ഡി സൈമൺ. ആൻസർ ഏതായിരിക്കും? ആൻസർ എ ആണ്, വില്യം സ്റ്റേൺ. 75ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following method exploits the maximum inclusive skills of students while learning? താഴെ പറയുന്ന ഏത് രീതിയാണ് പഠനത്തിൽ കുട്ടികളുടെ അന്വേഷണാത്മക നൈപുണികളെ കൂടുതലായി ചൂഷണം ചെയ്യുന്നത്? ഓപ്ഷൻസ് എ പ്രോബ്ലം സോൾവിംഗ്, പ്രശ്ന നിർദ്ധാരണം, ബി ഗ്രൂപ്പ് ഡിസ്കഷൻ, സംഘ ചർച്ച, സി കോപ്പറേറ്റീവ് ലേണിംഗ്, സഹകരണ പഠനം, ഡി റിഫ്ലക്റ്റീവ് ടീച്ചിങ്, പ്രതിഫലന ബോധനം. ആൻസർ ഏതാണ്? ആൻസർ എ പ്രോബ്ലം സോൾവിംഗ്, പ്രശ്ന നിർദ്ധാരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ സ്വയം ബഹുമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത്? ഓപ്ഷൻസ് എ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ, ബി ടീച്ചറുടെ അംഗീകാരം, സി കൂട്ടുകാരുടെ സ്വാധീനം, ഡി രക്ഷാകർതൃ രീതികൾ. ആൻസർ എ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വൈകാരിക അവസ്ഥയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ വികാരം സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കുന്നു, ബി വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു, സി വികാരം മാനസിക അന്തരീക്ഷത്തെ ബാധിക്കുന്നു, ഡി വികാരം മാനസിക കഴിവുകളെ തടസ്സപ്പെടുത്തുന്നു. ആൻസർ ബി വികാരം ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
തന്നിട്ടുള്ള വിവരങ്ങളെ ചെറുഘടകങ്ങളായി വിഘടിപ്പിച്ച് വിശകലനം ചെയ്യുന്നതിനെ പറയുന്നത്? ഓപ്ഷൻസ് എ മൂല്യനിർണയം, ബി അപഗ്രഥനം, സി സംശ്ലേഷണം, ഡി ഉദ്ഗ്രഥനം. ആൻസർ ബി അപഗ്രഥനം. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തിയിൽ ഇല്ലാത്ത സവിശേഷത എന്ത്? ഓപ്ഷൻസ് എ തന്റെ വികാരങ്ങൾ തിരിച്ചറിയുന്നു, ബി തന്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു, സി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു, ഡി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. ആൻസർ ബി തന്റെ മാത്രം വികാരങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സംബന്ധിച്ച നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഉപയോഗിക്കാം? ഓപ്ഷൻസ് എ വിലയിരുത്തൽ, ബി മൂല്യനിർണയം, സി പ്രശ്നനിർണയം, ഡി മുകളിൽ കൊടുത്തവയെല്ലാം. ആൻസർ ഡി മുകളിൽ കൊടുത്തവയെല്ലാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ബി ജീവശാസ്ത്രപരമായ പരിണാമത്തിലൂടെ രൂപപ്പെടുന്നു, സി ആശയങ്ങൾ രൂപവൽക്കരിക്കൽ, സമാനതകളെ തിരിച്ചറിയൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആൻസർ എ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ പഠന സംവിധാനം എന്ന മനഃശാസ്ത്ര ആശയം ഊന്നൽ നൽകുന്നത്? ഓപ്ഷൻസ് എ ഭാഷാ പഠനത്തിലെ പാരിസ്ഥിതിക സ്വാധീനത്തിന്, ബി ഭാഷാ പഠനത്തിലെ അനുകരണത്തിന്, സി ഭാഷാ പഠനത്തിലെ പ്രബലനത്തിന്റെ പ്രയോജനത്തിന്, ഡി മസ്തിഷ്കത്തിലെ ഭാഷാഘടകത്തിന്. ആൻസർ ഡി മസ്തിഷ്കത്തിലെ ഭാഷാഘടകത്തിന്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, രോഹിത് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് സ്കൂൾ നിയമത്തിന് എതിരാണെന്നാണ് അവന്റെ അഭിപ്രായം. കോൾബർഗിന്റെ നൈതിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിൽ രോഹിതിനെ ഉൾപ്പെടുത്താം? ഓപ്ഷൻസ് എ വ്യവസ്ഥാപിത തലം, ബി വ്യവസ്ഥാപിത പൂർവ്വതലം, സി വ്യവസ്ഥാപിതാനന്തര തലം, ഡി ഇന്ദ്രിയ ചാലക തലം. ആൻസർ എ വ്യവസ്ഥാപിത തലം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തിചിന്ത വികസിക്കുന്നത്? ഓപ്ഷൻസ് എ ഇന്ദ്രിയ ചാലഘട്ടത്തിൽ, ബി മനോവ്യാപാര പൂർവ്വഘട്ടത്തിൽ, സി രൂപാത്മക വ്യാപാര ഘട്ടത്തിൽ, ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ. ആൻസർ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ശ്രമ പരാജയ പഠന സിദ്ധാന്തത്തിലെ 3 നിയമങ്ങൾ? ഓപ്ഷൻസ് എ ഫല നിയമം, ചോദക നിയമം, പ്രതികരണ നിയമം, ബി ചോദക നിയമം, പ്രതികരണ നിയമം, അഭ്യാസ നിയമം, സി അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ഫല നിയമം, ഡി അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, പ്രതികരണ നിയമം. ആൻസർ സി അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ഫല നിയമം. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിലയിരുത്തലിനെ കുറിച്ചുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ ഒരു യൂണിറ്റ് തീർന്നതിന് ശേഷം മാത്രം വിലയിരുത്തുക, ബി വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക, സി വിലയിരുത്തലിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ മാത്രം വിലയിരുത്തുക, ഡി ഇതൊന്നുമല്ല. ആൻസർ ബി വിലയിരുത്തലിനെ ബോധന പ്രക്രിയയുമായി ഉദ്ഗ്രഥിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പഠന വൈകല്യം ഏത്? ഓപ്ഷൻസ് എ ബുദ്ധിമാന്ദ്യം, ബി ഡിസ്ലെക്സിയ, സി ADHD, ഡി ഓട്ടിസം. ആൻസർ ബി ഡിസ്ലെക്സിയ. 13ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വ്യക്തിത്വ വികാസങ്ങൾ ടീച്ചർ പരിഗണിക്കുന്നുവെങ്കിൽ ടീച്ചർ എ എല്ലാ കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കണം, ബി പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നവരെ പരിഗണിക്കുകയും പിന്നോക്കം നിൽക്കുന്നവരെ അവഗണിക്കുകയും വേണം, സി പഠന പിന്നോക്കക്കാരെ മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കണം, ഡി ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം. ആൻസർ ഡി ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങളും കഴിവുകളും അഭിരുചികളും അറിയാൻ ശ്രമിക്കണം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധിമാനം അതായത് IQ = MA/CA × 100. ഇവിടെ MA CA ഇവ സൂചിപ്പിക്കുന്നത്?
ഓപ്ഷൻസ് എ MA മാനസിക കഴിവുകൾ, CA ആശയപരമായ കഴിവുകൾ. ബി MA പക്വതാ വയസ്സ്, CA പരുവപ്പെടുത്തിയ വയസ്സ്. സി MA മാനസിക വയസ്സ്, CA കാലിക വയസ്സ്. ഡി MA അമ്മയുടെ വയസ്സ്, CA കുട്ടിയുടെ വയസ്സ്. ആൻസർ സി MA മാനസിക വയസ്സ്, CA കാലിക വയസ്സ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പ്രാക്സിയയുമായി ബന്ധപ്പെടുന്നത്. ഓപ്ഷൻസ് എ മാനസിക വൈകല്യം, ബി ഗണിതപരമായ വൈകല്യം, സി വായനയുമായി ബന്ധപ്പെട്ട വൈകല്യം, ഡി ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം. ആൻസർ ഡി ശാരീരിക ചലനങ്ങളുമായി ബന്ധപ്പെട്ട വൈകല്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്തങ്ങളായ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾക്കായി ശോഭ ടീച്ചർ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിക്കാറുണ്ട്. അവിടെ സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികളിൽ വികസിക്കപ്പെടുന്നത്. ഓപ്ഷൻസ് എ വാചിക ബുദ്ധി, ബി ശാരീരിക ചലനപര ബുദ്ധി, സി ആന്തരിക വൈയക്തിക ബുദ്ധി, ഡി വ്യക്ത്യാന്തര ബുദ്ധി. ആൻസർ ഡി വ്യക്ത്യാന്തര ബുദ്ധി. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്നത്? ഓപ്ഷൻസ് എ സാങ്കേതിക സമീപനം, ബി ബഹു ഇന്ദ്രിയ സമീപനം, സി വ്യക്തിഗത ബോധന സമീപനം, ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ആൻസർ ഡി മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുമായി ടീച്ചർക്ക് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ അനുയോജ്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു തന്ത്രമാണ്? ഓപ്ഷൻസ് എ മത്സരത്തിനു പകരം സഹകരണത്തിന് ഊന്നൽ കൊടുക്കുക, ബി കുട്ടികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനത്തിന് പകരം സ്വന്തം നിലയിൽ പഠിക്കാൻ അവസരം നൽകുക, സി കുട്ടികളോടും രക്ഷിതാക്കളോടും സൗഹൃദം സ്ഥാപിക്കാതിരിക്കുക, ഡി ടീച്ചറുടെ നേട്ടങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക. ആൻസർ എ മത്സരത്തിനു പകരം സഹകരണത്തിന് ഊന്നൽ കൊടുക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, എറിക്സന്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ അവസാന ഘട്ടം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ സ്വാതന്ത്ര്യം വേഴ്സസ് ലജ്ജ, ബി വിശ്വാസം വേഴ്സസ് അവിശ്വാസം, സി അഹം ആർജവം വേഴ്സസ് നൈരാശ്യം, ഡി ആത്മസ്വരൂപവൽക്കരണം വേഴ്സസ് ആശയക്കുഴപ്പം. ആൻസർ സി അഹം ആർജവം വേഴ്സസ് നൈരാശ്യം. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എറിക്സന്റെ മനോസാമൂഹിക സിദ്ധാന്തത്തിലെ എല്ലാ ഘട്ടവും നമ്മളത് ഓർഡർ അനുസരിച്ച് വേണം കേട്ടോ പഠിക്കാനായിട്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് അത് പഠിച്ചിരിക്കുക. ചില സമയത്ത് അത് ആദ്യത്തെ ഏതാണെന്ന് ചോദിക്കാം, ചിലപ്പോൾ ഇടയിൽ അല്ലെങ്കിൽ ഇത്രാമത്തെ ഏതാണ് എങ്ങനെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഒരു മാർക്ക് വെറുതെ കളയരുത്. അപ്പോൾ ഇതൊന്ന് ഓർഡറായിട്ടൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ, പോഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുയോജ്യമായത്? ഓപ്ഷൻസ് എ പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, ബി കാഴ്ച തകരാറുള്ള കുട്ടികൾക്ക്, സി ശ്രദ്ധാപരിമിതിയുള്ള കുട്ടികൾക്ക്, ഡി പഠന പിന്നോക്ക അവസ്ഥയുള്ള കുട്ടികൾക്ക്. ആൻസർ എ പ്രതിഭാശാലികളായ കുട്ടികൾക്ക്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിക്ക് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ്. അയാളുടെ ശരീരചലനങ്ങളും വസ്ത്രധാരണ രീതിയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുന്നു. അയാളുടെ വിജയങ്ങളിൽ അവന് അഭിമാനം കൊള്ളുന്നു. ഇവിടെ ഏത് സമായോജന ക്രിയാതത്വമാണ് കുട്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് എ താദാത്മീകരണം, ബി യുക്തീകരണം, സി പ്രക്ഷേപണം, ഡി ദമനം. ആൻസർ എ താദാത്മീകരണം. 22 രൂപിമകൾ എന്നാൽ? ഓപ്ഷൻസ് എ ചെറിയ ശബ്ദ ശകലങ്ങൾ, ബി ഭാഷാവികാസത്തിലെ ആദ്യഘട്ടം, സി ഭാഷയിലെ വ്യവഹാരം, ഡി അർത്ഥവത്തായ ഭാഷാ ശകലം. ആൻസർ ഡി അർത്ഥവത്തായ ഭാഷാ ശകലം. 23 കൗമാരകാലത്തെ സാമൂഹിക മാറ്റത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ് എ ഭയവും ലജ്ജയും, ബി മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റം, സി അടങ്ങിയിരിക്കാത്ത പ്രകൃതം, ഡി ഭാവന. ആൻസർ ബി മുതിർന്നവരെ പോലെയുള്ള പെരുമാറ്റം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഹേനയ്ക്ക് ഒറ്റയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്.
ടീച്ചർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി പെൻസിലിന്റെ മുന കൂർമ്മിക്കുകയും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഹേനയെ ഉൾപ്പെടുത്താം? ഓപ്ഷൻസ് എ ബുദ്ധിമാന്ദ്യം, ബി ADHD, സി ഡൗൺസ് സിൻഡ്രം, ഡി സെറിബ്രൽ പാൾസി. ആൻസർ ബി ADHD. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഗാഗ്നയുടെ പഠനശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനമേത്? ഓപ്ഷൻസ് എ സംജ പഠനം, ബി വചനസഹചരത്വം, സി ആശയപഠനം, ഡി പ്രശ്നപരിഹരണം. ആൻസർ ഡി പ്രശ്നപരിഹരണം. 26 മാസ്ലോയുടെ ആവശ്യശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഉയർന്ന ആവശ്യം എന്ത്? ഓപ്ഷൻസ് എ അഹംബോധം, ബി സ്വയം ബഹുമാനം, സി സ്വതസാക്ഷാത്കാരം, ഡി ഇതൊന്നുമല്ല. ആൻസർ സി സ്വതസാക്ഷാത്കാരം. 27ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായിട്ടാണ് സമീപ്യ നിയമം, സാദൃശ്യ നിയമം, പൂർത്തീകരിക്കൽ നിയമം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് എ ജ്ഞാനനിർമ്മിതിവാദം, ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം, സി മാനസിക വിശകലന സിദ്ധാന്തം, ഡി ചേഷ്ടാവാദം. ആൻസർ ബി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ഘടന സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ 3 മാനങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻസ് എ ഉള്ളടക്കം, വിലയിരുത്തൽ, ഉത്പന്നം, ബി ഉത്പന്നം, മാനസിക പ്രക്രിയ, വിലയിരുത്തൽ, സി ഉള്ളടക്കം, ഉത്പന്നം, മാനസിക പ്രക്രിയ, ഡി മാനസിക പ്രക്രിയ, ഉത്പന്നം, വിലയിരുത്തൽ. ആൻസർ സി ഉള്ളടക്കം, ഉത്പന്നം, മാനസിക പ്രക്രിയ. 29ാമത്തെ ക്വസ്റ്റ്യൻ, അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ഉത്തരം കണ്ടെത്താൻ സ്വാതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടുപിടിക്കുകയും ശരി ഉത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെടുത്താം? ഓപ്ഷൻസ് എ ശ്രമപരാജയ പഠനം, ബി നിരീക്ഷണ പഠനം, സി ഉൾക്കാഴ്ച പഠനം, ഡി ആവർത്തന പഠനം. ആൻസർ സി ഉൾക്കാഴ്ച പഠനം. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വികാസ തത്വം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ വികാസം ഒരു തുടർ പ്രക്രിയയാണ്, ബി വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിലായിരിക്കും, സി വികാസത്തിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും, ഡി വികാസം അമൂർത്തമായിരിക്കും. ആൻസർ ഡി വികാസം അമൂർത്തമായിരിക്കും. വിച്ച് എമംഗ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് റീഡിംഗ് ഡിസേബിലിറ്റി? താഴെ പറയുന്നവയിൽ വായനാ വൈകല്യത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് എ ഡിസ്ലെക്സിയ, ബി ഡിസ്ഗ്രാഫിയ, സി ഡിസ്പെറാക്സിയ, ഡി ഡിസ്കാൽക്കുലിയ. ആൻസർ എ ഡിസ്ലെക്സിയ. ജുവനൈൽ ഡെലിക്വൻസി ഈസ് മോസ്റ്റ് റിലീവ്ഡ് ഡ്യൂറിംഗ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ കുറ്റവാസന കൂടുതൽ കാണുന്ന ഘട്ടം? ഓപ്ഷൻസ് എ ഇൻഫാൻസി ശൈശവം, ബി ഏർലി ചൈൽഡ്ഹുഡ് ആദ്യ ബാല്യം, സി അഡോളിസൻസ് കൗമാരം, ഡി ലേറ്റർ ചൈൽഡ്ഹുഡ് പിൽക്കാല ബാല്യം. ആൻസർ സി അഡോളിസൻസ് കൗമാരം. 3ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് നോൺ ആസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഓൾ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? പ്രക്ഷേപണ വിധികളിൽ കാരണവർ സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതിനാണ്? ഓപ്ഷൻസ് എ റോഷാസ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, റോഷായുടെ മഷി ഒപ്പ് പരീക്ഷ, ബി ടാറ്റ് പ്രകരണ സംപ്രത്യക്ഷണ പരീക്ഷ, സി കാറ്റ് ബാലക സംപ്രത്യക്ഷണ പരീക്ഷ, ഡി പിക്ചർ കംപ്ലീഷൻ ടെസ്റ്റ് ചിത്ര പൂർത്തീകരണ പരീക്ഷ. ആൻസർ എ റോഷാസ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് റോഷായുടെ മഷി ഒപ്പ് പരീക്ഷ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ലേണിംഗ് പ്ലേറ്റോ മീൻസ് പഠന പീഠസ്ഥലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് എ സ്റ്റേജ് ഓഫ് നോ ലേണിംഗ് പഠന പുരോഗതി ഇല്ലാത്ത ഘട്ടം, ബി സ്റ്റേജ് ഓഫ് ലോ ലേണിംഗ് പഠന പുരോഗതി മന്ദമായ ഘട്ടം, സി സ്റ്റേജ് ഓഫ് റാപ്പിഡ് ലേണിംഗ് പഠന പുരോഗതി ശീഘ്രമായ ഘട്ടം, ഡി കാൺ ഐഡന്റിഫൈ ലേണിംഗ് പ്രോസസ് പഠന പുരോഗതി തിരിച്ചറിയാൻ കഴിയാത്ത ഘട്ടം. ആൻസർ എ സ്റ്റേജ് ഓഫ് നോ ലേണിംഗ് പഠന പുരോഗതി ഇല്ലാത്ത ഘട്ടം.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ സൈക്കോളജിസ്റ്റ് ഹൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് സ്കീമ. സ്കീമ എന്ന ആശയവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ് എ ബ്രൂണർ, ബി പിയാഷെ, സി ഒസുബൽ, ഡി സ്കിന്നർ. ആൻസർ ബി പിയാഷെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ പേഴ്സൺ ഹു ഹാസ് ഡൺ മേജർ റിസർച്ച് വർക്ക്സ് ഇൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൽ പ്രസക്തമായ ഗവേഷണങ്ങൾ നടത്തിയ വ്യക്തി. ഓപ്ഷൻസ് എ ജീൻ പിയാഷെ, ബി ലവ് വൈഗോസ്കി, സി ജെറോം എസ് ബ്രൂണർ, ഡി ഡേവിഡ് ഒസബൽ. ആൻസർ ബി വൈഗോസ്കി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ ആസ് നിയോനാറ്റൽ സ്റ്റേജ്. നവജാത കാലം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ ജെർമിനൽ പീരീഡ്, ഗർഭാവസ്ഥയിലെ ആദ്യത്തെ 2 ആഴ്ച, ബി എംബ്രോയിക് പീരീഡ്, ഭ്രൂണഘട്ടം, സി ഫസ്റ്റ് 4 വീക്സ് ഓഫ് ഇൻഫാൻസി, ശൈശവത്തിലെ ആദ്യത്തെ 4 ആഴ്ച, ഡി ഫീറ്റൽ പീരീഡ്, ഗർഭഘട്ടം. ആൻസർ സി ഫസ്റ്റ് 4 വീക്സ് ഓഫ് ഇൻഫാൻസി, ശൈശവത്തിലെ ആദ്യത്തെ 4 ആഴ്ച. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലാസ് വിത്ത് സ്ലോ ലേണേഴ്സ് എ ടീച്ചർ ഷുഡ്. മന്ദപഠിതാക്കൾ ഉള്ള ക്ലാസ്സിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. ഓപ്ഷൻസ് എ ഗിവ് ആക്ടിവിറ്റീസ് ആസ് യൂഷ്വൽ, എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള പ്രവർത്തനങ്ങൾ നൽകുന്നു, ബി കൺസിഡർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് ഗിവ് ആക്ടിവിറ്റീസ് അക്കോർഡിംഗ്ലി, വ്യക്തി വ്യത്യാസം പരിഗണിച്ച കഴിവ് അനുസൃതമായ പ്രവർത്തനങ്ങൾ നൽകുന്നു, സി ഡസ് നോട്ട് കൺസിഡർ സ്ലോ ലേണേഴ്സ്, മന്ദപഠിതാക്കളെ പരിഗണിക്കില്ല, ഡി ഗീവ്സ് എൻറിച്ച് പ്രോഗ്രാംസ്, സംവർദ്ധിത കാര്യക്രമം അവലംബിക്കുക. ആൻസർ ബി കൺസിഡർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് ഗിവ് ആക്ടിവിറ്റീസ് അക്കോർഡിംഗ്ലി, വ്യക്തി വ്യത്യാസം പരിഗണിച്ച് കഴിവ് അനുസൃതമായ പ്രവർത്തനങ്ങൾ നൽകുന്നു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഹു പ്രൊപ്പോസ്ഡ് ദ ഓപ്പറന്റ് കണ്ടീഷനിങ് ലേണിംഗ് തിയറി. പ്രക്രിയ അനുബന്ധനം, ഓപ്പറന്റ് കണ്ടീഷനിങ് നിർദ്ദേശിച്ചത് ആര്? ഓപ്ഷൻസ് എ ഇവാൻ പാവലോ, ബി ബി എഫ് സ്കിന്നർ, സി ആൽബർട്ട് ബന്ദുരെ, ഡി ജെ വാട്സൺ. ആൻസർ ബി ബി എഫ് സ്കിന്നർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ 3 ബേസിക് ഡയമെൻഷൻസ് ഇൻ ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ഗിൽഫോർഡിന്റെ ബുദ്ധി മാതൃകയിൽ വരാത്തത്? ഓപ്ഷൻസ് എ ഓപ്പറേഷൻ, മനോവ്യാപാരം, ബി കണ്ടൻസ് ഉള്ളടക്കം, സി പ്രോസസ് പ്രക്രിയ, ഡി പ്രോഡക്ട്സ് ഉൽപ്പന്നം. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, സോർ ഗ്രേപ്പിസം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന നിലപാട് താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് എ സബ്ലിമേഷൻ, ഉദാത്തീകരണം, ബി റാഷണലൈസേഷൻ, യുക്തീകരണം, സി റിപ്രഷൻ, ദമനം, ഡി വിഡ്രോവൽ, വിനിവർത്തനം. ആൻസർ ബി റാഷണലൈസേഷൻ, യുക്തീകരണം. 12ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഹയസ്റ്റ് നീഡ് അക്കോർഡിംഗ് ടു അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഉന്നത ശ്രേണിയിലുള്ള ആവശ്യം ഏതാണ്? ഓപ്ഷൻസ് എ ലവ് നീഡ്സ്, സ്നേഹം, ബി ഫിസിയോളജിക്കൽ നീഡ്സ്, ശാരീരിക ആവശ്യങ്ങൾ, സി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ആത്മസാക്ഷാത്കാരം, ഡി സെൽഫ് എക്സ്റ്റീം നീഡ്, ആത്മാഭിമാനം. ആൻസർ സി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ആത്മസാക്ഷാത്കാരം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് മീ എ ഡസൻ ഹെൽത്തി ഇൻഫൻസ്, ഐ വിൽ ട്രെയിൻ ദം ടു ബിക്കം എനി ടൈപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. ദിസ് ആർ ദ വേർഡ്സ് ഓഫ്. ഒരു ഡസൻ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വിട്ടുതരിക, ഞാൻ അവരെ വിദഗ്ധരായി വളർത്തിക്കൊണ്ടുവരാം. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻസ് എ ഗാൾട്ടൺ, ബി വാട്സൺ, സി റൂസോ, ഡി പാവ്ലോ. ആൻസർ ബി വാട്സൺ. 14ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റായ ക്വസ്റ്റ്യൻ ആയിരുന്നു, റോങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി.
താഴെ പറയുന്നവയിൽ സർഗപരതയുടെ സവിശേഷതയിൽ പെടാത്തതേത്? ഓപ്ഷൻസ് എ ഇലാബറേഷൻ, വിപുലീകരണം, ബി ഫ്ലുവൻസി, വാചാലത, സി ഫ്ലെക്സിബിലിറ്റി, അയവുള്ളത്, ഡി പേഴ്സണാലിറ്റി, വ്യക്തിത്വം. ആൻസർ ഡി പേഴ്സണാലിറ്റി, വ്യക്തിത്വം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ആൻ എക്സ്പെരിമെന്റ് ഇൻ ദ ക്ലാസ് റൂം. Students are asked to observe the experiment and write down the process of the experiment in their science diary. Teacher allows grade after the verification of the diaries. This assessment can be termed as. ക്ലാസ്സിൽ പരീക്ഷണം നടത്തിയ ശേഷം ശാസ്ത്ര അധ്യാപിക പരീക്ഷണത്തിന്റെ പ്രക്രിയ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. വിലയിരുത്തലിന് ശേഷം ഗ്രേഡ് നൽകുകയും ചെയ്തു. ഈ മൂല്യനിർണ്ണയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് എ സെൽഫ് അസസ്മെന്റ്, സ്വയം വിലയിരുത്തൽ, ബി പിയർ അസസ്മെന്റ്, സഹപാഠികളുടെ വിലയിരുത്തൽ, സി ഫോർമേറ്റീവ് അസസ്മെന്റ്, സംരചന വിലയിരുത്തൽ, ഡി സമ്മേറ്റീവ് അസസ്മെന്റ്, ആത്യന്തിക വിലയിരുത്തൽ. ആൻസർ സി ഫോർമേറ്റീവ് അസസ്മെന്റ്, സംരചന വിലയിരുത്തൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ഇമോഷണൽ ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ? താഴെ പറയുന്നവയിൽ കുട്ടികളുടെ സർഗാത്മകതയെ നിയന്ത്രിക്കുന്ന ഘടകമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ഫാറ്റിക്, ക്ഷീണം, ബി ഹെൽത്ത്, ആരോഗ്യം, സി ഇന്റലിജൻസ്, ബുദ്ധി, ഡി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹിക സാമ്പത്തിക നില. ആൻസർ ഡി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹിക സാമ്പത്തിക നില. 18ാമത്തെ ക്വസ്റ്റ്യൻ. എ ടീച്ചർ സെലക്ടഡ് ബോയ്സ് ഓൺലി ഫോർ റെപ്രസെന്റിംഗ് പ്രോജക്ട് ഇൻ ദ സയൻസ് ഫെയർ. ദിസ് ഇൻഡിക്കേറ്റ്സ്. ശാസ്ത്രമേളയിൽ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ അധ്യാപിക ആൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുത്തു. ഇത് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ ജെൻഡർ ഇക്വാളിറ്റി, ലിംഗസമത്വം, ബി ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തി വ്യത്യാസം, സി ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, ലിംഗസ്ഥിര രൂപീകരണം, ഡി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനം. ആൻസർ ഡി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗവിവേചനം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്? മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ പിതാവാര്? ഓപ്ഷൻസ് എ വില്യം വൂൺ, ബി സിഗ്മണ്ട് ഫ്രോയിഡ്, സി കാൾ ജെ ജങ്, ഡി വില്യം ജെയിംസ്. ആൻസർ ബി സിഗ്മണ്ട് ഫ്രോയിഡ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഡബിൾ പ്രൊമോഷൻ ഈസ് മെന്റ് ഫോർ വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്? ഇരട്ട സ്ഥാനക്കയറ്റം ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് നൽകുന്നത്? ഓപ്ഷൻസ് എ ഗിഫ്റ്റഡ്, പ്രതിഭാധനർക്ക്, ബി ക്രിയേറ്റീവ്, സർഗപരതയുള്ളവർക്ക്, സി മെന്റലി ചലഞ്ചഡ്, ബുദ്ധിമാന്ദ്യമുള്ളവർക്ക്, ഡി ഓട്ടിസ്റ്റിക്, ഓട്ടിസം ഉള്ളവർക്ക്. ആൻസർ എ ഗിഫ്റ്റഡ്, പ്രതിഭാധനർക്ക്. 21ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് എ ടീച്ചർ ഷുഡ് അവോയ്ഡ് ഇൻ ദ ക്ലാസ് റൂം? അധ്യാപകൻ ക്ലാസ് റൂമിൽ ഒഴിവാക്കേണ്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനം, ബി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ധനപ്രബലനം, സി പണിഷ്മെന്റ്, ശിക്ഷ, ഡി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, രണപ്രബലനം. ആൻസർ സി പണിഷ്മെന്റ്, ശിക്ഷ. 22ാമത്തെ ക്വസ്റ്റ്യൻ റോങ് ക്വസ്റ്റ്യൻ ആണ്, അതും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഹാസ് ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓൺ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? വളർച്ച, വികാസം എന്നിവയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ എൻവയോൺമെന്റ്, പരിസ്ഥിതി, ബി ഇൻകം, വരുമാനം, സി ബർത്ത് ഓർഡർ, ജനനക്രമം, ഡി ജെൻഡർ, ലിംഗം. ആൻസർ എ എൻവയോൺമെന്റ്, പരിസ്ഥിതി. 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലേണിംഗ് ഡിസേബിൾഡ് ചൈൽഡ്? പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ സബ് നോർമൽ ഇന്റലിജൻസ്, ശരാശരിയിൽ താഴ്ന്ന ബുദ്ധി, ബി നോർമൽ ഇന്റലിജൻസ്, ശരാശരി ബുദ്ധി, സി ഓൾവേസ് അഗ്രസീവ്, എല്ലായ്പ്പോഴും ആക്രമണ സ്വഭാവം കാണിക്കാം, ഡി ഇറഗുലർ ഇൻ ക്ലാസ്, സ്കൂളിൽ സ്ഥിരമായി വരാറില്ല.
ആൻസർ ബി നോർമൽ ഇൻ്റലിജൻസ്, ശരാശരി ബുദ്ധി. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്, ദിസ് പെർസ്പെക്റ്റീവ് ഈസ് റിലേറ്റഡ് ടു. ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. ഈ കാഴ്ചപ്പാട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻസ് എ ഹ്യൂമനിസം, മാനവികതാവാദം, ബി ബിഹേവിയറിസം, വ്യവഹാരവാദം, സി ഗസ്റ്റാലിസം, സമഗ്രതാവാദം, ഡി കൺസ്ട്രക്റ്റിവിസം, ജ്ഞാനനിർമ്മിതിവാദം. ആൻസർ സി ഗസ്റ്റാൾട്ടിസം, സമഗ്രതാവാദം. 26ാമത്തെ ക്വസ്റ്റ്യൻ, എ 4-year-old ചൈൽഡ് ഹാസ് എ മെന്റൽ ഏജ് ഓഫ് 3. ഹിസ് IQ ഈസ് ഡാഷ്. 4 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 3 ആണെങ്കിൽ ബുദ്ധിമാനം എത്ര? ഓപ്ഷൻസ് എ 75, ബി 70, സി 80, ഡി 100. ആൻസർ എ 75. 27ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കൺസെപ്റ്റ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എറിക് എറിക്സൺ. എറിക് എറിക്സണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശയം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് എ ഈഗോ, അഹം, ബി ഐഡന്റിറ്റി ക്രൈസിസ്, ജീവിത പ്രതിസന്ധി, സി മോഡലിംഗ്, മാതൃക നൽകൽ, ഡി റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനം. ആൻസർ ബി ഐഡന്റിറ്റി ക്രൈസിസ്, ജീവിത പ്രതിസന്ധി. 28ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റുഡൻറ് ഫീൽ ഹാപ്പി ഇൻ ഡൂയിങ് ഓൾ വർക്ക്സ് ഗിവൺ ബൈ ദ ടീച്ചർ ഓൺ ടൈം. ദിസ് ഇൻഡിക്കേറ്റ്സ്. ക്ലാസ്സിൽ അധ്യാപകൻ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി കൃത്യസമയത്ത് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടികൾ ദർശിക്കുന്നത്. ഓപ്ഷൻസ് എ ഇൻട്രൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണ, ബി എക്സ്റ്റൻസിക് മോട്ടിവേഷൻ, ബാഹ്യ അഭിപ്രേരണ, സി ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയ ഭീതി, ഡി കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റി, മത്സരബുദ്ധി. ആൻസർ എ ഇൻട്രൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണ. 29ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് WAIS. ഓപ്ഷൻസ് എ വെഷ്ലർ അഡൽട്ട് IQ സ്കെയിൽ, ബി വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ, സി വെഷ്ലർ അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി ഫോർ സ്റ്റുഡൻസ്, ഡി വെഷ്ലർ അഡൽട്ട് ഇൻവെന്ററി ഫോർ സ്റ്റുഡൻസ്. ആൻസർ ബി വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഈഡിപ്പസ് കോംപ്ലക്സ് മീൻസ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ് എ അഫെക്ഷൻ ഓഫ് എ മെയിൽ ചൈൽഡ് ടു എ മദർ, ആൺകുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം, ബി അഫെക്ഷൻ ഓഫ് എ ഫീമെയിൽ ചൈൽഡ് ടു എ ഫാദർ, പെൺകുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം, സി ഇമോഷണൽ ചേഞ്ചസ് ഇൻ ടീൻസ്, കൗമാരപ്രായക്കാരിലെ വൈകാരിക മാറ്റങ്ങൾ, ഡി ലവ് ഓഫ് വൈഫ് ടു ഹസ്ബൻഡ്, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം. ആൻസർ എ അഫെക്ഷൻ ഓഫ് എ മെയിൽ ചൈൽഡ് ടു എ മദർ, ആൺകുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം.